ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എന്നെ സ്വാഗതം ചെയ്ത് സംസാരിച്ച സുകുമാരൻ സാർ, ഇന്ന് ഈ വൈകിയ വേളയിൽ, എനിക്ക് തോന്നുന്നത് വൈകിയ വേള എന്ന് പറയാനില്ല, നിങ്ങളെല്ലാവരും കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഈ മീറ്റിംഗ് സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇവിടെ ഈ ക്ലാസ് ശ്രവിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്ന ജൈവ കർഷക സംഘടനയിലെ അംഗങ്ങളായിട്ടുള്ള നിങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നൊരു സംഗതി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ആ പേര് ഞാൻ മനഃപൂർവ്വം കൊടുത്ത രോഗനിദാനം ആൻഡ് വികൃതി വിജ്ഞാനം, ആ പേര് ഒന്ന് ഫെമിലിയർ ആയിക്കോട്ടെ. ഈ വികൃതി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാവില്ല, എന്താണ് ഈ വികൃതി? നമ്മൾ കുസൃതി എന്നൊക്കെ പറയും സാധാരണ കുട്ടികളിൽ, അല്ലേ? നിങ്ങളുമായി ഇവിടെ പ്രത്യേകിച്ച് പറയുമ്പോൾ വികൃതിക്ക് ഒരു പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളെല്ലാവരും പ്രകൃതിയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. പ്രകൃതിയുടെ നേർ വിപരീതമാണ് വികൃതി. ആയുർവേദത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഫിസിയോളജിയും വികൃതി എന്ന് പറഞ്ഞാൽ പത്തോളജിയുമാണ്. പത്തോളജി ഇൻ ദ സെൻസ് നമ്മളറിയാലോ, രോഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൽ പ്രൊഫസറായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇവിടെ അടുത്തുള്ള അഷ്ടാംഗം ആയുർവേദ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെയുണ്ട്. അതിന് മുമ്പ് സാർ സൂചിപ്പിച്ച പോലെ പറശ്ശിനിക്കടവിലെ MBR ആയുർവേദ മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ ഇതേ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ക്യാൻസറുമായിട്ടുള്ള ഞാൻ ഇടപെട്ട് തുടങ്ങിയത് യഥാർത്ഥത്തിൽ എൻ്റെ MD തീസിസ് ഗൈഡ് ചെയ്തത് കേരളത്തിലെ പ്രശസ്തനായ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ VP ഗംഗാധരനാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും സാറിനെ അറിയുന്നവരായിരിക്കും. ഒരു മഹാനായ അല്ലെങ്കിൽ ഒരു താപസിയായ ഭിഷഗ്വരൻ, സെയിൻറ്റ് വിത്ത് എ സ്റ്റെതസ്കോപ്പ് എന്നൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് നാളുകളിൽ ആണ് ഞാൻ എൻ്റെ MDക്ക് എടുത്തിരുന്ന ഒരു ഗവേഷണ വിഷയം ഒന്നുണ്ടായിരുന്നത് കേരളത്തിലെ വൻകുടലിലെ അർബുദത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഉള്ള പഠനത്തിനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നത്. ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവില്ലേ, ഞാൻ ആയുർവേദ ഡോക്ടറല്ലേ, അദ്ദേഹം അലോപ്പതി അല്ലേ? പക്ഷേ ഇങ്ങനെ ക്യാൻസറിൻ്റെ ഒരു മേഖല കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഭേദചിന്തകൾക്കൊന്നും വലിയ സ്ഥാനമില്ല, അല്ലേ? ഒരു ക്യാൻസർ രോഗിയെ സഹായിക്കാൻ, ക്യാൻസർ രോഗികൾക്ക് സഹായമരുളുവാൻ എന്തെങ്കിലും തരത്തിലുള്ള ആശാകിരണങ്ങൾ ഏതെങ്കിലും ഗവേഷണത്തിൽ നിന്ന് ഉയർന്നു വരികയാണെങ്കിൽ അത് തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും അലോപ്പതി ആയുർവേദം എന്നൊന്നും ഇല്ലാതെ തീർച്ചയായും വലിയ സഹവർത്തത്തിലൂടെ മുന്നോട്ട് പോകുന്നൊരു സംഗതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവേഷണ പ്രവർത്തനം സാറിൻ്റെ കീഴിൽ ചെയ്ത് കുറേയധികം നല്ല വിവരങ്ങൾ അതിൽ നിന്ന് കിട്ടുകയുമുണ്ടായി. ആ സമയത്ത് നമ്മൾ ഒരു ക്യാൻസർ OPയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സാധാരണ നമ്മൾ പറയാറുള്ളത് ഒരു പനി OPയിലാണോ ചെന്നതെന്ന് തോന്നും. നമ്മൾ വഴിതെറ്റി ചെന്നത് സാധാരണ ഫീവർ OP നടക്കുന്ന സ്ഥലത്താണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. ഇതുപോലെ വലിയൊരു ഹോളാണ് സാറിൻ്റെ OPയുടെ മുൻവശം. അവിടെ നമുക്ക് മുഴുവൻ ക്യാൻസർ രോഗികളെ കാണാം. ഒരു 100-150 ആൾ ഒരു ഉച്ചയ്ക്ക് മുമ്പോ ഉച്ചയ്ക്ക് ശേഷമോ പരിശോധിക്കപ്പെടേണ്ട ആളുകളായിട്ട് അവിടെ വന്ന് നിറയുകയാണ്. കേരളത്തിൽ മാത്രം. ഞാൻ കേരളത്തിൽ മാത്രം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ സാറിനെ ആശ്രയിക്കുന്ന ആളുകൾ കൊച്ചിയോട് അല്ലെങ്കിൽ കൊച്ചിയുടെ അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ മധ്യ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരായിരിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ ക്യാൻസർ കൂടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാം. എത്ര ക്യാൻസർ ഹോസ്പിറ്റലുണ്ട് എന്ന് നോക്കിയാൽ മതി. ഞാൻ 2001-2008 കാലയളവിലാണ് എൻ്റെ BAMS പഠനം കോട്ടക്കൽ ആയുർവേദ കോളേജിൽ നടത്തിയത്. ആ സമയത്ത് നമ്മുടെ കോളേജിൽ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്ന ക്യാൻസർ കേസൊക്കെ തന്നെയും നമ്മൾ റെഫർ ചെയ്യാറുണ്ടായിരുന്ന ഒരേ ഒരു കേന്ദ്രം ആ സമയത്ത് RCC ആയിരുന്നു. ഞങ്ങളുടേത് ഒരു എയ്ഡഡ് കോളേജ് ആയതുകൊണ്ട് അവിടുന്ന് റെഫറൻസ് പോകുന്ന പ്രൈവറ്റ് മേഖലയിലേക്കല്ല ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് മേഖലയിലേക്ക് റെഫർ ചെയ്തിരുന്നത്. ഇന്ന് അതുകൂടാതെ നമ്മുടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും റേഡിയേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഓങ്കോളജി വിഭാഗങ്ങളുണ്ട്. ഇത് കൂടാതെ നമുക്ക് മലബാർ ക്യാൻസർ സെൻറ്റർ എന്ന പേരിൽ കണ്ണൂർ ഒരു വലിയ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. RCC വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ പോലും അങ്ങനെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണ്. ഇതൊന്നും കൂടാതെയാണ് സർക്കാർ മേഖലയിൽ തന്നെ കൊച്ചിൻ ക്യാൻസർ സെൻറ്റർ എന്ന് പറഞ്ഞ് പുതിയ ഒരു ക്യാൻസർ സെൻറ്ററിനായിട്ട് സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് മറന്ന് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം MVR ക്യാൻസർ സെൻ്ററുണ്ട്. കാസർഗോഡ് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മംഗലാപുരത്ത് 2-3 ക്യാൻസർ സെൻ്ററുകളുണ്ട്. തിരിച്ചിങ്ങ് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് വിട്ട് താഴത്തേക്ക് നമ്മൾ വന്നാൽ കൊച്ചിയിൽ തന്നെ ആസ്റ്ററുണ്ട്, ലേക്ക് ഷോറുണ്ട്. ഇവിടങ്ങളിലൊക്കെ തന്നെ ക്യാൻസർ ചികിത്സ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമൃതയിലുണ്ട്.
അപ്പം അങ്ങനെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഞാൻ പറയുന്നത് വലിയൊരു സംസ്ഥാനത്തെക്കുറിച്ചല്ല അല്ലേ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ക്യാൻസറിന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ നമ്മുടെ എല്ലാം ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഏത് ദിശയിൽ സഞ്ചരിച്ചാലും നിങ്ങൾക്കൊരു റേഡിയേഷൻ ഓങ്കോളജിയോ മെഡിക്കൽ ഓങ്കോളജി സേവനങ്ങളോ നിങ്ങൾക്ക് കിട്ടും. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല. ഇത് വികസനത്തിൻ്റെ ഒരു തെളിവാണോ? അല്ല അല്ലേ? നമ്മളെ സങ്കടപ്പെടുത്തേണ്ടുന്ന വസ്തുതയാണ്. നിങ്ങൾക്ക് 50 കിലോമീറ്ററിന് ചുറ്റളവിൽ നിങ്ങൾക്കൊരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റോ മെഡിക്കൽ ഓങ്കോളജിസ്റ്റോ ജീവിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തേണ്ടുന്ന വസ്തുതയാണ്. ഞാൻ അവരുടെ സേവനത്തെ വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്, മറിച്ച് അവർ വേണം. കാരണം അത്രയ്ക്കധികം ക്യാൻസർ കേസുകൾ കുമിഞ്ഞുകൂടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ മുമ്പുള്ള WHO ഒരു റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായിട്ട് ആശങ്കപ്പെടുന്നുണ്ട്. ദ റൈസ് ഇൻ നമ്പർ ഓഫ് ക്യാൻസർ ഹോസ്പിറ്റൽസ്. ക്യാൻസർ ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി ഗവൺമെൻറ് നിശ്ചയിച്ച് അതിനുവേണ്ടി വിനിയോഗിക്കുന്ന തുകയുടെ ചെറിയൊരു ശതമാനം മതിയാവും ശരിക്കും ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ. ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള, നേരത്തെ അവതാരകൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലേ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ക്യാൻസർ കൂടി വരികയാണ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ ആ പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടുന്ന തുക യഥാർത്ഥത്തിൽ ഒരു ക്യാൻസർ ആശുപത്രി സ്ഥാപിക്കുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും. മറിച്ച് നമ്മളതിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഓഫ് കോഴ്സ് ഞാനത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആ രോഗികൾക്ക് ചികിത്സ കിട്ടേണ്ടത് അത്യാവശ്യമാണ്, അവർ വേണം. പക്ഷേ അതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ സംഘടന എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. ശരിക്കും എനിക്കത് വളരെ അപ്രീഷ്യബിളായി തന്നെ നിങ്ങളെല്ലാവരോടും ഞാൻ പറയുകയാണ്. കാരണം ഇതാണ് ആലോചിക്കേണ്ട വിഷയം. ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സ ഉറപ്പുവരുത്തുന്നതിനൊപ്പം തന്നെ ഇനി മറ്റൊരാൾക്ക് ക്യാൻസർ രോഗം വരാതിരിക്കാനുള്ള എന്തൊക്കെ പ്രതിരോധ നടപടികൾ നമുക്ക് സ്വീകരിക്കാം. പ്രതിരോധം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പഴയ കോവിഡിനെയാണ് ഓർമ്മ വരുന്നത് അല്ലേ, കോവിഡ് പ്രതിരോധം. അതുപോലെ നമ്മൾ എത്ര വലിയ രീതിയിൽ അത് ചെയ്തത് അല്ലേ. ഒരു കാലഘട്ടം ഞാൻ ആലോചിക്കുകയാണ്, TV-യിൽ ലൈവ് വരുന്നത്. അതായത് ഒരു വീട്ടിൽ കോവിഡുള്ള ഒരു രോഗിയുണ്ട് അല്ലേ, ആ രോഗിയെ പഞ്ചായത്തിലെ നിന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് വരെ അല്ലേ ആ വീടിന് മുമ്പിൽ ആളുകൾ തളിച്ചുകൂടി നിന്നിരുന്ന ഒരു സമയം. അതേപോലെ അതേ ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു മേഖലയാണ് ക്യാൻസറിൻ്റെത്. കാരണം ഇന്ന് ഈ ദിവസം, ഇന്ന് ജൂലൈ 13-ാം തീയതി ഈ സമയം വരെ ഞാൻ 1 മണിക്കൂർ മുമ്പ് എൻ്റെ ലാപ്ടോപ്പ് അടച്ചു വയ്ക്കുന്ന സമയത്ത് വേൾഡ് ക്യാൻസർ ക്ലോക്ക്, നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും, വേൾഡ് ക്യാൻസർ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റുണ്ട്. അതിലെ കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ 32,93,329 പേർ, എനിക്ക് തോന്നുന്നത് ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടി ക്യാൻസർ ബാധിതരായി മരിച്ചു. 32,93,329 പേർ ലോകമാകമാനം ക്യാൻസർ ബാധിച്ച് മരിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ കണക്കാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ 708 പേര് ലോകത്താകമാനം ക്യാൻസർ ബാധിച്ച് മരിച്ചു പോകും എന്നാണ് പറയുന്നത്. അടുത്ത 1 മണിക്കൂർ, ഒരു പക്ഷേ നമ്മുടെ ഈ സംഭാഷണം കഴിയുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഏകദേശം 700 പേര് ഈ ഭൂമുഖത്ത് ക്യാൻസർ മൂലം മരിച്ചു പോയപ്പെട്ടേക്കാം. 1 മിനിറ്റിൽ 12 പേര് മരിക്കുന്നു എന്ന് പറയുന്നു. 1 മിനിറ്റിൽ ക്യാൻസർ ബാധിച്ച് 12 പേരാണ് മരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ പുതിയ കണക്കുകൾ പ്രകാരം 135, 1,135 ആൾക്ക് കേരളത്തിൽ ക്യാൻസർ ഉണ്ടെന്ന് പറയുന്നു. ഇത് ഏകദേശം 40,000 പുതിയ കേസുകൾ ഒരു വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കണക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് RCC ഡയറക്ടർമാരുടെ ഒരു സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ക്യാൻസറിനെ ഒരു നോട്ടിഫയബിൾ ഡിസീസ് ആക്കണം എന്നാണ്. എന്താണ് ഈ നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ കോവിഡ് വന്നപ്പോൾ ശ്രദ്ധിച്ചു കാണും അല്ലേ, എവിടെയെങ്കിലും കോവിഡ് ഉണ്ടായാൽ അറിഞ്ഞാൽ ഉടനെ അടുത്ത മെഡിക്കൽ ഓഫീസറെ അറിയിച്ച് അതിൻ്റെ കണക്ക് നേരിട്ട് പോകുന്ന രീതി. ഇപ്പോൾ നമ്മൾ TB ഉണ്ടായാൽ ചെയ്യും, ലെപ്രസി ഉണ്ടായാൽ ചെയ്യും, STDs ഉണ്ടായാൽ ചെയ്യും. ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശുപാർശ ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, അത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടായി എന്ന് പറയുന്ന കാര്യം. ഈ കണക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം 250 പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുള്ള തികച്ചും വിസ്ഫോടനാത്മകമായ ഒരു സ്ഥിതിവിശേഷം കേരളത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ, ഇതേപോലൊരു ഹാളിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മളിരുന്നാൽ ഇതിലൊരു ആൾക്ക് ക്യാൻസർ ഉണ്ടാകും എന്ന് പറയുന്ന ഒരവസ്ഥ. ഭീകരമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു 200-250 പേര് ഇരിക്കുന്ന സ്ഥലത്ത് ഒരാൾക്ക് നിർബന്ധമായിട്ടും ക്യാൻസർ ഉണ്ടാവും കേരളത്തിൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ, ക്യാൻസറിനെ കുറിച്ചുള്ളൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇതെങ്ങനെ, പ്രത്യേകിച്ച് കേരളത്തിലെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ വേറെ ചില രസകരമായ കണക്ക് പറഞ്ഞാൽ കേരളത്തിലെ പുരുഷന്മാരിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്വാസകോശ അർബുദം തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്.
അത് പുകവലി കൊണ്ട് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. സ്ത്രീകളിൽ സ്വാഭാവികമായിട്ടും സ്തനാർബുദം വളരെ കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ 25-30 വയസ്സ് മുതൽ സ്തനാർബുദ രോഗികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. എന്തുകൊണ്ട് ഇത്രയധികം കേരളത്തിലെ സ്ത്രീകൾക്ക് സ്തനാർബുദം വരുന്നു? കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ കേരളം ഒഴിച്ചുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ഗർഭാശയത്തിൻ്റെ താഴെ ഭാഗം, ഗർഭാശയ ഗളാർബുദം എന്ന് പറയുന്ന സർവൈക്കൽ ക്യാൻസർ ആയിരുന്നു കൂടുതൽ. ഇപ്പോൾ അത് മാറി ഇന്ത്യ ഒട്ടുക്ക് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അർബുദമായി മാറുന്നു. എന്ത് സംഭവിച്ചിട്ടാണ് സ്ത്രീകളിൽ ഇങ്ങനെ അർബുദം വരുന്നത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ കാണുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന സ്തനാർബുദമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ശരിയായ രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്യാൻസർ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരൊറ്റ കാരണമല്ല ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുന്നത്. വളരെ ചില സിമ്പിൾ ഇക്വേഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പുകവലി ഈക്വൽസ് ക്യാൻസർ, മദ്യപാനം ഈക്വൽസ് കരളിൻ്റെ രോഗങ്ങൾ, കരളിൻ്റെ ക്യാൻസർ എന്ന രീതിയിലുള്ള സിമ്പിൾ ഇക്വേഷൻസ് മുൻപ് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. കാരണം പുകവലിക്കാത്തവർക്കും ശ്വാസകോശ അർബുദം കൂടുതലായി കണ്ടുവരുന്നുണ്ട്, പുകവലിക്കാത്തവർക്കും കണ്ടുവരുന്നു. ഒട്ടും മദ്യപിക്കാത്ത ആളുകൾക്കും ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് വരുന്നുണ്ട്, ഹെപ്പാറ്റോസെല്ലുലാർ ക്യാൻസർ വരുന്നുണ്ട്. എന്തുകൊണ്ട് അല്ലേ? നമ്മൾ ഈ കാരണങ്ങളെല്ലാം നിരത്തി വെച്ച് പറയുമ്പോൾ വേറൊരാൾ പറയും, അതാ നോക്കൂ 3 മാസമുള്ള കുട്ടി, ആ കുട്ടിക്ക് എങ്ങനെയാണ് ലുക്കീമിയ വന്ന്? ഈ കുട്ടി ഈ പറയുന്ന ഭക്ഷണം വല്ലതും കഴിച്ചിട്ടുണ്ടോ? ഈ കുട്ടി ഇങ്ങനെ വല്ല എക്സ്പോഷേഴ്സ് ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഈ കുട്ടികൾക്ക് ഇങ്ങനെ ക്യാൻസർ വരും? അപ്പോൾ ധാരാളം കാരണങ്ങൾ, ഒറ്റ കാരണങ്ങളാകുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ചികിത്സിക്കാൻ എളുപ്പമാണ് അല്ലേ? ധാരാളം പറഞ്ഞു പഴകിയ ഒരു സമവാക്യമായിരുന്നു ലങ് ക്യാൻസർ പുകവലി കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത്. പുകവലി കൊണ്ടും ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്നല്ല, മറിച്ച് കൂടുതലും പുകവലി കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാലും പുകവലി ഇരിക്കാത്തവർക്കും അതുണ്ടാകുന്നത് എങ്ങനെ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളിലേക്ക് തിരിയുമ്പോഴാണ് നമ്മൾ ഈ വാക്കിൻ്റെ പ്രാധാന്യം. ഞാൻ ജൈവം എന്ന വാക്കിലേക്ക് തിരിച്ചു വരികയാണ്, ജൈവം എന്ന വാക്കിലേക്ക് തിരിച്ചു വരികയാണ്. അവിടെയാണ് ഒരുപക്ഷെ ഈ വാക്കിൻ്റെ പ്രാധാന്യം നിൽക്കുന്നത്. അജൈവികമായ ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എവിടേക്കോ മാറിപ്പോകുമ്പോഴാണ് ഒരുപക്ഷെ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് ഈ ക്യാൻസർ എന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റ് പല രോഗങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടല്ലേ? ഒരു ഹാർട്ട് അറ്റാക്ക് എങ്ങനെ വരുന്നു എന്നറിയാം, ഒരാൾക്ക് സ്ട്രോക്ക്, പക്ഷാഘാതം എങ്ങനെ വരുന്നു എന്നറിയാം, നമുക്ക് മറ്റ് പല കരൾ രോഗങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷേ ക്യാൻസറിനെക്കുറിച്ച് പേടിപ്പെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി നമ്മളെല്ലാവരുടെയും മുമ്പിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ക്യാൻസർ എന്ന് പറയുന്ന രോഗം. എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാകുന്നത്? അപ്പോൾ തികച്ചും ഒരു കോശം, നമ്മൾ കേട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ? ഒരു കോശത്തിന് അതിനെ പെറ്റുപെരുകണമെങ്കിൽ ഈ ശരീരത്തിനുള്ളിൽ കൃത്യമായ നിയമാവലിയുണ്ട്. അത് വിട്ടിട്ട് അതിന് പെറ്റുപെരുകാൻ സാധിക്കില്ല. അതിന് കൃത്യമായ സെറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. കൃത്യമായ സാഹചര്യങ്ങൾക്ക് മാത്രമേ അതിന് പെറ്റുപെരുകാനാവൂ. അനിയന്ത്രിതമായി പെറ്റുപെരുകി ആ കോശം നിൽക്കുന്ന കോശ സമൂഹത്തിന് അപകടമുണ്ടാക്കാൻ ശരീരം സമ്മതിക്കുന്നില്ല അല്ലേ? നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് ചില നിയമങ്ങളില്ലേ? എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിരിക്കുന്ന ചില നിയമങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേണം ജീവിതം എന്ന കാര്യത്തെക്കുറിച്ച്. ഒരാളതിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാവുക അല്ലേ? സമൂഹത്തിൻ്റെ ശരിയായ നിലനിൽപ്പിനെ അത് തകിടം മറിച്ചിരിക്കും അല്ലേ? രാത്രിയിൽ വീടുകളിൽ കയറി ആക്രമിക്കുക അല്ലേ? നമ്മൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ? ഭവനഭേദനം എന്ന് പറയുന്നത് പ്രശ്നമുള്ള സംഗതിയാണ്. നമ്മൾ ചിന്തിക്കുകയാണ് എന്താണ് അയാൾ അതങ്ങ് ചെയ്താൽ കുഴപ്പം അല്ലേ? ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് പലപ്പോഴും പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട് അല്ലേ നമ്മൾ? അപ്പോൾ അങ്ങനത്തെ പല ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു ടിഷ്യൂ നിലനിൽക്കുന്നത്, ഇത്ര സെല്ലുകൾ അവിടെ കൃത്യമായ ജോലി ചെയ്താൽ ആ ടിഷ്യൂ നന്നായി നിലനിൽക്കും, ആ ഓർഗൻ നന്നായി വർക്ക് ചെയ്യും എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഒരു കോശം മാത്രം തീരുമാനിക്കുകയാണ് എൻ്റെ പെറ്റുപെരുകൽ കൂടുതലാകും, ഞാൻ കൂടുതലായിട്ട് പെറ്റുപെരുകുന്നു. അങ്ങനെ ഒരു റെബൽ ആയി മാറുന്ന ഒരു കോശത്തിൽ നിന്നാണ് എല്ലാ ക്യാൻസറിൻ്റെയും പിറവി. അപ്പോൾ ക്യാൻസർ ഒരു ദിവസം സംഭവിക്കുന്ന രോഗമല്ല അല്ലേ? ക്യാൻസർ ശരിക്ക് ഈ വൻകുടലിലെ അർബുദത്തെക്കുറിച്ച് പറയുന്നത് ഏകദേശം 20-25 കൊല്ലം എടുക്കുമെന്നാണ് പറയുന്നത് ഈ അർബുദം ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടി. അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കോശത്തിന് പതുക്കെ തകരാറുകൾ വന്ന് അത് പെറ്റുപെരുകുന്ന രീതിയിൽ വ്യത്യാസം വന്ന് അത് അനിയന്ത്രിതമായിട്ട് പെറ്റുപെരുകി മാറി അത് ഒരു ട്യൂമറായി മാറാൻ. അപ്പോൾ ഇത് ഒരു ട്യൂമർ എന്ന വാക്കും ക്യാൻസർ എന്ന വാക്കും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ചെറുതാണെങ്കിലും അതിൻ്റെ എഫക്റ്റ് വലുതാണ്. ഒരു ട്യൂമർ പെറ്റുപെരുകുന്നതേ ഉള്ളൂ, വളർന്നു നിൽക്കുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ കയ്യിലോ കാലിലോ ശരീരത്തിലൊക്കെ ലൈപ്പോമ എന്ന് പറയുന്ന ചെറിയ സ്വെല്ലിങ് നിങ്ങൾക്കുണ്ടാവും. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടാവും. ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ട് തൊട്ട് നോക്കുമ്പോൾ ചെറിയ സോഫ്റ്റായ അതൊരു ട്യൂമറാണ്. പേടിക്കേണ്ട കാര്യമില്ലാത്ത സംഗതിയാണ്. അതൊരു ട്യൂമറാണെങ്കിലും പേടിക്കേണ്ട, കാരണം അതിനെക്കൊണ്ട് നിങ്ങൾക്കൊരു ശല്യമില്ല.
അതേസമയം അങ്ങനെയല്ല ഒരു ക്യാൻസറിന് കേവലം പെറ്റുപെരുകുക എന്നുള്ളത് മാത്രമല്ല അല്ലേ, അതിന് വേറൊരു പ്രധാന സവിശേഷതയുണ്ട്, ആക്രമിച്ച് കയറുക എന്നുള്ള സവിശേഷതയാണ്. അത് മറ്റ് ടിഷ്യൂസിലേക്ക് അതിന് ആക്രമിച്ച് കയറാൻ സവിശേഷതയുണ്ട്. അങ്ങനെ കയറുന്ന സ്ഥലങ്ങളിൽ അതിന് വളരാനുള്ള ശേഷി കിട്ടുന്നുണ്ട്. മെറ്റാസ്റ്റാസിസ് എന്ന വാക്ക് അതിനെക്കുറിച്ച് പറയാറുണ്ട്. തൊട്ടടുത്ത ടിഷ്യൂയിലേക്ക് മാത്രമല്ല അല്ലേ, ദൂര സ്ഥലങ്ങളിലേക്ക്. നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബ്രസ്റ്റ് ക്യാൻസറായിട്ട് ഞാനൊരു രോഗിയെ കണ്ടപ്പോൾ അത് കണ്ടുപിടിക്കാനിടയായ സാഹചര്യം നമുക്ക് വളരെ അത്ഭുതകരമായി തോന്നുന്നൊരു സംഗതിയാണ്. ആ പേഷ്യൻ്റ് വന്നത് നടുവേദനയായിട്ടാണ്, സിവിയർ നടുവേദന. ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്തിട്ട് കുറയാതെ വന്ന് നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പം നട്ടലിലൊരു ഭാഗത്ത് പൊട്ടൽ കണ്ടു. ആ പൊട്ടൽ പിന്നീട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് അവിടെ ഒരു ക്യാൻസറുണ്ട്. അതൊരു ഓസ്റ്റിയോലൈറ്റിക് ലീഷനാണ്, ബോണിനെ പൊടിക്കുന്ന തരത്തിലുള്ള ലീഷനാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചോദിച്ചു വന്നപ്പോഴാണ് പേഷ്യൻ്റ് പറയുന്നത്, ബ്രസ്റ്റിലൊരു മുഴയുണ്ട്, അതിതുവരെ ആരെയും കാണിച്ചിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് അതൊരു ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു. ബ്രസ്റ്റിൽ നിന്നും അത് ബോണിലേക്ക് സ്പ്രെഡ് ചെയ്തതാണ്. വൻകുടലിൽ നിന്നും ലിവറിലേക്ക് സ്പ്രെഡ് ആവാം. അങ്ങനെ പുതിയ സ്ഥലങ്ങളെ തേടി പോകാനുള്ള ശേഷി. നമ്മൾ കോളനൈസേഷൻ, കോളനി എന്നുള്ള വാക്ക് നമ്മൾ സാറിന് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ബ്രിട്ടന് ഈ സ്വഭാവമുണ്ട്. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഈ ക്യാൻസർ പോലൊരു സ്വഭാവം ഉണ്ടായിരുന്നു പണ്ട് അല്ലേ. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് കപ്പൽ കയറിപ്പോവും, അവിടെ പോയി ആ രാജ്യത്ത് നടക്കുന്ന രാജാക്കന്മാരെ മുഴുവൻ അടിവെച്ച് അവിടെ ഭരണം ഉണ്ടാക്കും, അതിനെ നശിപ്പിക്കും. ഇതേ ജോലിയാണ് ഒരു ക്യാൻസർ കോശം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്ന സ്ഥലത്ത് അവിടെ വേര് പിടിക്കും, അവിടെ വളരും, അവിടെയുള്ള അപ്പം ബ്രസ്റ്റ് ക്യാൻസറിൽ നിന്നും നട്ടലിലേക്ക് വന്ന ആ രോഗിക്ക് ആ നട്ടലിൻ്റെ ആ വെർട്ടിബ്ര പൊടിഞ്ഞു പോകുന്ന പ്രശ്നമാണ് ഉണ്ടായത്. ആ വേദന കൊണ്ടാണ് അവർ ഡോക്ടറെ കാണുന്നത്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറാനുള്ള ശേഷി മാത്രമോ, ചുറ്റുവട്ടത്തുള്ള നല്ല കോശങ്ങൾക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്, അതിനും നറിഷ്മെൻറ്റ്, ന്യൂട്രീഷൻ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്. പക്ഷേ ആ ന്യൂട്രീഷനെയും ഓക്സിജനെയും ഒക്കെ കൂടുതലായിട്ട് തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ഒരു ശേഷിയുണ്ട്. അതിനെയാണ് പുതിയ രക്തക്കുഴൽ ഉണ്ടാക്കാനുള്ള കഴിവെന്ന് പറയുന്നത്. നിയോ ആൻജിയോജെനിസിസ് എന്നാണ് അതിൻ്റെ പേര്. പുതിയ രക്തക്കുഴലുകളെ സൃഷ്ടിക്കാൻ പറ്റും ക്യാൻസർ കോശങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്യാൻസർ രോഗികൾ മെലിഞ്ഞ് വരുന്നതാണ്. അവരുടെ നല്ല കോശങ്ങളുടെ ബലം കുറഞ്ഞു പോയി, അതിൻ്റെ ആ കോശങ്ങളുടെ വലിപ്പം കുറഞ്ഞു പോയി, അത് ക്ഷയിക്കാൻ കാരണമാകും. കാരണം ക്യാൻസർ വളരെ ഫാസ്റ്റായിട്ട് പെരുകുകയാണ്. അതിൻ്റെ അടുത്തേക്കാണ് പുതിയ രക്തക്കുഴലുകൾ ഉണ്ടായി വന്ന് ശരീരത്തിൽ നമ്മൾ കൊടുക്കുന്ന നല്ല ന്യൂട്രീഷനെല്ലാം ക്യാൻസർ കോശങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ രോഗത്തിനെ കഴിഞ്ഞ 3-4 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നത് ബുക്കർ പ്രൈസ് കിട്ടിയൊരു ബുക്ക്, നിങ്ങളെല്ലാവരും വായിക്കേണ്ട ഒരു ബുക്കാണ് എംപറർ ഓഫ് ഓൾ മാലഡീസ്, രോഗങ്ങളുടെ തമ്പുരാൻ എന്ന പേരിലൊരു നല്ല ബുക്ക്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥ മുഖർജി എന്ന് പറയുന്ന ഓങ്കോളജിസ്റ്റ് എഴുതിയ ബുക്കാണ്. നല്ല ബുക്കാണ്. ക്യാൻസറിൻ്റെ ബയോഗ്രാഫി എന്നാണ് ആ ബുക്കിൻ്റെ പേര്. ക്യാൻസറിൻ്റെ ബയോഗ്രാഫിയാണ് ആ ബുക്ക്. അപ്പോൾ അതിൽ അദ്ദേഹം കൊടുത്ത തലക്കെട്ട് അത് വളരെ കൃത്യമായൊരു സംഗതി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് എംപററാണ്, തമ്പുരാനാണ്, രോഗങ്ങളുടെ തമ്പുരാനാണ്, ഇതുപോലെ മറ്റൊരു രോഗമില്ല. അപ്പോൾ ഈ രോഗം എങ്ങനെ ഇങ്ങനെ ഉണ്ടായി വരുന്നു, എന്തുകൊണ്ട് ഈ സെല്ലുകൾക്ക് ഇങ്ങനെ തോന്നുന്നു? അപ്പോൾ ഞങ്ങളുടെ മേഖലയിൽ, ആയുർവേദ മേഖലയിൽ, അമൃത ആയുർവേദ യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഇതിൻ്റെ ഗവേഷണം നടത്തുന്ന ഒരു പ്രൊഫസറുണ്ട്, റാം മനോഹർ സാർ. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ഇത് എന്തുകൊണ്ടായിരിക്കും ഈ സെല്ലിങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ദിവസം വളരെ തമാശയായിട്ട് എന്നോട്, പകുതി തമാശയും പകുതി കാര്യമായിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, ഈ വരുന്ന തിങ്കളാഴ്ച നിങ്ങളെ വീട്ടിൽ വന്ന് കൊല്ലും, നിങ്ങൾക്ക് വീട് വിട്ട് പോകാൻ പറ്റില്ല, നിങ്ങളെ ഞാൻ വീട്ടിൽ വന്ന് കൊന്നിരിക്കും എന്ന് നിങ്ങൾക്ക് ഒരു ആൾ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വീട് വിട്ട് പോകും അല്ലേ. പക്ഷെ നിങ്ങൾക്ക് വീട് വിട്ട് പോകാനില്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ എടുത്ത് ഒരു 10-20 ആളെ വിളിച്ചു വരുത്തും അല്ലേ, ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയൊക്കെ അറിയിച്ച് റെഡിയാക്കി നിർത്തും. അപ്പോൾ സാറ് പറഞ്ഞത് ഇത് തന്നെയാണ് ഓരോ സെല്ലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സെല്ലിനെ ത്രെറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ സെല്ലിനെ പേടിപ്പെടുത്തുകയാണ്, നിങ്ങൾ സെല്ലിനെ വെല്ലുവിളി ഉയർത്തുകയാണ്. നിങ്ങളെങ്ങനെ അതിനെ പേടിപ്പിക്കുന്നത്? പല രീതിയിൽ അതിനെ പേടിപ്പിക്കുന്നുണ്ടാവും. സിമ്പിളായി പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ പുകവലിയിലൂടെ അല്ലെ, അതിലൂടെ കടന്നു ചെല്ലുന്ന കെമിക്കൽ ഈ സെല്ലിനെ പേടിപ്പെടുത്തുന്നുണ്ട്. നശിക്കാൻ പോവാണ് എന്നുള്ളൊരു ഭയം സെല്ലിനുണ്ടാകുന്നുണ്ട്. ഈ ഭയത്തിൽ നിന്നാണ് ഈ സെല്ല് അതിൻ്റെ സ്വാഭാവികമായി പെറ്റുപെരുകുന്ന രീതി ഉപേക്ഷിച്ചിട്ട് പുതിയ രീതികളിലേക്ക് എടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന അതേ പ്രവൃത്തി, നമ്മൾ ആളുകളെ വിളിച്ചു വരുത്തുന്ന പോലെ ഈ സെല്ല് അതിൻ്റെ കോപ്പി എടുക്കുകയാണ്. അത് 1 2 ആവേണ്ടതിന് പകരം 1 4 ആവുകയും 4 10 ആവുകയും 10 100 ആവുകയും ചെയ്ത് പെരുകുകയാണ് അല്ലേ.
അപ്പോൾ ഞാൻ ഈ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മൾ ലുക്കീമിയ കേട്ടിട്ടില്ലേ? ലുക്കീമിയ, രക്താർബുദം എന്ന് പറയുന്ന ലുക്കീമിയയിൽ ശരിക്ക് WBC നമുക്ക് രോഗപ്രതിരോധ ശേഷി തരേണ്ടുന്ന ആ രക്താണുക്കൾ ലക്ഷക്കണക്കിനാണ് വരുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ചോദ്യം, ആ വ്യക്തി നല്ല രോഗപ്രതിരോധ ശേഷിയിലുണ്ടാവുന്ന ആളാവണ്ടേ? അയാൾക്ക് ഒരു പ്രശ്നം വരാൻ പാടില്ലല്ലോ. അയാളുടെ അടുത്തൂടി ഒരു വൈറസ് പോലും പോകാൻ പാടില്ല. കാരണം നമുക്ക് 4000 മുതൽ 11,000 വരെ വരേണ്ടുന്ന ഈ രക്താണുവിന് പകരം ഇയാൾക്ക് 5 ലക്ഷം 6 ലക്ഷമൊക്കെ ഇയാൾക്കുണ്ട് അല്ലേ? അത്രയുണ്ട്. അപ്പോൾ അയാൾ നല്ലതല്ലേ? പക്ഷേ അല്ല. എന്താ കാര്യം? അതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇൽ ഫോംഡാണ്, നല്ല രക്താണുക്കളല്ല, നല്ലതല്ല. അത് ഫൈറ്റ് ചെയ്യാൻ കൊള്ളാത്ത രക്താണുക്കളാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ല. ഞാൻ കണ്ണൂർ MD ചെയ്യുന്ന സമയത്തൊരു പേഷ്യൻ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു 18 വയസ്സുള്ള പയ്യൻ, റെക്കറൻ്റായിട്ട് ലുക്കീമിയ വന്നുകൊണ്ടിരുന്ന പയ്യനാണ്. കുറേ കാലം നമ്മൾ ആയുർവേദ ചികിത്സയൊക്കെ ചെയ്ത് കുറേ സ്റ്റെബിലൈസ് ചെയ്തു. 2-3 വട്ടം കീമോ എടുത്തു. സ്റ്റെം സെൽ ഓപ്ഷൻ അല്ല എന്ന് പറഞ്ഞ് ആയുർവേദത്തിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് ഇടയ്ക്ക് ഒരു ചെറിയ ഇൻഫെക്ഷൻ കിട്ടി മരിച്ചുപോയി. ഒരു ചെറിയ ഇൻഫെക്ഷനാണ് കിട്ടി. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് വോമിറ്റിങ്ങും ഒരു ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻ വന്നു. അതുകൊണ്ട് അങ്ങ് മരിച്ചുപോയി. അപ്പോൾ ആ മരണം ശരിക്കും നമുക്കൊക്കെ ഭയങ്കര ഐ ഓപ്പണറായിരുന്നു. ഈ വ്യക്തിക്ക് ഇത്ര ചെറുതാണ്, ഇത്രയും ഇല്ല ഇയാളുടെ ഇമ്മ്യൂൺ പവർ എന്നുള്ളത്. അപ്പോൾ ക്യാൻസർ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ എല്ലാത്തിനെയും തകർക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ത്രെറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന ചോദ്യം ആണ് വീണ്ടും നമ്മളെ ഈ വാക്ക് ജൈവം എന്ന വാക്കിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നത് അല്ലേ? അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ജൈവികമല്ലാത്ത അല്ലേ, അജൈവികമായ എന്തോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ എന്തോ ഒരു ത്രെറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, ക്യാൻസർ പാരമ്പര്യ രോഗമാണോ? അല്ല. അരിവാൾ രോഗം എന്ന് കേട്ടിട്ടില്ലേ അല്ലേ? സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന അരിവാൾ രോഗം പോലെ ഒരു പാരമ്പര്യ രോഗമല്ല. ഹെമോഫീലിയ കേട്ടിട്ടില്ലേ? ഹെമോഫീലിയ, രക്തം ബ്ലീഡ് ചെയ്ത് പോകുന്ന ഹെമോഫീലിയ എന്ന് പറയുന്ന നമ്മൾ ബ്രിട്ടീഷ് രാജവംശത്തിൽ എല്ലാവർക്കും ഉള്ള രോഗം. കാരണം അവരുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിച്ചിരുന്നുള്ളൂ ഈ അടുത്ത കാലം വരെ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ജനിതക രോഗമല്ല ക്യാൻസർ. മറിച്ച് ജനിതക ഘടകങ്ങൾ ക്യാൻസറിനുണ്ട്. ഈ ജനിതക ഘടകമുള്ള ഒരു വ്യക്തി, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു, ഒരു ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് അവരുടെ മെനോപോസിന് മുമ്പാണ് വന്നതെങ്കിൽ അവരുടെ മകൾക്കോ സഹോദരിക്കോ അതുണ്ടാവാനുള്ള സാധ്യത 50% മേലെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പാരമ്പര്യ ഘടകമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും, ആഞ്ചലീന ജോളി എന്ന് പറയുന്ന നടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? ബ്രാഡ് പിറ്റ് എന്ന് പറയുന്ന വലിയൊരു നടൻ്റെ വൈഫാണ് അവർ എന്താ ചെയ്തത്? അവരവരുടെ 2 ബ്രസ്റ്റും പ്രൊഫൈലാക്റ്റിക്കായിട്ട് എടുത്തു കളഞ്ഞു. പ്രൊഫൈലാക്റ്റിക്കായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധം എന്ന നിലയിൽ അവരുടെ 2 ബ്രസ്റ്റും എടുത്തു കളഞ്ഞ് അവർ കൃത്രിമമായ ബ്രസ്റ്റും വെച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ജീനുണ്ട്, BRCA1 എന്ന് പറയുന്നൊരു ജീൻ അവർ ടെസ്റ്റ് ചെയ്തു. ഇന്ത്യയിലും ആ ജീൻ ടെസ്റ്റിംഗ് അവൈലബിൾ ആണ്. ഞാൻ കഴിവതും രോഗികളോട് ടെസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയും. ഭയങ്കര ചാർജാണ് ടെസ്റ്റ് ചെയ്യാൻ. ടെസ്റ്റ് ചെയ്താൽ ഈ പ്രശ്നം വരും, പേടി വരും. അത് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, അവരുടെ അമ്മയ്ക്കും 2 സഹോദരിമാർക്കും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിച്ചു, എനിക്ക് നാളെ വരാതിരിക്കാൻ എന്ത് ചെയ്യാം, സ്തനങ്ങൾ എടുത്ത് കളയാം എന്ന് തീരുമാനിച്ചു. സപ്പോസ് ഇതേപോലെ നമുക്ക് ലങ് ക്യാൻസറിനോ ബ്രെയിൻ ക്യാൻസറിനോ ചെയ്യാനാവില്ല അല്ലേ? നമുക്ക് ബ്രെയിൻ എടുത്ത് കളയാനോ ലങ് എടുത്ത് കളയാനോ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യ ഘടകമുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ത്രെറ്റ് ഒഴിവാക്കുന്ന തരത്തിലുള്ള ജൈവികമായ ജീവിത രീതി നിങ്ങൾ പിന്തുടർന്നാൽ എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഈ ക്യാൻസറിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ ജൈവം എന്ന വാക്ക്? ജൈവം എന്ന വാക്ക് എനിക്ക് ശരിക്കും സന്തോഷം തോന്നിയൊരു സംഗതി, നമ്മൾ ഈ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഡോക്ടർ ഇ ഗോവിന്ദൻ നഗർ എന്നായിട്ടിരിക്കുന്നു. അദ്ദേഹം ഇ ഗോവിന്ദൻ സാർ ഇവിടുത്തെ ഒരു പ്രധാന ആയുർവേദ ഡോക്ടറായിരുന്നു. അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ? ആയുർവേദം എന്ന് പറയുന്ന ജൈവം എന്ന കൃഷിരീതി എന്ന് നിങ്ങൾ പറയുമ്പോൾ അല്ലേ, ജൈവം എന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം എന്ന് ഞാൻ പറയും. ജൈവം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജീവനുമായി ചേർന്ന് നിൽക്കുക എന്നുള്ള അല്ലേ? ജീവൻ എന്ന് പറയുന്ന വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ ജൈവികം എന്ന് പറയുന്നത്. ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം എത്രയോ ശക്തമായ ഇൻ്റലിജൻസാണ് അല്ലേ? നമുക്കൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഇൻ്റലിജൻസാണ് ശരിക്കും ജീവൻ എന്ന് പറയുന്ന പ്രതിഭാസം. ആ ജീവൻ എന്ന് പറയുന്ന ആ പ്രതിഭാസം അതിൻ്റെ മെക്കാനിസത്തിനോട് ചേർന്ന് നിൽക്കുന്നത് എന്താണ്? ജൈവികമാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ പിന്തുടരുന്ന ജൈവ കൃഷി രീതിയും ഞാൻ പിന്തുടരുന്ന ആയുർവേദവും, അത് ആയുർവേദം ജൈവ വൈദ്യവും നിങ്ങളുടേത് ജൈവ കൃഷിയുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ മറ്റൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അല്ലേ? ഈ ജൈവം എന്ന് പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ എതിർത്തുകൊണ്ടിരിക്കുന്ന അല്ലേ, കീടനാശിനികൾ തളിച്ച് അല്ലേ, മണ്ണിനെ വിഷമയമാക്കിക്കൊണ്ടുള്ള കൃഷി രീതികളുണ്ട്. ഹൈ പ്രൊഡക്റ്റീവായ കൃഷി രീതികൾ.
അത്തരം കൃഷി രീതികളിൽ ചേർന്ന് നിൽക്കുന്നത് ആരോടാണെന്ന് നിങ്ങൾ നോക്കിയാൽ ഒരു രസം കാണാൻ പറ്റും. ഈ കൃഷി രീതി കൊണ്ട് അല്ലേ കളകളൊക്കെ നശിച്ചു പോകുന്ന ഒരു വഴിക്ക് നിങ്ങൾ അതിനെയും റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിത്തുകൾ ഉണ്ടാക്കി തരുന്ന മറ്റ് കമ്പനികളുണ്ടാവും അല്ലേ. ഒരു വശത്ത് ഈ കീടനാശിനികൾ തളിച്ച് അസുഖങ്ങളുണ്ടായാൽ ഇതേ കമ്പനി തന്നെ നിങ്ങൾക്ക് മരുന്നും തരും അല്ലേ. അത്തരത്തിലുള്ള ഒരു ട്രയാങ്കിൾ അവിടെ ഫോം ചെയ്തിട്ടുണ്ട്, ഒരു അച്ചുതണ്ടുണ്ട്. നമ്മുടെ ശ്രീനിവാസൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ തമ്മിലൊരു അന്തർധാര എവിടെയോ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു അന്തർധാരയുണ്ട്. അതായത് ഇതേ കമ്പനി തന്നെയാണ് നിങ്ങൾക്ക് എന്ത് തരുന്നത്, ഈ കീടനാശിനി കൊണ്ടുണ്ടാവുന്ന ക്യാൻസറിന് ഗവേഷണം ചെയ്ത് മരുന്ന് കണ്ടുപിടിക്കുന്നതും അല്ലേ. ഇതേ കീടനാശിനി കമ്പനി തന്നെയാവും ഒരുപക്ഷെ എന്തുണ്ടാക്കുന്നത്, ഈ പറയുന്ന കീടനാശിനികൾ ഉണ്ടാക്കുന്നതും റെസിസ്റ്റീവായിട്ടുള്ള വിത്തുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ഒരു 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 ചാക്രികമായ പ്രതിഭാസമാണ്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും അല്ലേ, എല്ലാ സ്ഥലത്തും മറ്റെല്ലാ സ്ഥലങ്ങളിലും എങ്ങനെയാണ് മെഡിക്കൽ പ്രാക്ടീസ് നടക്കുന്നുള്ളത്. നിങ്ങൾ യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്ഥലത്ത് പോയി മരുന്ന് വാങ്ങാനാവില്ല, നിങ്ങൾ പെട്ടുപോകും. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോകുന്ന കുറേ കുട്ടികൾ നമ്മളെയൊക്കെ വിളിച്ച് പറയാറുണ്ട്, ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് മരുന്ന് തന്നു വിടണം. അപ്പോൾ നമ്മൾ ചോദിക്കും എന്തേ, കാരണം അവിടെ പോയാൽ നമുക്ക് കടയിൽ പോയി മരുന്ന് വാങ്ങാനാവില്ല. കടയിൽ പോയാൽ കിട്ടുന്ന ഒരു സാധനമല്ല മരുന്ന്, നമുക്ക് കിട്ടും അല്ലേ. നമുക്ക് പോയി എന്തും ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ വാങ്ങാം. ഭീഷണിയുള്ള ഭീകരമായ സിറ്റുവേഷൻ ആക്കണം. നമ്മൾ കടയിൽ പോയി നിൽക്കുന്ന ഒരാളോട് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്കൊരു ആൻറ്റിബയോട്ടിക് എഴുതി തരും ചുമയുണ്ടെങ്കിൽ അല്ലേ. ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ. അവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എനിക്ക് തോന്നാറുണ്ട് അവർ ഫോളോ ചെയ്യുന്ന അലോപ്പതി ജൈവികമായ അലോപ്പതിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഒരു 2 വർഷം മുമ്പ് കാനഡയ്ക്ക് പോയി. അവരവിടെ ചെന്ന് ആദ്യത്തെ ഡിസംബറിൽ കനത്ത മഞ്ഞ് വീഴ്ചയാണ്, ശരീരം മുഴുവൻ വേദനയാണ്. അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ഭയങ്കര വേദനയാണ്, മുറിവെണ്ണയൊക്കെ പുരട്ടി നോക്കിയിട്ടൊന്നും വേദന കുറയുന്നില്ല, ഒരു രക്ഷയില്ല. കടയിൽ പോയാൽ ഒരു മെഫ്താൽ ഫോർട്ട് പോലും വാങ്ങാൻ കിട്ടില്ല, ഒന്നും വാങ്ങാൻ കിട്ടില്ല, അങ്ങനെ തരില്ല. അങ്ങനെ അവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡോക്ടറുടെ അടുത്ത് ഇമെയിൽ അയച്ച് ബുക്ക് ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. ആ 10 ദിവസം വേദന സഹിച്ചിരുന്നു. അത് ഇന്ത്യക്കാരി ആയതുകൊണ്ടല്ല, ആരായാലും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് പോയി തലവേദനയാണെങ്കിൽ അവിടെ പോയി ന്യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റില്ല, സാധിക്കില്ല. നിങ്ങൾ പ്രൈമറി ഡോക്ടറെ കാണുന്നു. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു മരുന്ന് കിട്ടിയോ, അന്നില്ല, മരുന്നൊന്നും തന്നില്ല. ഒരു അര ഗുളിക പോലും ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. എന്താണിപ്പോൾ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞ രീതി ഇതാണ്: മഞ്ഞ് പെയ്യാത്ത സമയം ഉണ്ടാവും, ആ സമയത്ത് കുറച്ച് വെയിൽ വരും, ആ സമയത്ത് തൊട്ടടുത്ത് പാർക്കുണ്ട്, അവിടെ പോയി നന്നായി നടക്കുക. വെയിൽ കൊണ്ട് നടന്നാൽ എന്ത് സംഭവിക്കും? ഈ വേദന മാറും. അപ്പോൾ എന്നോട് ചോദിച്ചു വേറെ വല്ല വഴിയുണ്ടോ, അവിടെ ഏതെങ്കിലും ഡോക്ടറെ പരിചയമുണ്ടോ? ആരെ പരിചയപ്പെടാൻ, ആരെയും നമുക്ക് പരിചയമില്ല. നടക്കുക തന്നെ. നടന്നു, 2 ദിവസം നടന്നപ്പോൾ വേദന പോയി. ഇത് ജൈവികമാണ്, വളരെ ജൈവികമായ ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നുമല്ലേ അവിടെ നിന്നാണ് ഈ മരുന്ന് മുഴുവൻ ഇങ്ങോട്ട് വരുന്നത്, അവിടെ നിന്നാണ് ഈ മരുന്ന് മുഴുവൻ ഇങ്ങോട്ട് വന്ന് നമുക്ക് പോയി പുറത്ത് പോയാൽ എന്ത് മെഫ്താൽ ഫോർട്ട് മുതൽ നമുക്ക് ഏത് ആൻറ്റിബയോട്ടിക് അല്ലെ 3rd ജനറേഷൻ ആൻറ്റിബയോട്ടിക് വരെ വാങ്ങാവുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ജൈവികമല്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്, തീർത്തും ജൈവികമല്ലാത്ത. എന്നാൽ ഒരു ആയുർവേദ ഡോക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് ഫോറിൻ പേഷ്യൻസ് ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അവർ വരുന്ന അവരുടെ മറ്റ് പ്രയാസങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. മാനസിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട്, ഡീജനറേറ്റീവ് രോഗങ്ങളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുണ്ട്. ഇതിനൊക്കെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, അവരാരും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരല്ല. എൻ്റെ അടുത്ത് വരുന്ന ഞാൻ കാണുന്ന 1-2 ഹോസ്പിറ്റലിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പുറത്തുനിന്നുള്ള വിദേശികളായ രോഗികളുള്ള സ്ഥലത്ത്. അവരാരും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരല്ല. നമ്മളെ ഞെട്ടിക്കുന്നു. നമ്മളിവിടെ ഒരു 100 പേരെ എടുത്താൽ ആ 100 പേരിൽ ഒരു പക്ഷേ 70% ആളും ഒന്നുകിൽ കൊളസ്ട്രോളിനോ അല്ലെങ്കിൽ പ്രമേഹത്തിനോ അല്ലെങ്കിൽ പ്രഷറിനോ അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയിഡ് ഡിസീസിനോ മരുന്ന് കഴിക്കുന്നവരാണ് കേരളത്തിലുള്ളവർ. ലോകത്ത് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കുന്ന, ഒരുപക്ഷെ അത് സൗജന്യമായി കൊടുത്ത് ചികിത്സിക്കുന്ന അപൂർവം ഇടങ്ങളിലൊന്നായിരിക്കും കേരളം. നമ്മുടെ ക്ലിനിക്കുണ്ട് അല്ലേ, NCD ക്ലിനിക്ക്. ഞാൻ ചികിത്സ സൗജന്യമായി കൊടുക്കുന്നതിനെതിരല്ല, മറിച്ച് ജീവിതശൈലി രോഗത്തിന് സൗജന്യമായി നിങ്ങൾ കൊടുക്കുക മരുന്ന്. എന്നാലോചിച്ച് നോക്കൂ, ജീവിതശൈലി രോഗത്തിന് ജീവിതശൈലി കറക്ഷൻ അല്ല കൊടുക്കുന്നത്. എന്താ നമ്മുടെ NCD ക്ലിനിക്കുകളിൽ നടക്കുന്നത്? അവരെ ആരെയും ഞാൻ കുറ്റം പറയില്ല കേട്ടോ, കാരണം അത്രയ്ക്കും പേഷ്യൻ്റാണ് വരുന്നത്. 100 പേര് വന്ന് BP നോക്കാൻ പറഞ്ഞ എന്താ അവസ്ഥ? അപ്പോൾ അവരോട് പറയും പുറത്തുനിന്ന് നോക്കി വരൂ, പുറത്തുനിന്ന് നോക്കി വരുന്നു, ഇത് നോക്കുന്നു, BPക്ക് മരുന്ന് എഴുതുന്നു. കാരണം ആ ക്ലിനിക്കിൻ്റെ പർപ്പസ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തീർത്തും ജൈവികമല്ലാത്ത ഒരു രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഒരുപക്ഷെ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ഈ പറയുന്ന ജീവനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളുമായിട്ട് നമ്മൾ ശരിക്കും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ? ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ സൂചിപ്പിക്കുക അല്ലേ. നമ്മുടെ നാട്ടിലൊരു 50-60 വയസ്സായി കഴിഞ്ഞാൽ മുട്ടുവേദന, കഠിനമായ മുട്ടുവേദന, നടക്കാൻ പ്രയാസം,
സ്റ്റെപ്പ് കയറാൻ വയ്യ, ഇങ്ങനത്തെ പ്രയാസങ്ങൾ ധാരാളമുള്ള രോഗികളുണ്ട്. പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഞാൻ ഇതിൻ്റെ ഒരു ലൈൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. പല സ്ത്രീകളും പറയുന്ന കാര്യം, വളരെ നേരത്തെ തന്നെ ഹിസ്റ്ററക്ടമി കഴിഞ്ഞു, യൂട്രസ് എടുത്ത് കളഞ്ഞു. എന്തുകൊണ്ട് യൂട്രസ് എടുത്ത് കളഞ്ഞു? അത് നല്ല ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് എങ്ങനെ ഉണ്ടായി? അത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി രക്ഷയില്ല, എടുത്ത് കളഞ്ഞോളൂ. അപ്പോൾ എത്ര കാലമായി? അതൊരു 10-20 വർഷം മുമ്പ് എടുത്ത് കളഞ്ഞു. എത്രയോ ആളുകൾ, ഹിസ്റ്ററക്ടമി റേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. ഗർഭപാത്രം എടുത്തു കളയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാണ്. ഗർഭപാത്രവും അതിൻ്റെ കൂടെ ഓവറിയും റിമൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുക, അല്ലേ? അപ്പോൾ നമ്മൾ അത് അന്വേഷിച്ച് പോയാൽ നിങ്ങൾക്ക് കാണാം, റാങ്ക് എൽ ലിഗാൻഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനാണ് ശരീരത്തിൽ അസ്ഥിയുടെ ഡെൻസിറ്റിയെ നിയന്ത്രിക്കുന്ന ഒരു പ്രോട്ടീനാണ്. ഈ പ്രോട്ടീൻ നന്നായിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ, ആ ഘടകം നന്നായിട്ടുണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്ട്രജൻ്റെ ബേസ് ഉണ്ടാവണം, അത് കുറയുന്നു. ഇനി ഇത് കൂടാതെ വേറൊരാളും കൂടി ഇത് നിയന്ത്രിക്കുന്നുണ്ട്, വൈറ്റമിൻ ഡി ആണ്. നമ്മളെല്ലാവരുടെയും വൈറ്റമിൻ ഡി ഇപ്പോൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെ ഈ പറയുന്ന എൻ്റെയും വ്യത്യാസമായിരിക്കില്ല. കാരണം നമ്മൾക്ക് പുറത്ത് സൺ എക്സ്പോഷർ കുറവാണ്, സൂര്യൻ്റെ അടുത്ത് പോകുന്നില്ല. വൈറ്റമിൻ ഡി കുറയുന്നു. വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ ശരീരത്തിലെ, അല്ലേ, പലരും തെറ്റിദ്ധരിച്ച് പറയാറുണ്ട് നല്ല കാൽസ്യം എനിക്കെന്ന് പറയും. ഞാൻ ദിവസം മുട്ടയും പാലും ഒക്കെ കഴിക്കുന്നുണ്ട്, നല്ല കാൽസ്യം ഉണ്ട്. പക്ഷേ കാൽസ്യം ബ്ലഡിലിരുന്നിട്ട് കാര്യമില്ല, അല്ലേ? അസ്ഥിയിലേക്ക് കടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇനി ഞാൻ പറയട്ടെ, ഈ ജീവിതശൈലിയുടെ പ്രാധാന്യം ഞാൻ പറയുകയാണ്. ഞങ്ങൾ ആയുർവേദ ഡോക്ടർമാരുടെ ഒരു ഒബ്സർവേഷൻ, ഒരു സ്റ്റഡിയിലേക്ക് പോയിട്ടില്ല, ഞാനൊരു വളരെ ഹൈപ്പോത്തറ്റിക്കൽ ഒബ്സർവേഷൻ പറയുകയാണ്. നല്ല ബ്ലീഡിങ് ഫൈബ്രോയിഡ് വന്ന് ഹിസ്റ്ററക്ടമി എടുത്തു കളയുന്ന അനേകം രോഗികൾ ഞങ്ങളുടെ ഒ പി വന്ന് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവരിലെല്ലാം വളരെ കോമൺ ആയി കണ്ട ഒരു ഘടകം നിങ്ങളെ അതിശയിപ്പിക്കും. ഉച്ചയ്ക്ക് തല കുളിക്കുന്ന സ്വഭാവം. കേട്ടിട്ട് ഞെട്ടിയോ? ഉച്ചയ്ക്ക് തല കുളിക്കുന്ന സ്വഭാവമുണ്ടോ? ഉച്ച സമയത്ത് തല കുളിക്കാറുണ്ടോ എന്നുള്ള ചോദ്യം, അല്ലേ? തല കുളിക്കുന്നതും, അല്ലേ, നിങ്ങൾക്ക് ഫൈബ്രോയിഡുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടില്ലേ? ഉണ്ടാവുന്നുണ്ട്. പുതിയ സ്റ്റഡീസ് ആ മേഖലയിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ ഡിസെക്ഷൻ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഇയറിൽ ഡിസെക്ഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ഡിസെക്റ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ അനാവശ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന ഒരു സാധനമാണ് ഫേഷ്യ എന്ന് പറയും. മസിലുകളുടെ മുകളിലുള്ള കവറിങ് ആണ്. ഈ ഫേഷ്യ നമ്മളന്ന് കാര്യമായിട്ട് എടുത്ത് പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു കാര്യമാണ് ഫേഷ്യ. നീരിറക്കം എന്ന് കേട്ടിട്ടുണ്ടോ? നീരിറക്കം നിങ്ങളെല്ലാവരും, നമ്മൾ മലയാള ഭാഷയിൽ പറയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഫേഷ്യയുടെ മുകളിൽ, മസിലിൻ്റെ മുകളിലുള്ള ഫേഷ്യ എന്ന് പറയുന്ന കവറിന് വരുന്ന നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് ഒരു ഫേഷ്യയുടെ പുറത്തുനിന്ന് അടുത്ത ഫേഷ്യയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ യാത്ര ചെയ്യും ശരീരത്തിൽ. പലരും പറയാറുണ്ട് തലേന്ന് നീരിറങ്ങി കഴുത്തിൽ വന്നു, നെഞ്ചിൽ വന്നു, താഴേക്ക് പോകുന്നു, നടുവേദനയായി എന്ന് പറയും. ഈ നീരിറക്കമുള്ള ധാരാളം പേർക്ക് ഫൈബ്രോയിഡ് ഉണ്ട്. ഇപ്പോൾ ഫൈബ്രോയിഡും ഇങ്ങനത്തെ ബ്ലീഡിങ്ങും വന്നു കഴിഞ്ഞാൽ മിറാന എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മുടെ യൂട്രസിനകത്ത് നിക്ഷേപിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഹോർമോൺ കൊടുത്ത് കറക്റ്റ് ചെയ്യാനാണ്. അതിടുന്ന ധാരാളം പേഷ്യൻസിനെ ഞാൻ കാണുമ്പോൾ അവർക്കെല്ലാം ഈ സ്വഭാവമുണ്ട്. അവരോട് എപ്പോഴാണ് കുളിക്കുന്നതെന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടൊരു സമയമില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക്, ചിലപ്പോൾ രാവിലെ, സമയം കിട്ടിയാൽ വൈകുന്നേരം, ഇല്ലെങ്കിൽ രാത്രി 10 മണിക്ക് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ ഒരൊറ്റ കാര്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പം ഉച്ച സമയത്ത് തല കുളിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്താ സംഭവിക്കുക? നല്ല ചൂട് നിൽക്കുന്ന സമയത്ത്, തല കുളിക്കുന്ന സമയത്ത് ഇത് ഇൻഫ്ലമേഷന് കാരണം. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിത്തം കൂടിയിരിക്കുന്ന സമയമാണ് ഉച്ച. ആ ഉച്ച സമയത്ത് നിങ്ങൾ തല കുളിക്കുമ്പോൾ ഈ ചൂട് താഴത്തേക്ക് ഇറങ്ങി വരികയും അതിൻ്റെ കൂടെ ഇൻഫ്ലമേഷൻ താഴെ സ്ഥലത്തേക്ക് വരികയും ചെയ്യും. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്താൽ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം. ഉച്ച സമയമാകുമ്പോൾ, അല്ലേ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിലൊക്കെ ധാരാളം നിർദ്ദേശങ്ങൾ നിങ്ങൾ കാണാറുണ്ടാവും, അല്ലേ? കയ്യൊന്നി, കറിവേപ്പില, മൈലാഞ്ചി, കറ്റാർവാഴ, കരിഞ്ചീരകം, കുരുമുളക് ഇത് ചേർത്ത് എണ്ണ തേക്കുക തലയിൽ. നോക്കൂ, നമ്മൾ മുമ്പൊന്നും ഒരു ശാസ്ത്രീയമായിട്ട് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ ഒരിക്കലും പറഞ്ഞിരുന്ന കാര്യമല്ല ഇത് വാട്സപ്പിലൂടെ ഇങ്ങനെ ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തള്ളി വിടുകയാണ്, അല്ലേ? തള്ളുക എന്ന് പറയുക, അല്ലേ? ചില വാതിലിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? തള്ളുക, അല്ലേ? അതേപോലെയാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കയ്യോന്നി, കറ്റാർവാഴ ഇങ്ങനെയുള്ള സാധനങ്ങൾ തണുപ്പാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ചേർക്കാൻ പറയുന്നത് എന്താ? നല്ല ചൂടുള്ള കുരുമുളക്. ആ കുരുമുളക് ഇട്ടിട്ട് നിങ്ങൾ ഉച്ച സമയത്ത് നല്ലോണം എണ്ണയൊക്കെ തേച്ചിട്ട് നിൽക്കുകയാണ്. നിന്ന് ഒരു അരമണിക്കൂർ നിന്നിട്ട് തലമുടി വളരട്ടെ എന്ന് വിചാരിച്ച് ഉച്ച സമയത്ത് കുളിക്കുന്നു. കുളിച്ച് കഴിഞ്ഞാൽ തൈര്, അച്ചാറൊക്കെ ചേർത്ത് നന്നായി ഊണ് കഴിക്കുന്നു. ഊണ് കഴിഞ്ഞാൽ ഒരു 1-1.5 മണിക്കൂർ കിടന്നുറങ്ങുന്നു, എണീക്കുന്നു. സഫീഷ്യൻ്റാണ്. ഇത്തരത്തിലുള്ള നീരിറക്കങ്ങൾ വരാൻ സഫീഷ്യൻ്റാണ്. ഈ നീരിറക്കമാണ് പിന്നീട് ഈ ഇൻഫ്ലമേഷൻസാണ്
പലപ്പോഴും യൂട്രൈൻ ക്യാവിറ്റിയുടെ അകത്ത് ഇൻഫ്ലമേറ്ററി ആയിട്ട് മാറുന്നത്. ഇത് അണ്ടർ വർക്കാണ്. ഈ വർക്ക് ഇതിങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ള പഠനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. ഇത് ഞാൻ ഓപ്പണായിട്ട് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇത് ചിലപ്പോൾ ഇത് വിവാദമായേക്കാം, എങ്ങനെയാണോ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നത് അല്ലേ. ഞാൻ പറഞ്ഞു ഹൈപ്പോത്തറ്റിക്കലാണ്, സംഭവിക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. നമ്മൾ തെളിയിച്ച മാത്രമേ അംഗീകരിക്കൂ എന്ന് വാശിയുണ്ടെങ്കിൽ കാത്തിരിക്കുക അല്ലേ. അതുവരെ തലയിൽ ഇങ്ങനെ എണ്ണ വയ്ക്കുക അല്ലേ. അതിന് മുമ്പ് അല്ലേ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ തന്നെ നയം മാറ്റാം. അപ്പോൾ ഇങ്ങനെ ചില ബന്ധങ്ങൾ ശരീരത്തിലുണ്ട്. അപ്പം ഞങ്ങൾ സാധാരണ ഞാനൊരു ആയുർവേദത്തിൻ്റെ ഒരു ചെറിയൊരു സൂചന നിങ്ങൾക്ക് തരാം അല്ലേ. ഈ ഭൂമിയിൽ നിങ്ങളെല്ലാ സ്ഥലവും നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 3 സംഗതി ഇവിടെ നടക്കുന്നുള്ളൂ. ഒന്ന് ചൂടാണ്, ഒന്ന് തണുപ്പാണ്. ഈ ചൂടിനെയും തണുപ്പിനെയും ഈ ഭൂഗോളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വിന്യസിക്കുന്ന കാറ്റ്. ഇപ്പം നടക്കുന്ന പ്രതിഭാസങ്ങൾ നോക്കിക്കോളൂ. മൺസൂൺ എങ്ങനെ ഉണ്ടാവണേ അല്ലേ. കടലിൻ്റെ മുകളിൽ ചൂട് കൊണ്ട് അല്ലേ നീരാവി മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് ആ ചൂടിനെ മേഘമായി മാറി അത് മഴയായിട്ട് നമ്മുടെ അടുത്ത് കാറ്റാണ് കൊണ്ടുവന്ന് പെയ്യിക്കുന്നത്. അപ്പോൾ ആയുർവേദം പറയുന്നത് ഈ 3 പ്രതിഭാസമേ നമ്മളെല്ലാവരും നിയന്ത്രിക്കുന്നതുള്ളൂ. ചൂട്, തണുപ്പ്, അതിനെ നിയന്ത്രിക്കുന്ന കാറ്റ്. ഈ ചൂട് നമ്മുടെ ശരീരത്തിലുണ്ട്, അതിനെ ഞങ്ങൾ പിത്തം എന്ന് പറയും. ഈ തണുപ്പ് നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മളതിനെ കഫം എന്നൊരു പേരിൽ പറയും. കാറ്റ് നമ്മുടെ ശരീരത്തിലുണ്ട്, അതിനെ വാദം എന്ന് പറയും. വാദം എന്നുള്ള വാക്ക് ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു ചെറുപ്പക്കാരല്ലാത്ത ആൾക്കാരെല്ലാവരും ഒരുപക്ഷെ അല്ലേ വാദം പിടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആമവാദം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സയൻസാണിത്. ഇതിനെക്കുറിച്ച് അല്ലേ ഇതൊരു പ്രെഡിക്റ്റീവായ ഒരു മോഡൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസാണ്. ഇതൊരു മോഡൽ ബേസ്ഡ് ആയ സയൻസാണ്. ഇതിന് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന വൈദ്യബോധത്തിനെ ഉണർത്താനുള്ള ശേഷിയുണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഈ ഉത്തരം പറഞ്ഞുതരാൻ പറ്റും ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ. നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു പര്യടനത്തിന് പോവാണ്. എവിടെ? ഒരു സൈലൻറ്റ് വാലിയിൽ ഒരു കുന്ന് കയറാൻ പോയി. അത് നല്ല പൗർണമി ദിവസമായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് മേലെ കയറി ഈ കുന്നിൻ്റെ മുകളിലെത്തി വിചാരിക്കും. അവിടെ നിങ്ങൾ കണ്ടു വലിയൊരു തടാകം. ആ തടാകത്തിൽ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിൻ്റെ ചുറ്റും നല്ല വെളുത്ത കളറിൽ നല്ല സൗരഭ്യമുള്ള കുറേ പൂക്കൾ വിടർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ പൂ ഇപ്പോൾ വിടർന്നതാണ്, നിങ്ങളങ്ങ് ചെല്ലുമ്പോൾ ഈ പൂ ഇങ്ങനെ വിടർന്ന് വരികയാണ്, നിങ്ങളതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പൂവ് കഴിച്ചാൽ ശരീരം ചൂടാവുമോ തണുപ്പാവുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? തണുപ്പാവുമെന്ന് പറയും അല്ലേ. നമുക്കൊരു ഉള്ളിലൊരു ബോധമുണ്ട്. എങ്ങനെ അത് പറഞ്ഞു? നിങ്ങൾ ആ പൂവ് എടുത്ത് കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയോ അല്ലേ, അതിൻ്റെ മോളിക്കുലാർ അനാലിസിസ് ചെയ്തോ, കെമിക്കൽ ഫിഗർമെൻറ്റ് ചെയ്തോ അല്ലേ, അതിനെ ഹിസ്റ്റോ കെമിസ്ട്രി അനാലിസിസ് ചെയ്തോ? ഒന്നും ചെയ്തില്ല അല്ലേ. ഇല്ലാതെ ഒരു ഉൾബോധം നമ്മുടെ ഉള്ളിലുണ്ട്. എന്തായിരുന്നു ആ ഉൾബോധം? ചുറ്റുമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിയത്. രാത്രിയായിരുന്നു, ചന്ദ്രനുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ കരയിലാണ് നിന്നേ അല്ലേ, ഒരു വലിയ തണുപ്പുള്ള പ്രദേശത്താണ് ഈ പൂ വിടർന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് നിങ്ങൾ എന്ത് പറഞ്ഞത്? ഈ പൂവ് ഈ രീതിയിലായിരിക്കാം നമ്മുടെ ശരീരത്തിൽ പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടെ സയൻസ് ടീച്ചർമാരുണ്ടാവാം അല്ലേ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നത് വളരെ അശാസ്ത്രീയം അല്ലേ, വളരെ പെരിഫറലായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ ഇത് ഞാൻ വളരെ പെരിഫറലായി പറഞ്ഞൊരു സംഗതി. ഇതിന് വളരെ ശാസ്ത്രീയമായ രീതിയിൽ വേറെ ചില നിഗമനങ്ങളിൽ കൂടിയാണ് ആയുർവേദം മരുന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു മൂലഹേതു എന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ശരീരം താമസിക്കുന്ന സ്ഥലം, ഈ ഭൂമിയിൽ ഇങ്ങനെ ചില പ്രതിഭാസങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജൈവിക ജീവിതം എന്ന് പറയുന്നത്. ഈ പ്രതിഭാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന കൃഷിയെയാണ് നമ്മൾ എന്ത് പറയുക? ജൈവ കൃഷി എന്ന് പറയുക അല്ലേ. എനിക്കതാണ് തോന്നുന്നത്. നമ്മൾ ഈ മണ്ണിനെ അറിഞ്ഞ്, നമ്മൾ ജീവിക്കുന്ന ഈ സ്ഥലത്തെ അറിഞ്ഞ്, നമ്മുടെ തലമുറകളായിട്ട് അറിഞ്ഞിട്ട്, ഞാൻ അറിഞ്ഞതല്ല, ഞാൻ ക്ലാസ്സിൽ പോയി പഠിച്ചതല്ല, മറിച്ച് തലമുറകളായിട്ട് ഞാൻ അറിഞ്ഞു വന്ന എൻ്റെ ഉള്ളിൽ ഉറഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഒരു ജ്ഞാനത്തിൻ്റെ പുറത്ത്, ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് ബിരുദം നേടിയ അറിവല്ല, മറിച്ച് എനിക്ക് സ്വതസിദ്ധമായി കിട്ടിയ അറിവ് കൊണ്ട് ഞാൻ ജീവിക്കുന്ന ഈ സ്ഥലത്തിനോട് ചേർന്ന് ജീവിക്കുന്ന ആ പ്രതിഭാസത്തിനെയാണ് യഥാർത്ഥത്തിൽ ജൈവിക ജീവിതമെന്നും ജൈവിക വൈദ്യമെന്നും ജൈവിക കൃഷി എന്നൊക്കെ നമ്മൾ വിളിക്കേണ്ടുന്നത്. ഈ ജൈവിക കൃഷിയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയാൽ, ജൈവിക വൈദ്യത്തിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോയാൽ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ത്രെറ്റുകൾ നമ്മുടെ കോശങ്ങൾക്ക് കിട്ടുക. ആ ത്രെറ്റിൽ നിന്നാണ് ഈ കോശങ്ങൾ പ്രതിപ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനീ പറയുന്നതിനെല്ലാം തന്നെ ഇപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് സംശയം തോന്നുന്നുണ്ടാവാം. നിങ്ങൾ നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ആൻസറുകളുണ്ട്. കാരണം വിദേശ സർവകലാശാലകളിൽ ധാരാളമായിട്ട് നല്ല നല്ല പഠനങ്ങൾ ഈ ഏരിയയിൽ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് മൂൺ നിങ്ങളെ ബാധിക്കുന്നത്, എങ്ങനെയാണ് സൺ നിങ്ങളെ ബാധിക്കുന്നത്, കാറ്റിന് നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അന്തരീക്ഷ ഈ ഊഷ്മാവും നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ
അല്ല, ഇങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ അവിടെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം പഠനങ്ങൾ ഞാൻ ചോദിക്കുന്നത്, ഇതിന് ആയുർവേദത്തിൽ പറയും പുരുഷോ അയം ലോക സംവിധ എന്ന് പറയും. നമ്മുടെ ഒരു ടേം അത് അല്ലേ, ഈ നിങ്ങൾ എന്ന് പറയുന്ന ബീയിങ്, നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ചെറിയ ശരീരം മാത്രമല്ല, അതിനുള്ളിലൊരു മനസ്സുണ്ട് അല്ലേ, അതിനുള്ളിൽ നിങ്ങൾ ഈ ലോകവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു കോമൺ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവുണ്ട്. അതിനെ പലരും പല പേരിൽ പറയും. ചിലർ ആത്മാവെന്ന് പറയും, ചിലർ അന്തർധാര എന്ന് പറയും, പല പേരിൽ പറയുന്ന നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരു വസ്തുവുണ്ട്. ഇതെല്ലാം ചേരുന്ന ഒരാളാണ് നിങ്ങൾ അല്ലേ. ഇങ്ങനെ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് ആയുർവേദം അല്ലെ, ആയുർവേദത്തിനെ കുറിച്ച് പലരും പറയാറുണ്ട് ആയുസ്സിൻ്റെ വേദ എന്ന് പറയും അല്ലേ. എന്താ ആയുസ് എന്ന് ചോദിച്ചാൽ പറയും അല്ലേ, നമ്മൾ ജീവിച്ച കാലം 70 വയസ്സ്, 100 വയസ്സ്, 120 വയസ്സ്, ഇതിനെയാണ് ആയുസ് എന്ന് പറയാറുണ്ട് പലപ്പോഴും. അല്ല, യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ, ഈ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു സുഖസ്വാസ്ഥ്യ അവസ്ഥയുണ്ടല്ലോ, ആ ഒരു മൊമെൻ്ററി അവെയർനെസ് എന്ന് അതിന് പറയാം. ഈ മൊമെൻ്റുള്ള അവെയർനെസ്, ആ അവെയർനെസ്സിനെയാണ് യഥാർത്ഥത്തിൽ ആയുസ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും സാധാരണ കേക്ക് മുറിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നൊരു ദിവസമുണ്ട്, നമ്മുടെ പിറന്നാൾ. യഥാർത്ഥത്തിൽ പിറന്നാളിന് സന്തോഷിക്കുകയാണോ വേണ്ടേ, സങ്കടപ്പെടുക വേണ്ട അല്ലേ? ഒരു വർഷം അല്ലേ തട്ടിപ്പോവാൻ ഒരു വർഷം അടുത്തു അല്ലേ, നമ്മുടെ ഗ്രേവിനടുത്തേക്ക് ഒരു വർഷം കൂടി കുറഞ്ഞു എന്ന രീതിയിൽ അന്ന് സങ്കടപ്പെടുന്ന ദിവസമാണ് വേണ്ടേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത് വെച്ചാൽ, നമ്മൾ ആ ഒരു അറിവുണ്ടാകുന്ന സമയമില്ലേ, ഇത് പോകുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്നതാണ് യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്. പോകുന്നത് എന്ത്, അതിനെയാണ് ആയുസ് എന്ന് വിളിക്കുന്നത്. അതിന് സംസ്കൃതത്തിലൊരു വാക്കുണ്ട്, ഏതി ഇതി ആയു എന്ന് പറയുക. ഏതി എന്ന് പറഞ്ഞാൽ പോകുന്നതാണ് ആയുസ് എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് പോകും. അപ്പോൾ അത് മൊമെൻ്ററി എക്സിസ്റ്റ് ചെയ്യുന്നൊരു സംഗതിയാണ് ഈ ആയുസ്സിന്. അപ്പോൾ അതായത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് തികച്ചും ജൈവികമായിട്ട് ജീവിക്കാൻ എന്തൊക്കെ ചെയ്യണോ അത് പറയുന്ന ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ആയുർവേദം എന്ന് പറയുന്നത്. ഈ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ശരിക്കും ജൈവികമായി ഈ പ്രകൃതി ശക്തികളോട് കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ അതാണ് ഈ ശാസ്ത്രം എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ, ഇത് എന്തിനെന്തെങ്കിലും നിരാകരിക്കുന്നു എന്നല്ല, മറിച്ച് ഇതിങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ ഇതേപോലെ അല്ലെ ഈ ജൈവശക്തികളുമായി ചേർന്ന് നിൽക്കുന്ന ഈ പഠനങ്ങൾ, ഇത് നമുക്ക് വെസ്റ്റേൺ സയൻസിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കുറച്ച് മേഖലകൾ നിങ്ങളോട് പരിചയപ്പെടുത്തി തരാം. വൈദ്യം, കൃഷി, ശാസ്ത്രം, ഭക്ഷണം ഉണ്ടാക്കുന്ന ശാസ്ത്രം ഇപ്പോൾ ഭയങ്കര പ്രോമിനൻ്റായി നിൽക്കുന്ന സംഗതി അല്ലേ. ഷെഫ് പിള്ള എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈ ഹൂയി എന്ന് പറയും അല്ലേ. അദ്ദേഹത്തിൻ്റെ അല്ലേ നല്ല മനുഷ്യൻ, കഠിനാധ്വാനത്തോടെ വളർന്നു വന്ന ഒരാൾ അല്ലേ. മെറ്റലർജി, എൻജിനീയറിങ്, ലിംഗ്വിസ്റ്റിക്സ്, ഇങ്ങനെ ഏത് മേഖല നിങ്ങൾ നോക്കിയാലും നമ്മുടെ നാട്ടിൽ അതിനൊരു പാരമ്പര്യമുണ്ട്. ഇനി ഇത് ഞാൻ അങ്ങ് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഒരാളുടെ സെക്ഷൽ ഇൻ്റർകോഴ്സ് എങ്ങനെ വേണം, നല്ല രീതിയിൽ എങ്ങനെ സെക്സ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ യൂട്യൂബിലൊക്കെ ഡോക്ടർ അനിത മാണിയുടെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. നല്ല രസകരമായിട്ട് സംസാരിക്കുന്ന ഒരു ലേഡി ഡോക്ടർ. അവരൊക്കെ പറയുന്നതിന് എത്രയോ കാലം മുമ്പ് നമ്മളൊരു പക്ഷേ പേര് കേട്ടാൽ എന്ന് നമ്മുടെ മനസ്സിൽ വരുന്നൊരു സംഗതിയാണ് കാമസൂത്രം അല്ലേ. കാമസൂത്രം എന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ അല്ലേ, അതൊരു പ്രശ്നം ഉണ്ടാക്കുന്ന പേരാണെന്നൊക്കെ ചിലർക്ക് തെറ്റിദ്ധാരണ വരും അല്ലേ. അതും ഒരു സയൻസാണ്. അത്തരം സയൻസുകൾ നിലനിന്ന ഒരു സ്ഥലമാണിത്. അവിടെ നിന്നിട്ട് അപ്പോൾ ജൈവകൃഷി എന്ന് പറയുമ്പോൾ അതും അനുബന്ധമായ സംഗതികൾ നമ്മൾ മനസ്സിലാണ് അല്ലേ. കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സയൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറയുകയാണെങ്കിൽ കൃഷിഗീത എന്ന് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. കൃഷിഗീത കേട്ടിട്ടുള്ള സംഗതിയാവും അല്ലേ. കൃഷിഗീത നമ്മുടെ മലയാളത്തിൻ്റെ മാത്രം, അതിനെക്കുറിച്ച് നല്ല വ്യത്യസ്തമായ സ്റ്റഡികൾ, ഒരു പക്ഷേ ഡോക്ടർ ബി മോഹൻകുമാർ എന്ന് പറയുന്ന ഒരാളുടെ പേപ്പർ ഞാൻ ഇന്ന് വായിച്ചിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് ഈക്വലൻ്റ് ടു പ്രീ ഹിസ്റ്റോറിക് പ്രാക്ടീസസ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഫോർ ക്രോപ്പ് പ്രൊഡക്ഷൻ. എങ്ങനെ നിങ്ങൾക്ക് കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ അതിശയകരമായ സംഗതിയാണ്. എന്നെ ഈ വേദിയിലേക്ക് ഇണക്കി തന്നയാൾ ശ്രീ ഉണ്ണി മങ്ങാട് എന്ന് പറയുന്ന ഒരു ജൈവ കർഷകനാണ്. അറിയോ അദ്ദേഹത്തെ? ചിലപ്പോൾ 1-2 പേര് അറിയുന്നുണ്ടാവും. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഞാൻ വർക്ക് ചെയ്യുന്ന അഷ്ടാംഗ ആയുർവേദ കോളേജിനെ നയിക്കുന്ന ട്രസ്റ്റിൻ്റെ സാരഥിയാണ്. അപ്പോൾ അദ്ദേഹം ഞാറ്റുവേല കൃഷി ചെയ്യുന്ന ആളാണ്. ഞാറ്റുവേല നോക്കിയിട്ട് ഞങ്ങളോട് പറയും, ഈ കുറച്ച് കുറിപ്പൊക്കെ എഴുതും. ഞങ്ങൾക്ക് ആദ്യം അതൊരു തമാശ, എന്താ എഴുതണേ ഞാറ്റുവേല. ഞങ്ങളൊക്കെ ശരിക്കും ഞങ്ങൾ കുറേ ഡോക്ടർമാർ കൃഷിയിലേക്ക് നോക്കി തുടങ്ങി അദ്ദേഹത്തിൻ്റെ കൃഷി പരീക്ഷണങ്ങൾ കണ്ടിട്ടാണ്. കൂടാതെ അദ്ദേഹം പറയും, നമുക്ക് കീടനാശിനി ഒന്നും തളിക്കാതെ തന്നെ വേറെ ചില ചെടികൾ വളർത്തി അതിൽ വരുന്ന കീടത്തിനെ ഉപയോഗിച്ച് ഈ കീടത്തിനെ കൊല്ലാം. ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ അദ്ദേഹം അവിടെ ഞങ്ങളുടെ ക്യാമ്പസിൽ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം അത് നടുന്ന സമയത്ത് നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ബട്ടർഫ്ലൈസ് വന്നു ആ സ്ഥലത്തേക്ക്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയാറുള്ളൊരു സംഗതിയുണ്ട്, കാലമാണ് പ്രധാനം കൃഷിയിൽ. കർഷകന് വിശ്രമമില്ല. ഞങ്ങളോട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അറിയാം, കർഷകന് വിശ്രമമില്ല. കർഷകൻ ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ കൃഷി നടക്കില്ല, ഇന്ന് പോയിരിക്കണം.
അപ്പം ആ കാലവുമായിട്ട് യോജിച്ച് എങ്ങനെ കൃഷി ചെയ്യാം. ഞാറ്റുവേല എന്ന് പറയുന്നത് വലിയ സയൻസാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പഠിക്കുന്ന ആളുകളാവും അല്ലേ. എനിക്കതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പറയാൻ അറിയില്ല ഇല്ലേ. നക്ഷത്രങ്ങളുടെ വരവനുസരിച്ച് ഓരോ നടീൽ വസ്തുവിൻ്റെ ഗുണം എങ്ങനെ അത് പറമ്പിൽ നടക്കുമെന്ന് പറയുന്ന വളരെ വിശാലമായ സയൻസാണ്. കൃഷിഗീതയിൽ പറയുന്ന സംഗതിയാണ്. വൃക്ഷായുർവേദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സുരപാലൻ എന്ന് പറയുന്ന ഒരാളുടെ വൃക്ഷായുർവേദം 10ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. ഹസ്തി ആയുർവേദമുണ്ട്, ആനയെക്കുറിച്ച് മാത്രം പറയുന്നത്, ആനകളെക്കുറിച്ചുള്ള പഠനം. ഹസ്തി ആയുർവേദം, പാലകാപ്പി. ഇനി ഈ വളരെ അടുത്ത കാലത്ത് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് എന്ന് പറയുന്ന ഒരാൾ മാതംഗലീല എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. മാതംഗലീല ആനകളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മുടെ ഇവിടെ പറയുന്ന തികച്ചും ജൈവികമായ കാര്യങ്ങളാണ്. ഇനി ഗോർമേ സയൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുളിനറി സയൻസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആ പാതയിലാണ് അല്ലേ. എനിക്ക് ഷെഫാണ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കണം, ഷെഫ് പിള്ളയെ പോലെ ആവണം, പുറത്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരം കുളിനറി സയൻസ് നമുക്കുണ്ടോ? ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്ഷേമ കുതൂഹലം എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്, ഭോജന കുതൂഹലം, പാകദർപ്പണം, മാനസോല്ലാസം. ഈ മാനസോല്ലാസം എന്ന് പറയുന്ന 13ാം നൂറ്റാണ്ടിൽ എഴുതിയ ബുക്കിൽ നിന്നാണ് ദോശ, ഇഡലി, മസാല ദോശയൊക്കെ വന്നിരിക്കുന്നതെന്നാണ് പേപ്പേഴ്സ് ഉണ്ട്. നമ്മൾ അതിശയിച്ചു പോകും. ഇതൊക്കെയാണ് നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത്. സൂപശാസ്ത്രം എന്ന് പറഞ്ഞ വേറെ ബുക്കുണ്ട്. ഈ കട്ട്ലറ്റ് എന്ന് പറയുന്ന സംഗതി കേട്ടിട്ടില്ലേ? കട്ട്ലറ്റിനെ കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ അഷ്ടാംഗ ഹൃദയത്തിലുണ്ട്. വേശവാരം എന്ന് പറയും. വേശവാരം എന്നാണ് അതിന് പറയുന്ന പേര്, കട്ട്ലറ്റ് അല്ലേ. അത്തരത്തിൽ നമ്മൾ ഈ പറയുന്ന ഇന്ന് കഴിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ സയൻസ് ഉണ്ട്. കൃഷിയും കാലാവസ്ഥയും തമ്മിൽ ചേർത്ത് പറയുന്ന ധാരാളം ബുക്കുകൾ നമ്മുടെ ഈ ഞാറ്റുവേലകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃഷി രീതികളുണ്ട്. കാലാവസ്ഥയും ആരോഗ്യവും സംബന്ധിച്ച് ഒരു വലിയ വിശദമായ ഭാഗം തന്നെ ആയുർവേദത്തിൻ്റെ നിരീക്ഷണങ്ങൾ ഞങ്ങൾ പഠിക്കാറുണ്ട്. കാരണം നമ്മളിന്ന് കാണാറുള്ള ചില പ്രതിഭാസങ്ങൾ, നല്ല മഴ കഴിഞ്ഞ് വെയിൽ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിക്കൻ ബോക്സ് കേസുകൾ, അതുപോലെ കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കാലത്തിൻ്റെ പ്രത്യേകത. ഞങ്ങൾ പറയുക പിത്തം കൂടുന്ന സമയമെന്നാണ് പറയുക. അപ്പോൾ കാലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം പഠനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ സമയത്തും നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന, നമ്മളെ മണ്ണിനോടും അല്ലേ ഈ പ്രകൃതിയോടും അടുപ്പിക്കുന്ന ജീവിത രീതിയെക്കുറിച്ച് വിശദമായ പഠനമുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ ഈ ജീവിക്കുന്ന സ്ഥലം. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം, ഞാനും അല്ലേ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആളാണ്, ലാസ്റ്റ് ബാച്ചാണ്. പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ആയുർവേദ കോളേജിലേക്ക് വരുമ്പോഴാണ് വേറൊരു സംഗതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ നീറ്റ് എൻട്രൻസ് എഴുതി അത് കഴിഞ്ഞ് ആയുർവേദ കോളേജിൽ വരുമ്പോൾ നമ്മൾ അത്രയും ദിവസം ചെയ്തിരുന്ന ഫിസിക്സിൽ റോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ട്രജക്ടറി അതിന് എത്ര ദൂരത്തേക്ക് ചെല്ലുന്നു എന്ന് മെഷർ ചെയ്തിരുന്ന ഞാൻ നേരെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ചില പ്രകൃതി പ്രതിഭാസങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അപ്പോഴാണ് നമ്മൾ വേറെ ഒരു തരം നോളജ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണിത്. സത്യത്തിൽ ഞാൻ സ്കൂളുകളിൽ പോകാറുണ്ട്, കുട്ടികളോട് ഇത് സംസാരിക്കാറുണ്ട്, ഒരല്പം അടുപ്പമുണ്ടാക്കാൻ ഇങ്ങനത്തെ ചില ജ്ഞാന മേഖലകൾ നമുക്കുണ്ടായിരുന്നു എന്നറിയിക്കാൻ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മറന്നു പോയിരിക്കുന്ന ഇത്തരം രീതികൾ, ഇത്തരം ഭക്ഷണ രീതികളും മറ്റു കാര്യങ്ങളുമാണ് ഒരുപക്ഷെ ക്യാൻസറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. ഇത് ഞാൻ പറയാതെ ഞാൻ കുറേ ക്യാൻസറിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ ഒട്ടും ജൈവികമാവില്ല, ഒട്ടും ഓർഗാനിക് ആവില്ല ഈ സംഗതി. ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ കീടനാശിനികളെക്കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെ ധാരാളം ചർച്ചകൾ നടന്നിട്ടുണ്ട് കേട്ടോ, ചർച്ചകൾ നടന്നിട്ടുണ്ടാവും. പക്ഷേ കീടനാശിനികൾ ധാരാളമായി തന്നെ ഇപ്പോൾ ഞാൻ കാണുന്ന ക്യാൻസർ കേസിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി ഇതേപോലെ തൈറോയിഡ് ക്യാൻസറായി വന്ന് അവരോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവരുടെ മകൾ പറയും ഇത്രയും ചിട്ടയ്ക്ക് ജീവിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. കറക്റ്റ് സമയം, എല്ലാ കാര്യങ്ങളും, നല്ല ഭക്ഷണം, വീട്ടിലുണ്ടാക്കിയതേ കഴിക്കൂ, പുറത്ത് അപൂർവമാണ് ഹോട്ടലിൽ പോയി കഴിക്കുന്നത് അല്ലേ. നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ഈ ലേഡിക്ക് കിട്ടുമോ എന്നറിയാനില്ല. പക്ഷേ എങ്ങനെ അവർക്ക് ക്യാൻസർ വരുന്നു? കാരണം നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കയറുന്ന ധാരാളം വസ്തുക്കൾ നമ്മൾ ഇന്നത്തെ മേഖലയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട് കേട്ടോ. ഞാനതെല്ലാം എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ധാരാളം കേൾക്കുന്ന സംഗതികളായിരിക്കും. DDT മുതൽ ഇങ്ങോട്ട് വരുന്ന നിങ്ങളെ അത് പറഞ്ഞ് ബോധ്യവൽക്കരിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. കാരണം അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. നമ്മുടെ പാലിൽ, നമ്മുടെ മുട്ടയിൽ, നമ്മുടെ അരിയിൽ അല്ലേ, നമ്മുടെ മാംസത്തിൽ, നമ്മൾ കഴിക്കുന്ന ഇളനീരിൽ പോലും എന്തുണ്ട്? ഈ കീടനാശിനിയുടെ അളവുകൾ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളെല്ലാം വരുത്തുകയാണ് അല്ലേ. കൃഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ വരുത്തുമ്പോൾ നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ നന്നായി ജീവിക്കുന്നവർക്ക് പോലും ക്യാൻസർ, നേരത്തെ സൂചിപ്പിച്ച് പുകവലിക്കാത്ത ഒരാൾക്ക് ലങ് ക്യാൻസർ എങ്ങനെ ഉണ്ടാവുന്ന ചോദ്യം അറിയാതെ കിട്ടുന്ന സംഗതികളാണ്. റീറ്റെയിൻഡ് ടോക്സിസിറ്റി എന്ന് ആയുർവേദത്തിൽ ഇനി പറയുക. റീറ്റെയിൻഡ് ടോക്സിറ്റി, നമ്മളെല്ലാം അതിൻ്റെ ഇരകളാണ്. തുറന്നു പറഞ്ഞാൽ നമ്മളെല്ലാം അതിൻ്റെ ഇരകളാണ്. റീറ്റെയിൻഡ് ടോക്സിറ്റിയുടെ ഇരകളാണ് നമ്മൾ അറിയുന്നില്ല അല്ലേ. നമ്മൾ കഴിക്കുന്ന അരിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ,
ദാഹിച്ചാൽ കുടിക്കുന്ന ഇളനീരിലൂടെ കിട്ടുന്നുണ്ടോ? ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന ആളുകളിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാംസാഹാരം കഴിക്കുന്ന ആളുകൾക്ക് ചിക്കനിലൂടെ ഈസ്ട്രജൻ ചെല്ലുന്നുണ്ട്. അത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. വെറ്റിനറി ഡോക്ടർമാർ എതിർക്കുന്നുണ്ട്, ആ പറയുന്നത് ശരിയല്ല. പക്ഷേ ചിക്കനിൽ ഈസ്ട്രജൻ ആർട്ടിഫിഷ്യൽ ഹോർമോൺ കുത്തിവെക്കുന്നു എന്ന് പറയുന്നത് പരസ്യമായ കാര്യം തന്നെയാണ്. അത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഹോർമോൺ കൊടുത്തുള്ള അതിനുള്ള തെളിവുകളുണ്ട്, പേപ്പേഴ്സ് ധാരാളം അവൈലബിൾ ആണ്. നിങ്ങൾ ഒരുപക്ഷെ ഭക്ഷണം വിഷമയമാകുമ്പോൾ എന്ന് പറഞ്ഞ് സിസ, സെൻറ്റർ ഫോർ ഇന്നോവേഷൻ ഇൻ സയൻസ് ആൻഡ് സോഷ്യൽ ആക്ടിവേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലവനായിട്ടുള്ള ഡോക്ടർ സുരേഷ് കുമാർ, ഒരു പീഡിയാട്രീഷ്യനാണ്. അദ്ദേഹം എഴുതിയ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്കിത് കൃത്യമായ പേപ്പേഴ്സ് അതിനകത്ത് നിന്ന് കിട്ടും. ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹോർമോൺ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ഒരു ലേഡിക്ക് അല്ലേ, ബ്രസ്റ്റിനകത്ത് ട്യൂമറോജെനിസിസ് നടന്നില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോലിഫറേഷൻ നടക്കാൻ സഹായിക്കുന്ന ധാരാളം പെസ്റ്റിസൈഡുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്തിനാ പറയുന്നു അല്ലേ, മത്സ്യം നമുക്ക് അല്ലേ നമ്മൾ തന്നെ പോയി പിടിക്കേണ്ട അവസ്ഥയായി കഴിഞ്ഞു അല്ലേ. നമുക്ക് ഒരു ഉറപ്പ് കിട്ടുന്നില്ല, ഫോർമലിനിട്ട് വന്നതാണോ അല്ലേ, വേറെ എന്തെങ്കിലും അടിച്ചിട്ടാണോ ഇത് കേടാവാതിരിക്കുന്നത് അറിയില്ല. മത്സ്യം എന്ന് പറയുന്നത് കഴിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്, കഴിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അല്ലേ നമുക്കത് നല്ല മത്സ്യം കിട്ടാതിരിക്കുന്ന അവസ്ഥയുണ്ട്. എന്തിനേറെ പറയുന്നു, ധാരാളം ആൾക്കാർ omega-3 ഫാറ്റി ആസിഡ് നല്ലതാണ് എന്ന് പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. മീനെണ്ണ ഗുളിക എന്ന് കേട്ടിട്ടില്ലേ? ഈ മീനെണ്ണ ഗുളിക ഫാറ്റാണല്ലോ, അതിലേക്കാണ് ഏറ്റവും അധികം ഈ കെമിക്കൽസ് മത്സ്യത്തിനുള്ളിൽ ചെല്ലുന്നത്. ഇനി മത്സ്യങ്ങളിൽ നമ്മളൊന്നും അടിച്ചില്ലെങ്കിൽ പോലും മൈക്രോ ബീഡ്സ് എന്ന് പറയുന്ന മൈക്രോ പ്ലാസ്റ്റിക് ധാരാളമായിട്ടും സമുദ്രങ്ങളിൽ മത്സ്യങ്ങളിലേക്ക് കടന്നു കയറുന്നുണ്ട്. ഇത് ഈ omega-3 ഫാറ്റി ആസിഡ് അന്വേഷിച്ച് പോയി മീനെണ്ണ ഗുളിക കഴിക്കുന്ന ആൾക്കാർക്ക് കിട്ടാം. കഴിക്കരുതെന്നല്ല പറയുന്നത്. എന്ത് കഴിച്ച് ജീവിക്കും അല്ലേ? മാംസം കഴിച്ച് ജീവിച്ചാൽ പ്രശ്നം, ധാന്യം കഴിച്ച് ജീവിച്ചാൽ പ്രശ്നം, പഴങ്ങൾ കഴിച്ച് ജീവിച്ചാൽ പ്രശ്നം, എന്ത് കഴിച്ച് ജീവിക്കണം എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമായിരിക്കുന്ന സംഗതിയാണ്. അടിക്കുന്ന കീടനാശിനി കഴിക്കുന്ന പുല്ലിലൂടെ കയറി പാലിലേക്ക് വന്ന് നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. ഇതെല്ലാം എത്തിച്ചേരുന്നത് അവസാനം ഒരു പോയിന്റിലാണ്, നമ്മുടെ ശരീരത്തിലാണ്. ഒരു പക്ഷേ നമ്മൾ ഈ പിരമിഡ്സ് ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ അല്ലേ, നമ്മളാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. മറ്റുള്ള ജീവികളെ ആഹാരമാക്കുന്ന കാര്യത്തിൽ, മറ്റുള്ള പദാർത്ഥങ്ങളെ എല്ലാം കഴിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഫുഡ് പിരമിഡിൻ്റെ മുകളിൽ നിൽക്കുന്ന ആൾക്കാർ നമ്മളാണ്. സ്വാഭാവികമായിട്ടും പറയാറുള്ളത് ഈ ബയോ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ അത് മാഗ്നിഫൈ ചെയ്യപ്പെടും. അത് താഴെയുള്ള ഒരു ഫൈറ്റോ പ്ലാങ്ക്ടണിൽ കയറുന്നു, അത് ഫിഷിനകത്ത് കയറുന്നു, ഫിഷിനകത്തുനിന്ന് അത് കഴിക്കുന്ന മനുഷ്യനിൽ കയറുന്നു, മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ അളവ് കൂടിയാണ് വരുന്നത്, കുറഞ്ഞല്ല വരുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും അല്ലേ അജൈവികമായ രീതിയിലുള്ള കഴിഞ്ഞ 50-100 വർഷത്ത് നടന്നിട്ടുള്ള വ്യവസായ വിപ്ലവത്തിൻ്റെ അനിതരഫലമായിട്ട് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ, നമ്മൾ ഡെവലപ്മെൻ്റ് എന്നുള്ള വാക്ക് അല്ലേ, ഡെവലപ്മെൻ്റ് എന്നുള്ള വാക്ക് ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ഒന്നായി മാറുന്നുണ്ട്. നമ്മളിപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് കേട്ടാൽ ഉടനെ നമ്മൾ ചോദിക്കും എന്ത് ഡെവലപ്മെൻറ്റ് അല്ലേ, എന്താ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോണേ, എന്താ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ, എന്ത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇത്തരം ബിസിനസ്സുകളുടെ ഒരു ആകത്തുകയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് എന്തായി മാറുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പനി ആണോ എന്ന് നമ്മളെ കൊണ്ട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പനി ഉള്ള ആളുകളുടെ അടുത്തേക്കാണോ പോകുന്നത് എന്ന് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാൻസർ ഒപ്പിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഈ ഭക്ഷണ കാര്യങ്ങളാണ്. ഇനി ഇതെല്ലാം മാറ്റിവെച്ച് തികച്ചും ഓർഗാനിക്കായ രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ വരാതിരിക്കും. അപ്പോൾ ഓർഗാനിക് എന്ന് പറഞ്ഞാൽ, ജൈവം എന്ന് പറഞ്ഞാൽ കീടനാശിനി മൈനസ് ഫുഡാണോ എന്നാണ് അടുത്ത ചോദ്യം. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള മേഖല അല്ലേ. ഈ ഫുഡ് മൈനസ് കീടനാശിനിയാണോ ജൈവം എന്ന് പറയുന്നത്? അപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുള്ളത്. കാരണം ജൈവം എന്ന് പറഞ്ഞാൽ കീടനാശിനി അടിക്കാത്തത് മാത്രമല്ല, ജൈവം എന്ന് പറഞ്ഞാൽ ജൈവികമായി ഉണ്ടാക്കിയ ഒരു ഭക്ഷണം വളരെ ജൈവികമായി നമ്മൾ കഴിച്ച് നമുക്ക് ജൈവികമായി അത് ദഹിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ എന്തായി അതിനെ പറയാൻ പറ്റൂ, ജൈവം എന്ന് പറയാൻ പറ്റൂ. ജൈവികമായി അല്ലേ, ഒരു ഓർഗാനിക് ആപ്പിളാണ് നമ്മൾ കഴിക്കുന്നത്, അത് കഴിച്ച് ദഹിക്കാനുള്ള ഒരു വിശപ്പ് നമുക്കില്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും ടോക്സിക് മെറ്റബോളൈറ്റ്സ് ഉണ്ടാക്കിയുള്ളൂ. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആയുർവേദത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ത് ഭക്ഷണം, വേണ്ട ഭക്ഷണമാണോ, വേണ്ട അളവിലാണോ, വേണ്ട സമയത്താണോ നിങ്ങൾ കഴിക്കുന്നത്? അപ്പോൾ എന്താണ് കഴിക്കേണ്ടത്, എപ്പോഴാണ് കഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴിക്കേണ്ടത്, ഏത് രീതിയിലാണ് കഴിക്കേണ്ടത് എന്നൊരു ചോദ്യം. വളരെ രസകരമായൊരു സംഗതി പെട്ടെന്ന് മനസ്സിൽ വന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം. നമ്മളൊക്കെ ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവാം അല്ലെ, രാത്രി കിടക്കുന്ന സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്ത് മൊബൈൽ നോക്കാറുണ്ടോ? മൊബൈൽ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കും. നമ്മളല്ല സാധാരണ അത് കൂടുതൽ ചെയ്യാറില്ലേ.
ഇപ്പോൾ ഞാനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾ ധാരാളം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് ഷീറ്റിനടിയിൽ കിടന്ന് മൊബൈൽ നോക്കും. മൊബൈലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ബ്ലൂ ലൈറ്റ്, ഇത് നേരെ കണ്ണിലാണ് വരുന്നത്. ആ സമയത്ത് ഉറക്കം ഉണ്ടാക്കേണ്ടുന്ന പീനിയൽ ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തെ അത് ക്രോണിക്കായിട്ട് മന്ദീഭവിപ്പിക്കുന്നു. പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ മുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ. രാത്രി നിങ്ങൾ സ്ഥിരമായിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ഈ ലൈറ്റ്, മൊബൈൽ ലൈറ്റ് കണ്ണിലേക്ക് അടിച്ചാൽ 10-20 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകൾ വരാൻ സാധ്യതയുണ്ട്. പഠനങ്ങൾ പ്രാരംഭ ദിശയിലാണ്. അതിലും രസകരമായൊരു പഠനം പറയാം. നെതർലാൻഡ്സിൽ ടർഫ് പ്ലേ നിരോധിച്ചു. കേട്ടിട്ടുണ്ട്. നെതർലാൻഡ്സിൽ ടർഫ് പ്ലേ നിരോധിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ പുതിയ ടർഫ് ഉണ്ടാകുന്നു. ഓരോ ടർഫ് ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നു ആഹാ കൊള്ളാം അല്ലേ. ആ ടർഫ് പ്ലേ എന്തുകൊണ്ട് നിരോധിച്ചു? കാരണം അവിടെ ലിംഫോമ കൂടുതലായി കാണുന്നു. എന്തുകൊണ്ട് ലിംഫോമ എന്ന് അവർ സ്റ്റഡി ചെയ്തു. കളിക്കുന്ന ആരോഗ്യവാന്മാരായ കുട്ടികളിൽ എന്തുകൊണ്ട് ലിംഫോമ വരുന്നു? അവർ കോമണായി കണ്ട കാര്യം, അവർ ടർഫിൽ കളിക്കുന്നു. ടർഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപയോഗിച്ച് നാശമായ റബ്ബർ എടുത്ത് പോളിഷ് ചെയ്ത് വിരിക്കുന്നതാണ്. നിങ്ങൾ ഓരോ തവണയും അല്ലേ പോയിൻ്റഡ് ആയിട്ടുള്ള ബൂട്ടിട്ട് ഓടുമ്പോൾ മൈക്രോ റബ്ബർ പാർട്ടിക്കിൾസ് ഇതിൽ നിന്ന് മുകളിലേക്ക് വരുന്നുണ്ട്. ഇതാണ് നിങ്ങൾ ശ്വസിക്കുന്നത്. ഇത് നിങ്ങളുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്താൽ ഇത് അത്യന്തം ടോക്സിക് ആണ്. ഇത് നിങ്ങൾക്ക് ലിംഫോമ പോലെയുള്ള ക്യാൻസർ ഉണ്ടാക്കാം. അതുകൊണ്ട് നെതർലാൻഡ്സ് നിങ്ങൾ അവൈലബിൾ ആണ്, ഗൂഗിളിലുണ്ട്. നെതർലാൻഡ്സിൽ ടർഫ് പ്ലേ നിരോധിച്ചിരിക്കുകയാണ്. പച്ച പുല്ലിൽ കളിക്കാനാണ് പറയാം. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കൂ. എവിടെ നിന്നാണ് ക്യാൻസർ വരുന്നതെന്ന് നോക്കൂ. എത്ര നമ്മൾ അതിശയിച്ച് പോകും അല്ലേ. ഒരു ടർഫിൽ കളിച്ചൊരു കുട്ടിക്ക് ക്യാൻസർ വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിച്ച എന്താ? പച്ച പുല്ലുള്ള ഗ്രൗണ്ടിൽ കളിക്കുന്നതിന് പകരം നിങ്ങൾ ജൈവമല്ലാത്തൊരു സാധനത്തിൻ്റെ മുകളിൽ കളിച്ചു. നിങ്ങൾക്ക് പണി കിട്ടുന്നു അല്ലേ. രാത്രി നിങ്ങൾ കിടന്നുറങ്ങേണ്ടതിന് പകരം നിങ്ങൾ കണ്ണിലേക്ക് നിങ്ങൾക്ക് ഉറക്കം തരുന്ന പീനിയൽ ഗ്ലാൻഡിനെ നിങ്ങൾ അല്ലേ തളർത്തിയിട്ട് നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ഡെപ്ത് പോകുന്നു. പലരും എണീക്കുമ്പോൾ മൊബൈൽ നോക്കുന്ന, പ്രത്യേകിച്ച് ഞാൻ കുട്ടികളുടെ കൂടെ ഇപ്പോൾ ഒരു അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പറയുകയാണ്. നമ്മുടെയൊക്കെ ക്യാമ്പസിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ പലരും ഉറങ്ങാൻ 2 മണിയാവും. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒന്ന് നല്ല പിറ്റേ ദിവസത്തെ വർക്കെല്ലാം ചെയ്ത് വെച്ച് ഇനി ഒന്ന് റിലാക്സ് ചെയ്യാൻ തുടങ്ങുന്നത് 12 മണിക്കാണ് അല്ലേ. നല്ല റിലാക്സേഷന് വേണ്ടി റീല് കാണുന്നുണ്ട് പലരും. റീൽസ് നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ പുതിയ നമ്മുടെ ഒരു ഒബ്സർവേഷനിൽ വരുന്നത് റീൽസ് കാണുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഒരു മിനിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ 4-5 വ്യത്യസ്ത പ്രമേയങ്ങളാണ് കാണുന്നത്. 4-5 ഒരു പ്രണയം ഉണ്ടാകും, ഒരു ഡാൻസ് ഉണ്ടാകും അല്ലേ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ കാര്യം ഉണ്ടാവും, ഒരു സിനിമാക്കാരനുണ്ടാവും, ഒരു സങ്കടകരമായ കാര്യം ഉണ്ടാവും. പല കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഒന്നിലും നിങ്ങൾ ചവിട്ടി ഇറങ്ങുന്നില്ല. നിങ്ങൾ പെരിഫറലി നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഷോർട്ട് ടൈം മെമ്മറിയുടെ ക്വാളിറ്റി പോകുന്നു എന്നാണ് പറയുന്നത്. ഇരുന്ന് വായിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള റീല് കാണുന്ന കുട്ടികളെ നമ്മുടെ ഒപ്പി കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഒരു വലിയൊരു പാരഗ്രാഫ്, ഒരു വലിയ പേജ് അവർക്ക് വായിക്കാൻ കൊടുത്താൽ അവർക്ക് വായിക്കാൻ പറ്റില്ല. കണ്ണ് കാണാത്തതുകൊണ്ടല്ല, ഇരുന്ന് വായിക്കാനുള്ള മുഷിപ്പ്. ഇത് മുഴുവൻ വായിക്കണം, ഷോർട്ടായിട്ട് തരൂ അല്ലേ. പല വലിയ ടെക്സ്റ്റ് ബുക്കുകളും ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് പറയുന്നത്, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ. കാരണം എന്താ? ആരും വായിക്കുന്നില്ല. അത്രയും വലിയ ടെക്സ്റ്റൊന്നും വായിക്കാനുള്ള സാവകാശമൊന്നുമില്ല അല്ലേ. ക്യാപ്സ്യൂളായിട്ട് കിട്ടും, ചെറിയ ക്യാപ്സ്യൂളായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഷോർട്ടായിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു വലിയൊരു വിഷയത്തെ ഇരുന്ന് വായിച്ച് അതേസമയം അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അല്ലേ, ഇത് ഒരു വായനയ്ക്കുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ തിരിച്ചാണ് അല്ലേ. വായനയിൽ നിങ്ങൾ ഇരുന്ന് ആഴ്ന്ന് വായിച്ചുകൊണ്ട് നിങ്ങളൊരു ലോകം സൃഷ്ടിക്കുന്നുണ്ട്, നിങ്ങളുടേതായൊരു ലോകം സൃഷ്ടിക്കുന്നുണ്ട്. ഒരു യാത്ര എന്ന് പറയുന്ന മാഗസിൻ നിങ്ങൾ വായിച്ച് നിങ്ങൾ അവിടെ പോയിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടേതായൊരു നല്ല ലോകം അവിടെ സൃഷ്ടിച്ചു. അതിലൂടെ നിങ്ങളുടെ ബുദ്ധി, പുതിയ സിനാപ്സിസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പുതിയ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അതേപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. ഒരു ചെറിയ ചോദ്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഉന്നയിക്കാം. രാത്രി എപ്പോഴാണ് ഭക്ഷണം കഴിക്കുക? നല്ല ഓർഗാനിക് ഫുഡാണ് കഴിക്കണേ അല്ലേ. നല്ല ശുദ്ധമായ ഓർഗാനിക് ഫുഡാണ് കഴിക്കണം. ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി 10-10:30 കഴിക്കണം. ധാരാളം പേര് കഴിക്കുന്നുണ്ട്. രാത്രി 10 മണി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ലേറ്റ് ആവില്ലേ? ഇല്ല, ഞാൻ 6 മണിക്ക് വരും. പിന്നെന്താ പരിപാടി? പിന്നെ നമ്മൾ വിശദമായ പരിപാടികളാണ്, TV കാണൽ, ഇതെല്ലാം കഴിഞ്ഞ് രാത്രി 10-10:30 ആകുമ്പോൾ കഴിക്കുന്നു. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ കിടക്കുന്നു. എങ്ങനെയാണ് കിടക്കുന്നത്? കമന്ന് കിടന്നുറങ്ങുന്ന ആളുകൾ ധാരാളം പേർക്ക് ഇപ്പോൾ കാണുന്നൊരു സംഗതിയാണ് GERD. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. നമ്മുടെ അടുത്ത് വരിക നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ അല്ലേ. ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെഞ്ചെരിയുക, പുളിച്ചു കെട്ടുക എന്നുള്ള കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ എൻഡോസ്കോപ്പി ചെയ്താൽ കാണാം അവരുടെ ആമാശയത്തിനും അന്നനാളത്തിനും ഇടയ്ക്കുള്ള സ്പിങ്ചർ, ഈ ഈസോഫാജിയൽ സ്പിങ്ചർ ലൂസായിട്ടുണ്ട്. ലാക്സ് ഈസോഫാജിയൽ സ്പിങ്ചർ എന്ന് പറയും, LES എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ സ്പിങ്ചർ ലൂസാവാനുള്ള കാര്യം എന്താ? ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്.
നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ കിടക്കുകയാണ്. കിടക്കുമ്പോൾ എന്ത് പറ്റും? സ്റ്റൊമക്കിനകത്ത് ഈ ഫുഡ് കിടക്കുന്നു. അതിൻ്റെ ബാക്ക് പ്രഷർ മുഴുവൻ ഈ വാൽവിനാണ് വരുന്നത്. ആ വാൽവ് ക്രമേണ ലൂസാവുന്നു. അതിനെ ലൂസാക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് സ്ട്രെസ്. എക്സസ് മെൻ്റൽ സ്ട്രെസ് ഉണ്ടെങ്കിലും വാൽവ് ലൂസാവും. വാൽവ് ലൂസായി എന്ത് പറ്റും? ആസിഡ് മേലെ കയറും, നെഞ്ചരിച്ചിൽ വരും. അപ്പോൾ നിങ്ങളുടെ സ്ട്രെസ്സ് പിന്നെയും കൂടും. സ്ട്രെസ്സ് കൂടുമ്പോൾ വീണ്ടും വാൽവ് ലൂസാവും. ഇതൊരു വിഷ്യസ് സൈക്കിളായിട്ട് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ GERD വന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ ചോദിക്കാം. GERD നീണ്ടു നിന്നാൽ, ധാരാളം കാലം നിങ്ങൾക്ക് നീണ്ടു നിന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഈ ഈസോഫാഗസ് എന്ന് പറയുന്ന ഏരിയ, അന്നനാളത്തിന് ഒരിക്കലും ആസിഡിനെ താങ്ങാൻ പറ്റില്ല. പക്ഷേ ആസിഡ് എവിടെയുണ്ട്? നമ്മുടെ വയറിനകത്തുണ്ട്. ഈ ആസിഡ് വയറിനുള്ളിൽ, സ്റ്റൊമക്കിനകത്തുനിന്ന് ഈസോഫാഗസിലെത്തിയാൽ, ആമാശയത്തിൽ നിന്ന് അന്നനാളത്തിലെത്തിയാൽ അവിടെ എന്താവും? പൊള്ളും. നമ്മുടെ കൈയൊക്കെ പൊള്ളില്ലേ? പൊള്ളിക്കഴിഞ്ഞാൽ അത് ഉണങ്ങി വരും. വീണ്ടും അതിൽ ആസിഡ് വീഴും, വീണ്ടും പൊള്ളും. ഇങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ക്യാൻസറായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ ജംഗ്ഷൻ ട്യൂമർ വളരെ കോമൺ ആണ്. ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന ക്യാൻസറിൻ്റെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം എന്താണ്? ഒരുപക്ഷെ ഇതായിരിക്കും. എന്ത്? ലേറ്റ് നൈറ്റ് ഫുഡ്, വളരെ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കിടക്കുക. അപ്പോൾ ഭക്ഷണം ഓർഗാനിക് ഫുഡാണെങ്കിൽ എപ്പോൾ കഴിക്കണം? നേരത്തെ കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നത് അല്ലേ, കിടക്കുന്നതിനേക്കാൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ മുമ്പ് ലൈറ്റ് ഫുഡ് കഴിച്ച് കിടക്കാൻ നമ്മളിപ്പോൾ പറയും. ലൈറ്റ് ഫുഡ്. ആഹാരം എങ്ങനെ കഴിക്കണം എന്ന ചോദ്യത്തിൽ ആയുർവേദത്തിൽ പറയാറുള്ളത് 3ആയിട്ട് തിരിക്കുക. വയറിനെ 3ആയി തിരിച്ചാൽ ഒരു ഭാഗം ആഹാരം, ഒരു ഭാഗം വെള്ളം, ഒരു ഭാഗം വായു. വെറുതെ ഇടുക. ലൈറ്റ് ഫുഡ് കഴിക്കാനാണ് പറയുന്നത്. അപ്പം എസ്പെഷ്യലി നമ്മൾ ഒരു പക്ഷേ തിരക്കുള്ള ഒരു ജോലി നിൽക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് രാവിലെ ഓട്ടത്തിൽ പോകുന്നു, ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് കഴിക്കുന്നു, രണ്ടും സമാധാനമില്ല. ആകെ സമാധാനം കിട്ടുന്ന ഒരേ ഒരു സമയം ഈ രാത്രിയാണ്. നല്ലോണം ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. പക്ഷേ ആ ശൈലി നമ്മൾ മാറ്റി തന്നെ വേണം. രാത്രി ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല. രാത്രി അല്ലേ, ഈറ്റ് ലൈക്ക് എ ബെഗർ എന്നാണ് പറയുക അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് ആൻഡ് ഈറ്റ് ലൈക്ക് എ ബെഗർ എന്ന് പറയുന്ന പ്രോവർബ് വളരെ ശരിയാണ്. രാത്രി അതുകൊണ്ട് നമ്മൾ പലരോടും ഇപ്പോൾ പറയാറുള്ള ഫ്രൂട്ട് ഡയറ്റ് ആക്കും. നിങ്ങളൊരു 2 പഴങ്ങൾ മാത്രം കഴിക്കും. അപ്പോൾ അവർ ചോദിക്കും, അത് എപ്പോൾ വിശക്കില്ലേ? അപ്പോൾ വിശക്കില്ലേ അല്ലേ? അവർ പേടി നമുക്കുണ്ട് എപ്പോഴും അല്ലേ. പിന്നെ രാത്രിയാകുമ്പോൾ വിശന്നാലോ എന്ത് ചെയ്യും അല്ലേ? വിശന്ന എന്താ, അവിടെ പിന്നെയും പഴങ്ങളുണ്ടാവില്ലേ അല്ലേ? ഒരെണ്ണം കൂടി കഴിക്കുക അല്ലേ. വിശപ്പ് നമ്മുടെ ഒരു ഭയമാണ് എപ്പോഴും. അപ്പോൾ ആ വിശപ്പ് നമ്മളിങ്ങനെ ഈ രീതിയിൽ നേരത്തെ കഴിച്ച് ഒഴിവാക്കുന്നത്. അപ്പോൾ അതൊരു പ്രധാന ചോദ്യം, എപ്പോൾ കഴിക്കണം എന്നുള്ള ചോദ്യം, പ്രത്യേകിച്ച് രാത്രിയുടെ കാര്യത്തിൽ എപ്പോൾ കഴിക്കണം അല്ലേ, എങ്ങനെ കഴിക്കണം എന്ന ചോദ്യത്തിന് വീണ്ടും ഒരു പ്രസക്തി വരുന്ന ഒരു കാലമാണ് അല്ലേ. മൊബൈൽ നോക്കിക്കൊണ്ടും TV നോക്കിക്കൊണ്ടും കഴിക്കുന്ന, പ്രത്യേകിച്ച് നമ്മളൊന്നും അപകടമേ അല്ല അല്ലേ. എനിക്ക് തോന്നാറുള്ളത് നമ്മളൊക്കെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. നമ്മളൊക്കെ എനിക്ക് 23-24 വയസ്സുള്ളപ്പോഴാണ് നോക്കിയ 1100 അവതരിച്ചിട്ടുള്ളൂ അല്ലേ. നിങ്ങളൊക്കെ അതിലും ഭാഗ്യവാന്മാരാണ് അല്ലേ. ആ കാലമില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കോ നമ്മൾ ആലോചിച്ച് നോക്കൂ. അവർ ചെറുപ്പത്തിലെ മൊബൈലിലാണ് വളരുന്നത്. അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ മൊബൈൽ വേണം. അവർ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ജൈവികമായി കഴിക്കുക എന്ന് വെച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ രുചി, മണം അല്ലേ, അത് കഴിക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ രസം, അതൊന്നും ആസ്വദിക്കാതെ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഡൈജഷനെ ഇമ്പയർ ചെയ്യും. നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് വായിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മറുവശത്ത് ഒരു വീഡിയോ ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിലാണ് കളി മുഴുവൻ അല്ലേ. നമ്മുടെ മനസ്സ് മുഴുവൻ അതിലാണ്. ഈ കഴിക്കണ എന്താണെന്ന് പോലും അറിയാതെ കഴിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. എന്ത് വില കൊടുത്തും പിന്തിരിപ്പിക്കണം അല്ലേ. വീട്ടിൽ കലാപം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുക, കാരണം ആ കുട്ടിക്ക് നല്ലതാണ്. ഈ ഡിവൈസ് അഡിക്ഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഭക്ഷണത്തിൽ തന്മനാ ഭുഞ്ചീത എന്ന് ആയുർവേദത്തിൽ പറയാം. തന്മന എന്ന് പറഞ്ഞാൽ അതിൽ മനസ്സ്, ഭക്ഷണത്തിലേക്ക് മനസ്സിനെ വെക്കൂ, എന്നിട്ട് കഴിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രുചി, ഗുണം, മണം അല്ലേ, അതിൻ്റെ ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ഒരു ഭക്ഷണം വീട്ടിലുണ്ടാകും. നമ്മളൊക്കെ ചെറുപ്പമായിരിക്കും അല്ലേ, അമ്മ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നമുക്കൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ട്, അത് വരാൻ പോണു എന്നുള്ളൊരു ആൻറ്റിസിപ്പേഷൻ. അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അടുക്കള സജീവമാക്കിക്കൊണ്ട് കുട്ടികളിൽ പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും ഈ ആൻറ്റിസിപ്പേഷൻ, കാത്തിരിപ്പിൻ്റെ സുഖം എന്ന് പറയും അല്ലേ. പ്രണയത്തിനുള്ളതുപോലെ കാത്തിരിപ്പിന് സുഖമുള്ള മറ്റൊരു സംഗതിയാണ് ആഹാരം ഉണ്ടായി വരുന്നത് അല്ലേ. ആഹാരം ദാ വരണു എന്നറിയുമ്പോൾ, അത് വരാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു കാത്തിരിപ്പിനൊരു സുഖമുണ്ട്. ആ സുഖം അറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ശരിക്ക് നമ്മുടെ എൻസൈംസൊക്കെ ആക്ടിവേറ്റ് ആവുക ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് എൻസൈംസ് ആക്ടിവേറ്റ് ആയി ബോഡി ഈസ് ബിക്കമിങ് റെഡി ടു ആക്സെപ്റ്റ് ദ ഫുഡ്. ഫുഡിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബോഡി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കും. അപ്പോൾ എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സാധാരണ നമ്മുടെ ബുക്കുകളിൽ പറയാറുള്ളൊരു പ്രധാന സംഗതി ഇതാണ് അല്ലേ. ഭക്ഷണം കഴിക്കാൻ ഈ ശരീരം സന്നദ്ധമാകുമ്പോൾ കഴിക്കുക. ഈ ശരീരം ജൈവികമായോ അജൈവികമായ ഭക്ഷണമാണെങ്കിലും അല്ലേ, സന്നദ്ധമാകുമ്പോൾ മാത്രം, വിശപ്പുള്ളപ്പോൾ കഴിക്കുക. മൂന്നാമത് പറഞ്ഞാൽ ഈ 3 ആഹാര സമയത്തും, നമ്മൾ 3 ആഹാര സമയങ്ങൾ ആയുർവേദത്തിൽ ശരിക്കും 2 ആഹാര സമയമാണ് നമ്മുടെ ആചാര്യന്മാർ പറയാറുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പരമാവധി 3-4 കഴിക്കുക.
അതിലും കൂടുതൽ കഴിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. രാവിലെ കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ്, 11 മണിക്ക് വീണ്ടും ശകലം കഴിക്കുന്നു, 1 മണിക്ക് കഴിക്കുന്നു, 3 മണിക്ക് ചെറിയ ബിസ്ക്കറ്റ്, 5 മണിക്കൊരു ചായ, വീണ്ടും 8 മണി 9 മണിയാകുമ്പോൾ വീണ്ടും ചോറ്, ഇങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയേണ്ട കാര്യം അത് കുറയ്ക്കാനാണ് പറയേണ്ടത്. കാര്യം നമുക്കത്ര ആയാസമില്ല ഇപ്പോൾ, അല്ലേ? നമ്മുടെ പൂർവികർ അതുപോലെ ചോറിൻ്റെ ഉപയോഗം, ചോറ് ഇഷ്ടമുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചോറ് ക്യാൻസറിന് കാരണമാണോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞ വലിയ വിവാദമാവും, അല്ലേ? ചോറ് കഴിച്ച് ക്യാൻസർ ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ചോറിന് എന്തുണ്ട്? ചോറിൽ കലോറി മൂല്യം കൂടുതലാണ്. അത് കഴിച്ചാൽ മുമ്പ് നമ്മൾ, അല്ലേ, നമ്മുടെ നാട്ടിൽ ഈ ഞങ്ങൾ പറയുന്നതെന്നറിയോ, ക്ലേദം എന്നൊരു വാക്കുണ്ട്, ക്ലേദം, നുലവ് എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ട്. അതറിയണമെങ്കിൽ എന്തറിയണം? നമ്മൾ നെല്ല് വിളയുന്ന പാടത്ത് പോയാൽ അറിയാം, അല്ലേ? അത് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ആ വെള്ളത്തിലുണ്ടായി വരുന്ന ആ വസ്തു നമ്മുടെ ശരീരത്തിൽ കയറിയാലും അതേപോലത്തെ സ്വഭാവം ഉണ്ടാക്കും. അത് ശരീരത്തിന് നുലവ് ഉണ്ടാക്കും, കലോറിക്ക് ഉണ്ടാക്കും, ലോഡ് ചെയ്യും, ദഹിപ്പിക്കാൻ പ്രയാസമാണ്. ഇതേ വസ്തു പക്ഷേ അതേസമയം ഗോതമ്പോ, ഉത്തരേന്ത്യയിലെ ഗോതമ്പൊക്കെ നിൽക്കുന്നത് എന്താ? ഡ്രൈ ആയ സ്ഥലത്താണ്. അത് കുറേയും കൂടി ലഘുവാണ്, ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഈ ചോറ് അല്ലെങ്കിൽ ഗോതമ്പൊക്കെ അമിതമായിട്ട്, ഇപ്പോൾ നമ്മൾ ഗോതമ്പ് അല്ലെങ്കിൽ റാഗി കഴിക്കാൻ പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ആൾക്കാർ ചെയ്യാറുള്ള റാഗി കുറുക്കി കഴിക്കാറുണ്ട്. റാഗി കുറുക്കി കഴിക്കരുത് എന്നാ പറയും നമ്മുടെ അഭിപ്രായം. എന്താണെന്നറിയോ? റാഗി കുറുക്കി കഴിക്കുമ്പോൾ കൂടുതൽ അളവ് ഉള്ളിച്ചെല്ലും, വീണ്ടും പ്രയാസം ദഹിക്കാൻ. മറിച്ച് 2 റാഗി ദോശ ആയിട്ട് പരിമിതിപ്പെടുത്തി നോക്കൂ, ശരീരം ലൈറ്റാവും. അപ്പോൾ ചോറിൻ്റെ അളവ് നമ്മൾ 1 തവി കഴിച്ചാൽ മതി. ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചോറിൻ്റെ അളവ് 1 തവിയെ നമുക്ക് അല്ല, നമ്മുടെ ജോലിക്ക് അനുസരിച്ചോട്ടോ, ഞാൻ ഒരു പൊതു സ്വഭാവമല്ല പറയുന്നത്. നല്ല ശാരീരിക അധ്വാനമുള്ള ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ ചോറുണ്ടാകും. പക്ഷേ ഓഫീസിൽ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ആൾ എന്തിന് ഇത്ര ചോറുണ്ടെന്ന് എന്താ ഉള്ളത്? പണ്ട്, അല്ലേ, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് എടപ്പാട് വരെ പോകാൻ നമുക്ക് വാഹനമുണ്ട്, അല്ലേ? അന്ന് കാലത്ത് ഇവിടുന്ന് എടപ്പാട് വരെയോ എടപ്പാട് നിന്ന് ചങ്ങരംകുളം വരെയോ നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഉണ്ണാം, അല്ലേ? 3-4 പറ ചോറുണ്ണാന്നൊക്കെ പറയും, അല്ലേ? അവർക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അങ്ങനെ കഴിച്ചാൽ കലോറിക് മൂല്യം കൂടും, അത് ക്യാൻസറിന് ഒരു ട്രിഗറായി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു നല്ല പ്ലേറ്റ് എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ 1 തവി ചോറ്, ധാരാളം പച്ചക്കറികൾ, നമുക്ക് ആവശ്യമുള്ള അളവിലുള്ള മാംസവും, അതുപോലെ തന്നെ മീൻ പോലെയുള്ള സംഗതികൾ, നല്ല മീനും നല്ല മാംസവും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർത്തെടുക്കുന്നതാണ് ഒരു സമയത്തെ നല്ല വിഭവം എന്ന് പറയുന്നത്. പിന്നൊന്ന് പ്രധാനമായിട്ട് ഇന്ന് കണ്ടുവരുന്ന ഈ GRDയും ഒക്കെ ആയിട്ട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഗതിയാണ് അച്ചാറിൻ്റെ ഉപയോഗം. അച്ചാർ, അല്ലെ, നമ്മൾ സാധാരണ അച്ചാർ ഇന്ന് ഒരു തൊട്ടുകൂട്ടുന്ന കറി അല്ലാതായി മാറിയിട്ടുണ്ട്, കഴിക്കുന്ന കറിയായി മാറിയിട്ടുണ്ട്. അച്ചാർ കൂട്ടി കഴിക്കുക, അല്ലെ? നല്ലോണം അച്ചാർ, പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലൊക്കെ അത് നന്നായി കാണാറുണ്ട്, അച്ചാർ നല്ലോണം ഉപയോഗിക്കുക. അപ്പോൾ അച്ചാർ ഒരു ഹൈ ഡെൻസിറ്റി കോമ്പിനേഷനാണ്. ലീഢം എന്ന് ആയുർവേദത്തിൽ പറയും. ലീഢം എന്ന് പറഞ്ഞാൽ എന്താ? നക്കി കഴിക്കേണ്ടത്, തൊട്ട് നക്കുക. അതിനുവേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഉപ്പിൻ്റെയും മുളകിൻ്റെയും എണ്ണയുടെയും ഹൈ ഡെൻസ് കോമ്പിനേഷനാണ്. അത് നമ്മൾ ബ്രെഡിൻ്റെ കൂടെ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലേ? ചപ്പാത്തിക്ക് ഒരു കറിയാക്കി മാറ്റി, ഇന്ന് കറി കുറുമ ഉണ്ടാക്കാൻ പറ്റിയില്ല, പകരം അച്ചാർ തരാമെന്ന് പറഞ്ഞാൽ, അല്ലേ? ചില വീടുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലേ? ഇന്ന് ചപ്പാത്തിക്ക് കുറുമയില്ല, ഇന്ന് അച്ചാറേ ഉള്ളൂ, നീ അതുകൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി അച്ചാർ കൂട്ടിയാണ് കഴിക്കുന്നത്. അത്തരം തൈരിൻ്റെയും അച്ചാറിൻ്റെയും, അല്ലേ, പപ്പടത്തിൻ്റെയും ഒക്കെ അമിതമായ ഉപയോഗം, ഇങ്ങനത്തെ ഉപയോഗങ്ങളൊക്കെ ക്രമത്തിൽ കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലേ, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞ് നമുക്ക് കുറച്ചും കൂടി ഒരു ആരോഗ്യകരമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വേണ്ട ജൈവികമായൊരു മറ്റൊരു പ്രക്രിയയാണ് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടുന്ന വ്യായാമം, ആഹാര രീതി, ഉറക്കം. ഈ 3 സംഗതികളാണ് ഏറ്റവും ജൈവികമായ സംഗതികൾ, അല്ലേ? നമുക്ക് ഈ 3 ഇല്ലാതെ നമ്മുടെ ശരീരം ശരിക്കും എന്തിനും ഡിസൈൻ ചെയ്തതാ? ഇവിടെ ഇരുന്ന് പ്രസംഗം കേൾക്കാനല്ല, അല്ലേ? ഏതെങ്കിലും ക്ലാസ് മുറിയിൽ ഇരിക്കാനല്ല, കാറ് ഡ്രൈവ് ചെയ്യാനല്ല, ബാങ്കിലിരിക്കാനല്ല, ഇങ്ങനെയുള്ള ജോലിക്കല്ല ഈ ശരീരം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഈ ശരീരം ഓടി നടന്നിരുന്നതാണ് പണ്ട്, കാട്ടിൽ, അല്ലേ? മരം കയറിയിരുന്ന ശരീരമാണ്, അല്ലേ? നദിയിൽ നീന്തിയിരുന്ന ശരീരമാണ്, അല്ലേ? അതിനൊക്കെ ഡിസൈൻഡാണ് ഈ ശരീരം. ഇത് ബാങ്കിൽ ജോലി ചെയ്യാനുള്ള ശരീരമല്ല, അല്ലേ? ക്ലാസ്സിലിരിക്കാനുള്ളതല്ല, കൺസൾട്ടേഷൻ ടേബിളിൽ ഇരിക്കാനുള്ളതല്ല. അൺഫോർച്ചുനേറ്റ്ലി ഈ കാലഘട്ടത്തിൻ്റെയൊക്കെ ആവശ്യം കൊണ്ട് നമുക്കങ്ങനെ ഇരിക്കേണ്ടി വരും, അല്ലേ? എനിക്ക് എൻ്റെ കൺസൾട്ടേഷൻ ടേബിൾ ഇതെല്ലാം പറഞ്ഞാലും നാളെ ഞാൻ പോയി ഇരിക്കാൻ പോകുന്നത് 10 മണി മുതൽ 1 മണി വരെ ഒരു സ്ഥലത്ത് ഇരിപ്പ് തന്നെയാണ്, അല്ലേ? അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താ? നിരന്തരമായിട്ട് നമ്മളൊരു വ്യായാമ പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലേ, ഇപ്പോൾ ജിമ്മുകൾ ധാരാളമുണ്ട്. ജിമ്മിനേക്കാളും വാല്യുബിളായിട്ടുള്ള, അല്ലേ, ഒരു നല്ല ഒരു സമഗ്രമായൊരു സമീപനമുള്ള ഒരു ശാസ്ത്രമാണ് യോഗ. അതിൽ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യും സൂര്യ നമസ്കാരം നിങ്ങളെല്ലാവരും പഠിക്കേണ്ട, ഒരു തരത്തിൽ ഒരു മതവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംഗതി. എൻ്റെ പേരങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. ക്രമപ്പെടുത്തിയ, അല്ലേ, ഇത് കേവലം യോഗ എന്ന് പറയുമ്പോൾ നമ്മളതിനൊരു വ്യായാമമായിട്ട് ഇകഴ്ത്തരുത്, അല്ല, നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചിട്ടയായൊരു പദ്ധതിയാണ്. നിങ്ങളെ തികച്ചും ജൈവികമായൊരു സംഗതിയാണ് യോഗ എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ അതിനേക്കാൾ, അല്ലേ, ഒരു
വലിയ ഒരു ക്യാൻവാസിലാണ് യോഗ നിൽക്കുന്നത്. അതിൻ്റെ തുടക്കം നിങ്ങൾ ഒരു പക്ഷേ നമ്മളിപ്പോൾ ധാരാളം കാണുന്ന ഒരു സംഗതിയാണ് ധ്യാനം പരിശീലിപ്പിക്കുക, അല്ലേ, ധ്യാനിപ്പിക്കുക, മെഡിറ്റേറ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുറേ ദൂരെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾക്കിതാ ഇപ്പോൾ ഇരുന്ന് ഈ ഹാളിൽ ഇരുന്ന് ധ്യാനിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ല അത്. മറിച്ച് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നതിൽ അങ്ങ് അറ്റത്ത് നിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ് ധ്യാനം എന്ന് പറയുന്നത്. അതിൽ യമം എന്ന് പറയുന്നൊരു സ്റ്റെപ്പുണ്ട്, നിയമം എന്ന് പറയുന്നൊരു സ്റ്റെപ്പുണ്ട്, ധാരണ, ധ്യാനം എന്നൊക്കെ പറയുന്നത് പിന്നീട് വരുന്നതാണ്. അതിൽ ഈ യമം നിയമം എന്ന് പറയുന്നതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ, യമം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ള, മറ്റൊരാൾക്ക് പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ മോശമായ തോട്ടുകളെയൊക്കെ മാറ്റി വെച്ച് അതൊരു ദിവസം നടക്കില്ല, അല്ലേ? യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം, അപ്പോഴാണ് ധ്യാനം വരിക. അല്ലാതെ നമ്മളിപ്പോൾ ഈ നെറ്റിലൊക്കെ കാണാം, അല്ലേ, ദ കോഴ്സ് ഫോർ മെഡിറ്റേഷൻ, അല്ലേ, 10 ദിവസം നിങ്ങളിരുന്നാൽ, അല്ലേ, നിങ്ങളെ വേറെ ആളാക്കി മാറ്റുന്ന ധ്യാന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അല്ല, അങ്ങനെയല്ല ധ്യാനം പരിശീലിക്കുന്നത്. ആദ്യം നിങ്ങളൊരു നല്ല മനുഷ്യനായി ധ്യാനം പരിശീലിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കണം. ഞാനും പരിശീലിക്കാറില്ല, നമ്മൾ അത്രയൊന്നും ആയിട്ടില്ല, അല്ലേ, ആ ലെവലിലേക്ക് ആയിട്ടില്ല. നമുക്കിപ്പോഴും കാമനകളുള്ള, അല്ലേ, മറ്റ് ലക്ഷ്യങ്ങളുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പരിശീലിക്കാവുന്നതല്ല ധ്യാനം. അത് വലിയൊരു ക്യാൻവാസിലുള്ള സംഗതിയാണ്. അതിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഏറ്റവും മനുഷ്യത്തിന് തന്നെ ഏറ്റവും നല്ല സമയം ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണെന്ന് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന മൊബൈലിൻ്റെയും ബാക്കി എല്ലാത്തിൻ്റെയും സഹായം നമുക്കിതിൽ ഈ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഇപ്പോൾ നമ്മൾ ഗൂഗിൾ സ്കോളറിലൊക്കെ പോയാലേ, നിങ്ങൾ ജൈവ കർഷകരാണ്, നിങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള എന്ത് ഡോക്യുമെൻ്റ് വേണമെങ്കിലും അവൈലബിളാണ്. നിങ്ങൾക്ക് ചിട്ടയായ രീതിയിൽ യോഗ പഠിക്കണോ, അത് അവൈലബിളാണ്. എന്തും അവൈലബിളായ നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് പഠിക്കാൻ പറ്റുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ യോഗ പരിശീലിക്കുന്ന ആൾക്കാർ, ധ്യാനമൊക്കെ പരിശീലിക്കുന്ന ആൾക്കാർ ക്രമത്തിൽ പഠിച്ചു വന്ന് അത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇനി വേറൊരു അതിശയകരമായ സംഗതിയിലെ യോഗ ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയും. ഒരിക്കലും യോഗ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടൂളേ അല്ല, പേഴ്സണാലിറ്റി ഡിസ്ട്രോയറാണ്. നിങ്ങളുടെ സത്വത്തിനെ നശിപ്പിക്കുക, എന്നിട്ട് നിങ്ങളെ തികച്ചും ജൈവികനായ ഒരു മനുഷ്യനാക്കാൻ. അല്ലേ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന എന്ത് പേഴ്സണാലിറ്റി ആയിട്ടാണ്? ഒരു ഡോക്ടർ പേഴ്സണാലിറ്റി ആയിട്ടാണ്, ഒരു ആയുർവേദ വൈദ്യൻ എന്ന് പറയുന്നൊരു എൻ്റെ ഒരു ഫോൾസ് ഈഗോയുടെ പുറത്താണ് നിൽക്കുന്നത്. എനിക്കറിയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണം, അല്ലേ? ഒരു ഫോൾസ് ഈഗോയുടെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ നശിപ്പിച്ചാലേ യഥാർത്ഥത്തിൽ എന്തുണ്ടാവുള്ളൂ? ഞാൻ ഒരു നല്ല ജൈവികനായ മനുഷ്യനാവുള്ളൂ, നല്ല ഓർഗാനിക്കായ മനുഷ്യനാണ് ഞാൻ എന്ന് പറയണമെങ്കിൽ എൻ്റെ ഈ ഫോൾസ് ഈഗോ പോകണം, ഫോൾസ് പേഴ്സണാലിറ്റി പോകണം. ആ ഫോൾസ് പേഴ്സണാലിറ്റി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ യോഗ. നോബഡി ക്യാൻ യൂസ് യോഗ ഫോർ പേഴ്സണൽ. എൻ്റെ ഈ ഡോക്ടർ ആയുർവേദ വൈദ്യൻ എന്ന് പറയുന്ന ഈ കുപ്പായത്തെ വലുതാക്കാൻ യോഗ കൊണ്ട് പറ്റില്ല, അത് വേറെ എന്തെങ്കിലും ആവും, അല്ലേ? ഈ പേഴ്സണാലിറ്റി നശിപ്പിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്ത, അല്ലേ, ആയുർവേദം അതും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പോയിൻ്റ് മറികടന്നുള്ള ചിന്ത ഓരോ പോയിൻറ്റിലും നിങ്ങളുടെ ഉള്ളിൽ വേണം. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ ഒരു മനുഷ്യനായിട്ട് ഇങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇങ്ങനെ അങ്ങ് പോയി ഒരു ദിവസം അങ്ങ് മരിച്ചു പോകുന്ന ആളാണോ? മറിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തോട്ട്സൊക്കെ. നിങ്ങൾ ദീപക് ചോപ്രയെ വായിക്കാറുണ്ടോ ആരെങ്കിലും? ദീപക് ചോപ്ര എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBS കഴിഞ്ഞ ഒരു എൻഡോക്രൈനോളജിസ്റ്റാണ്. അതിന് ശേഷമാണ് അദ്ദേഹം ഈ തത്വങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം എഴുതിയൊരു വലിയ ബുക്കുണ്ട്, നിങ്ങൾ വായിക്കണം. ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ്. ഏജ്ലെസ് ബോഡി ടൈംലെസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ബുക്ക് വായിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തുടക്കം നിങ്ങൾക്ക് കിട്ടും. എന്താണ് നിങ്ങളെന്താണ്, ജൈവികമായി നിങ്ങളെന്താണ്, ശരിക്കും നിങ്ങൾ എന്ത് മനുഷ്യനാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ബോധം വരാൻ ഈ ഈ പറഞ്ഞ ബുക്ക് വായിക്കുന്നതല്ല. അത്തരം ജൈവിക ബോധത്തോടെ ഈ ആഹാരവും വ്യായാമവും അതുപോലെ ആഹാരത്തിനെക്കുറിച്ച് ശരിക്കും ഈ ഒരു ചെറിയൊരു ഇതിൽ നമുക്ക് പറഞ്ഞു ഒതുക്കാൻ പറ്റുന്നതല്ല. 8 വിവിധ തരത്തിൽ നിയമങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആഹാരം കഴിക്കേണ്ടത് എങ്ങനെയാണ്, അല്ലേ? ചെറു ചൂടോടെ ആസ്വദിച്ച്, നല്ല മനസ്സുള്ള സമയത്ത്, വിശപ്പുള്ളപ്പോൾ, നല്ല ആളുകളോട് കൂടി, വൃത്തിയുള്ള സാഹചര്യത്തിലിരുന്ന് വളരെ എൻജോയ് ചെയ്ത് ആഹാരം കഴിക്കാനാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ തികച്ചും ജൈവികമായി. വ്യായാമത്തിൻ്റെ കാര്യത്തിലും തികച്ചും ജൈവികമായി. ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ടുന്ന സംഗതിയാണ്. നിങ്ങളുടെ ഹോർമോൺ ബാലൻസിന് ഏറ്റവും അത്യാവശ്യമാണ് ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഉറക്കം എൻഷുർ ചെയ്യുക. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ അതിൻ്റെ തെളിവ് എന്താണെന്നറിയോ? രാവിലെ സുഖമായി എഴുന്നേൽക്കുക. നമ്മൾ ചോദിച്ചാൽ മതി, രാവിലെ എനിക്ക് എണീക്കുമ്പോൾ തന്നെ എണീറ്റ് വരാൻ പറ്റുന്നുണ്ടോ? അതോ വേറൊരാൾ വന്ന് 6 ആയി 5:30 6 7 8 ഇങ്ങനെ പറയുമ്പോഴാണോ ഞാൻ എണീക്കണേ? എണീറ്റ് കഴിഞ്ഞാൽ എന്താ തോന്നണേ? അയ്യോ വയ്യ, മതിയായില്ല, ഉറക്കം മതിയായില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
നിങ്ങളുടെ ഉറക്കം ഡെപ്തിലെത്തിയിട്ടില്ല. പീനിയൽ ഗ്ലാൻഡിന് എന്തോ ഇൻ്റർഫറൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉറക്കത്തിന് എന്തോ കാര്യമായി തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ വേണ്ടി ഈ അന്വേഷണമാണ് കേട്ടോ ശരിക്കും ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല. അവനവനെ അന്വേഷിച്ച് അവനവനെക്കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കി, അല്ലേ? അതിന് നമ്മളിപ്പോൾ സാധാരണ ഒ പിയിലെ ആളുകളോട് പറയാം, രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് ആരും കാണാത്തൊരു സ്ഥലത്ത് പോയിരിക്കുക, മക്കളൊന്നും കാണാത്ത സ്ഥലം, അല്ലേ? നമ്മുടെ സ്പൗസ് ഇല്ലാത്ത സ്ഥലം, അല്ലേ? ആർക്കും ഒരു മുഖം കൊടുക്കാതെ ഒറ്റയ്ക്കൊന്ന് പോയിരിക്കും. എന്നിട്ടൊന്ന് ആലോചിക്കും, ഞാൻ ആരാണ്, ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ശരീരം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഉറക്കം ശരിക്കും കിട്ടുന്നുണ്ടോ, എൻ്റെ മോഷൻ ശരിയാണോ? ശരിക്കും മോഷൻ ഞാൻ ആ കാര്യത്തിലേക്ക് വരുന്നേ ഉള്ളൂ. മോഷൻ എന്ന് പറയുന്നത് റെഗുലറായിട്ട് ബവൽ മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് എസെൻഷ്യലാണ് കേട്ടോ. പൊതുവേദിയിൽ ഞാൻ പറയുകയാണ്, ക്യാൻസർ തടയാൻ ഏറ്റവും എസെൻഷ്യൽ, പ്രത്യേകിച്ച് വൻകുടലിലെ അർബുദത്തിൻ്റെ ഒരു പ്രധാന കാരണം കോൺസ്റ്റിപ്പേഷനാണ്. പ്രോപ്പർ എൻ്റെ സ്റ്റഡിയിൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രോപ്പർ ബവൽ മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും, ചിലരോട് ചോദിച്ചാൽ പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും. എത്ര ദിവസം കൂടുമ്പോഴാണ് മോഷൻ? അതൊരു 3-4 ദിവസം കൂടുമ്പോൾ ഒരിക്കലും ഉണ്ടാവും എന്ന് പറയും. പ്രശ്നമാണ്, അങ്ങനെ ആവാൻ പാടില്ല. റെഗുലർ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ബവൽ ഇവാക്യുവേറ്റ് ആവണം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മലം എങ്ങനെയുള്ളതാവണം, അത് നല്ല സെമി സോളിഡായ, അല്ലെ, ലൂസായിട്ട് നിങ്ങൾക്ക്, അല്ലേ, നമ്മൾ ഇത് ഡയറിയ വന്നു പോകുന്ന പോലെയല്ല, സുഖമായി ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ബവൽ മൂവ്മെൻ്റ് ഉള്ളൂ, അല്ലേ? നിങ്ങളുടെ യൂറിനേഷൻ എങ്ങനെയാണ്, സ്ത്രീകൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലേ? എൻ്റെ പീരീഡ്സ് എങ്ങനെയാണ്, അത് റെഗുലറാണോ, അല്ലേ? അതിൻ്റെ ഫ്ലോയ്ക്ക് ഓരോ മാസവും വ്യത്യാസമുണ്ടോ, അത് സ്കാൻഡി ആവുന്നുണ്ടോ, ക്ലോട്ടിംഗ് ആണോ, എനിക്ക് എക്സസീവായിട്ട് മെൻസ്ട്രുവൽ പെയിൻ വരുന്നുണ്ടോ, എൻ്റെ സ്ട്രെസ്സും മെൻസ്ട്രുവേഷനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ വരുന്നുണ്ടോ, എൻ്റെ ശരീരത്തിലെ ചൂട് എങ്ങനെയുണ്ട്. സ്വന്തം ശരീരത്തിലെ ചൂടിനെക്കുറിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ധാരണ ഉണ്ടാവണം, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു സംസ്ഥാനത്ത് നിന്നാണ് സംസാരിക്കുന്നത്, അല്ലേ? വളരെ ചെറുപ്പത്തിലെ ബ്രസ്റ്റ് ക്യാൻസർ വരുന്ന, അല്ലേ, ആളുകളുള്ള സംസ്ഥാനത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. എൻ്റെ ശരീരത്തിലെ ചൂട് എങ്ങനെയുണ്ട്, എനിക്ക് ഭയങ്കര ചൂട് തോന്നുന്നുണ്ടോ എൻ്റെ ശരീരത്തിൽ, അല്ലേ? സ്ത്രീകൾക്ക്, അല്ലേ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യം നമ്മൾ പറയുമ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്കുള്ള വലിയ വ്യത്യാസം എന്താ, കറക്റ്റ് മൈൽ സ്റ്റോൺസ് ഉള്ള ആൾക്കാരാണ്, അല്ലേ? അവർക്ക് ഓരോ ഘട്ടത്തിലും അവരുടെ ശരീരം ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണാറുണ്ട് ചില അലർജിയുള്ള സ്ത്രീകൾ, അവർക്ക് എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ അവർ പറയും മെൻസസ് തുടങ്ങിയ സമയത്ത് അലർജി സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ആദ്യത്തെ തവണ കൺസീവ് ചെയ്ത് കുട്ടിയായപ്പോൾ അത് പോയി, രണ്ടാമത്തെ തവണ വീണ്ടും കൺസീവ് ചെയ്ത് കുട്ടിയായപ്പോൾ വീണ്ടും അലർജി വന്നു, മെനോപോസ് ആയപ്പോൾ അത് പോയി എന്നവർ പറയും. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മൈൽ സ്റ്റോൺസ് ഉണ്ട്. എന്താ, മെനാർക്കി ആവുന്നു, കൺസീവ് ചെയ്യുന്നു, ഡെലിവറി ചെയ്യുന്നു, അല്ലേ, മെനോപോസ് ഉണ്ടാവുന്നു, ഇങ്ങനെ കൃത്യമായ ഫിസിയോളജിക്കൽ മൈൽ സ്റ്റോൺസ് ഉണ്ട്. നമ്മൾ ചന്ദ്രനുമായിട്ട് സ്ത്രീകൾക്ക് ഭയങ്കര ബന്ധമുണ്ടെന്നാണ് പറയുക. കാരണം എന്താ, ചന്ദ്രൻ്റെ സൈക്കിൾ എത്രയാണ്, 28 ഡേയ്സാണ്, അല്ലേ? ചന്ദ്രൻ്റെ 28 ഡേയ്സ് സൈക്കിൾ പോലെ തന്നെയാണ് ഏകദേശം മെൻസ്ട്രുവൽ സൈക്കിൾ. എല്ലാവർക്കും 28 ഡേയ്സ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഐഡിയൽ എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിം വർക്കിൽ മൂണിൻ്റെ ചേഞ്ചസും അത് മനസ്സിന് ഉണ്ടാക്കുന്ന വ്യതിയാനങ്ങളൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കുള്ളത്. പ്രകൃതിയുമായിട്ട് ഭയങ്കര ചേർന്ന് നിൽക്കുന്ന കുറച്ചും കൂടി ഇവോൾവ് ആയിട്ടുള്ളൊരു ഓർഗാനിസമാണ് ഹ്യൂമൻ ഫീമെയിൽ. വെൻ കമ്പയർഡ് ടു ഹ്യൂമൻ മെയിൽ നമ്മളെക്കാൾ ഇവോൾവ് ആണ്. ധാരാളം കോംപ്ലക്സ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് അടുത്തൊരു 50 വർഷം കഴിഞ്ഞാൽ എല്ലാ വിഭാഗങ്ങളും രണ്ടായി മാറും. ഫിമെയിൽസിനുള്ള ന്യൂറോളജി വേറെ, ഫിമെയിൽസിനുള്ള സൈക്യാട്രി വേറെ, ഫിമെയിൽസിനുള്ള ജനറൽ മെഡിസിൻ വേറെ. കാരണം അത് അത്രത്തോളം വ്യത്യാസമാണ്. മെയിൽസിന് കൊടുക്കുന്ന ഒരേ മരുന്ന് കൊണ്ട് ഫിമെയിലിനെ ട്രീറ്റ് ചെയ്യാൻ ആവില്ല. അവരുടെ ബോഡി ഈസ് ഇറ്റ് സെൽഫ് വെരി വെരി ഡിഫറെൻറ്റ്. ഇറ്റ്സ് ഓൾ ഓപ്പറേഷൻസ് ആർ ജനറലി ഡിഫറെൻറ്റ് ഫ്രം മെയിൽസ്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ ഈ കാര്യങ്ങൾ, അല്ലേ, ബ്രസ്റ്റിന് തോന്നുന്ന ടെൻഡർനെസ്, ബ്രസ്റ്റിൽ, അല്ലേ, സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ഇപ്പോൾ ധാരാളം വാല്യൂ ഉള്ള ഒരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുക. അത് സാധാരണ നമ്മുടെ കോളേജിൽ കുടുംബശ്രീക്കാർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. സെൽഫ് ബ്രസ്റ്റ് ക്യാൻസർ ഏറ്റവും നന്നായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ആർക്കാണെന്നറിയോ? ആ സ്ത്രീക്കാണ്. അവരാണ് ആദ്യം പറയേണ്ടത്. കാരണം അത് റെഗുലറായിട്ട് എല്ലാ മാസവും ഒരു 30 വയസ്സിന് മേലെ 35 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ എല്ലാവരും തന്നെ റെഗുലറായിട്ട് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ പഠിച്ച് അത് ചെയ്യണം. സംശയമുള്ള എന്തെങ്കിലും മുഴകളോ എന്തെങ്കിലും കണ്ടാൽ ഉടൻ അത് തൊട്ടടുത്തുള്ള രജിസ്റ്റേർഡ് ഡോക്ടറെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ആ സംശയം തീർത്തു തരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ സ്വയം ഒരു പഠനം നടത്തേണ്ട സമയമാണ് ഈ രാവിലത്തെ സമയം. രാവിലെ ശകല സമയം നമ്മൾ നമുക്കായിട്ട് മാറ്റിവെക്കുക, നമ്മളെക്കുറിച്ച് സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുക. എത്രത്തോളം ജൈവികനായൊരു മനുഷ്യനാണ് ഞാൻ ഇന്ന് എന്ന് ഒന്ന് ആലോചിച്ച് നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം കൂടി ചെലവഴിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൂടെ നല്ല ഭക്ഷണവും കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലേ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനം അതിന് വേണ്ടിയിട്ടാണ്, ജൈവ കൃഷിയാണ്, അല്ലേ,
ഈ കീടനാശിനികൾ അടിച്ച ഭക്ഷണങ്ങൾ വരാതിരിക്കാനാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതും കൂടി നമുക്ക് സംയോജിതമായി നമുക്ക് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ ക്യാൻസർ എന്ന് പറയുന്ന സംഗതി തന്നെത്താനെ അതിൻ്റെ പിടുത്തം വിടും, അല്ലേ? ഒരുപക്ഷെ ഈ കൊച്ചു കേരളമോ ഇന്ത്യയോ ഒക്കെ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നതിനും നമുക്ക് ഒരുമിച്ച് ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇത്തരത്തിലുള്ള അച്ചുതണ്ടുകൾക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടി ആകണം, ഈ പറയുന്ന ലോബിയിങ്ങുകൾക്കെതിരെയുള്ള പോരാട്ടം കൂടി ആകണം യഥാർത്ഥത്തിൽ ഇത്തരം സംഘടനകളുടെ സമീപനങ്ങൾ എന്നും കൂടി പറഞ്ഞിട്ടാണ്. ഇപ്പോൾ ശരിക്കും ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആൾക്ക് കുറച്ചേ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഒരാളെ ചികിത്സിക്കുക എന്ന് പറയുന്ന വളരെ ലിമിറ്റഡായ കാര്യമാണ് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുക. അതേസമയം ആക്റ്റീവായ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന, സമൂഹത്തിൽ ഇടപെടുന്ന, അല്ലേ, ജൈവകൃഷി പോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിൽ ഭൂമിയോട് ചേർന്ന് നിന്ന് കൃഷിരീതികൾ പ്ലാൻ ചെയ്യുന്ന നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കത് സാധിക്കട്ടെ. ഈ വിഷയത്തിൻ്റെ അതിരുകളിലൂടെ എങ്കിലും എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ചെങ്കിലുമൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ സ്പർശിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് സക്സസ് ആയി എന്ന് ഞാൻ വിചാരിക്കും. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് ഈ വിഷയം അവതരിപ്പിച്ചതായി കണക്കാക്കി ചർച്ചയ്ക്കായിട്ട് വയ്ക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം. എന്നെ ഈ വിഷയത്തിനായിട്ട് ഇവിടേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. റെഡ് മീറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നല്ല സമീപനം ആവശ്യമുണ്ട് കേട്ടോ. റെഡ് മീറ്റൊക്കെ നമുക്ക് കഴിക്കാം, നല്ലതാണ്, കഴിക്കാം. പക്ഷേ ധാരാളം സ്റ്റഡീസ് ഈ വൻകുടലിലെ അർബുദവുമായിട്ട് റെഡ് മീറ്റിന് കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മാംസത്തിൻ്റെ അളവ്, ഇപ്പോൾ ഈ അടുത്തൊരു പഠനം വന്നല്ലോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മാംസം കഴിക്കാൻ വേണ്ടി പൈസ ചിലവാക്കുന്ന സംസ്ഥാനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരണം. റെഡ് മീറ്റ് ഈ സ്റ്റഡീസ് പറയുമ്പോഴേ, ഈ എവിഡൻസ് കിട്ടുന്ന സ്റ്റഡീസ് നല്ലോണം മുകളിലേക്ക് വരുന്ന ഈ മെറ്റാ അനാലിസിസ് ട്രയൽസ് ഉണ്ട്. അതായത് കുറേയധികം പഠനങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ച് പഠിക്കുന്ന മെറ്റാ അനാലിസിസ് പോലെയുള്ള സ്റ്റഡീസിൽ പറയുന്ന രസകരമായ 1-2 കാര്യങ്ങളും കൂടി കൂടെ ചേർക്കാം. ബീഫ് എന്ന് പറയുന്നത് കോളറക്ടൽ ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണമാണ് അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ. ബീഫ് എങ്ങനെ ഉപയോഗിക്കുമ്പോൾ? അത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് അത് കൂടുന്നതായിട്ട് പറയുന്നത്. ഫ്രൈ ചെയ്ത് ഏത് പോർഷൻ കഴിക്കുമ്പോൾ? ഏറ്റവും മൊരിഞ്ഞ ഭാഗം കഴിക്കുമ്പോഴാണ് അത്രേ. ഇത് ധാരാളം സ്റ്റഡീസ് ഉള്ളതാണ്. നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം അതായത് ഒരു സ്റ്റഡിയല്ല, അമേരിക്കയിലും അതുപോലെ ഫണ്ടിങ് ഏജൻസീസ് നടത്തിയിട്ടുള്ള പല സ്ഥലത്തിലുള്ള സ്റ്റഡീസ് ഒരുമിച്ച് മെറ്റാ അനാലിസിസ് ചെയ്തപ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം മാംസത്തിൻ്റെ അളവ്, പ്രത്യേകിച്ച് റെഡ് മീറ്റ് കഴിക്കരുതെന്നല്ല, മറിച്ച് അതിൻ്റെ അളവ് ക്രമത്തിൽ കുറച്ച് കൊണ്ടുവരിക, ഇടുന്ന എരിവിൻ്റെ അളവും കുറച്ച് കൊണ്ടുവരിക. ഈ വിരുദ്ധാഹാരത്തിനെ കുറിച്ച് സാറ് നമ്മൾ ഈ എന്ത് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ 1-2 കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ നല്ല എന്ത് ക്ലാസ് ഫുഡ്സ് എന്ന് പറയുന്നത് നല്ലതാണ്. അതിലൊരെണ്ണമാണ് ഈ വിരുദ്ധം എന്ന് പറയുന്ന സംഗതി. അപ്പോൾ എന്താ ഈ വിരുദ്ധാഹാരം? ചേർത്ത് കഴിക്കുമ്പോൾ പ്രശ്നമാകുന്നത് എന്ന് ഒബ്സർവ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ശരിക്ക് ഈ നമ്മുടെ ആയുർവേദത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏകദേശം 2500 വർഷമായിട്ട് ഈ ഒബ്സർവേഷൻ നടത്തുന്ന ആളുകൾ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുണ്ട്. അവർ നടത്തി വെച്ചിട്ടുള്ള പഠനങ്ങളാണ് ആയുർവേദ ബുക്കുകളിലുള്ളത്. അപ്പോൾ അവർ പറയുകയാണ് ഈ മീനും തൈരും ഇങ്ങനെയുള്ള സാധനങ്ങൾ, പഴങ്ങളും പാലും ചേർത്ത് ഉപയോഗിക്കരുത്, ഇങ്ങനെയുള്ള സംഗതികൾ കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സംഗതികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോൾ കോമ്പിനേഷൻ കൊണ്ട് ഒരു തവണ കഴിക്കുമ്പോൾ അല്ല, അനേകം തവണ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് വിരുദ്ധം എന്ന് പറയുന്നത്. അതായത് നിങ്ങളിങ്ങനെ കമ്പൈൻഡായിട്ട് ഭക്ഷണങ്ങൾ ഈ തരത്തിൽ ചേരുവകൾ ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ, നിരന്തരമായി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയിലുള്ള മെറ്റബോളിസത്തിന് ഒരു ഡിറേഞ്ച്മെൻറ്റ് വരും. അത് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുകയാണ്. അതിനെ പുറത്ത് തള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകുന്നു. അത്തരം പ്രൊഡക്ട്സ് ഫർദർ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുള്ള വസ്തുക്കളാണ് ഈ വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നത്. ധാരാളം ആളുകൾക്ക് കേട്ടുപരിചയമുള്ളൊരു സംഗതിയാണ്. ഇതുപോലെ തന്നെ പ്രശ്നമുള്ളൊരു സംഗതിയാണ് അഭിഷ്യന്തി എന്ന് പറയുന്ന സംഗതി. ഒരു പക്ഷേ നിങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടും മൂക്കുന്നും വായിന്നൊക്കെ വെള്ളം വരിക, അല്ലേ, കണ്ണൊക്കെ എരിയുന്നു, തല ചൂടാവുക, വേർക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശരീരം മുഴുവൻ ഇങ്ങനെ വേർക്കുന്ന പോലെയോ എണ്ണമയം വരുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ തരം ഭക്ഷണങ്ങളെയാണ് അഭിഷ്യന്തി ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അല്ലേ, പലർക്കും പലതാവട്ടോ. ഉഴുന്നുവട കഴിച്ചാൽ ചില പെൺകുട്ടികൾ പറയാറുണ്ട് പിറ്റേ ദിവസം മുഖത്ത് എന്തുണ്ടാവും, ധാരാളം പിമ്പിൾസ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പറയാറുണ്ട്. അത് അവരെ സംബന്ധിച്ച് അഭിഷ്യന്തിയാണ്. സ്യന്തം എന്ന് പറഞ്ഞാൽ നുലവുണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിൽ സെക്രീറ്ററി ആക്ടിവിറ്റി കൂട്ടുന്ന,
ഗ്ലാൻസിൻ്റെ സെക്രീഷൻ കൂട്ടുന്ന വസ്തുക്കളാണ് അഭിഷിന്തി ആഹാരങ്ങൾ. ഇനി മൂന്നാമത്തത് വിദാഹി എന്ന് പറയുന്ന ഒരു വസ്തുക്കളാണ്, ഒരു ഗ്രൂപ്പ്, ഒരു ക്ലാസ് ഫുഡുകളാണ്. വിദാഹി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ആ ഭക്ഷണം കഴിച്ചാൽ കുറേ സമയം എടുക്കും ഡൈജസ്റ്റ് ചെയ്യാൻ. അതിങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ നീറി നമ്മൾ ചിലപ്പം അധികം വിശപ്പില്ലാതിരിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബിരിയാണി, നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒന്ന് കിടന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് എണീക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് അല്ലേ, നെഞ്ച് നീറുന്നു, ഭയങ്കര ഒരു നീറ്റുണ്ടാവുന്നുണ്ട് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന വസ്തു ഉണ്ടെങ്കിൽ അതിന് ആയുർവേദം വിളിക്കുന്ന പേരാണ് വിദാഹി. അല്ലെ, വിദാഹിത്വം ഉണ്ടാക്കുന്ന, ഇങ്ങനെ ഉള്ളിലൊരു ഒരു ഒരു ബേണിംഗ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ. ഇത്തരം ആഹാരങ്ങളെ സൂക്ഷിക്കണം ക്യാൻസറിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാണ് നമ്മളിപ്പോൾ ജനറലി പറയാറുള്ളത്. കാരണം ഇന്നത് എന്ന് പറഞ്ഞു കൊടുത്താൽ വേറൊന്നുണ്ടാവും, പറയാത്തതുണ്ടാവും. പക്ഷേ മാത്രമല്ല, ഇപ്പോൾ പേഴ്സണലൈസ്ഡ് മെഡിസിൻ്റെ കാലം, പേഴ്സണലൈസ്ഡ് ആവണം അല്ലെ. എല്ലാവർക്കും ഒരേ ചികിത്സ എന്ന് പറയുന്നത് അശാസ്ത്രീയമാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഈ സ്വഭാവം നോക്കി, ഒരാൾക്ക് ഉഴുന്നോടെ ആയിരിക്കും, ഒരാൾക്ക് ബട്ടർ ചിക്കൻ ആയിരിക്കും അല്ലേ, വേറൊരാൾക്ക് ഇതൊന്നും ആയിരിക്കില്ല, വീട്ടിൽ വയ്ക്കുന്നൊരു പായസമായിരിക്കും. അപ്പോൾ ഇത് ആ വ്യക്തി സ്ഥിരമായിട്ട് കഴിക്കാതിരുന്നാൽ. പിന്നെ ഒന്ന്, ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇത് കഴിക്കുന്നയാളുടെ അബ്സോർഷൻ പവർ എത്രത്തോളം ഉണ്ട്, നിങ്ങൾക്ക് ഇത് ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വിശപ്പുണ്ടോ, ഇതൊരു അളവുകോലാണ്. സ്ഥിരമായിട്ട് വിശപ്പില്ലാത്തവർ നിർബന്ധമായിട്ടും ഒരു ആയുർവേദ ഡോക്ടറെ സമീപിക്കണം. ആയുർവേദ ഡോക്ടറെ എന്നല്ല, ഒരു ഡോക്ടറെ സമീപിക്കണം. വിശപ്പില്ലായ്മ ഒരു നല്ല കാര്യമല്ല. കാര്യം വിശപ്പില്ലായ്മയും ഉണ്ട്, നിങ്ങൾ നന്നായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുമാണെങ്കിൽ. ഞാൻ 2001 മുതൽ കോട്ടക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ തൈറോയിഡിനെ ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പരിപാടിയാണ്. ഇന്നിപ്പോൾ ആളുകൾ സ്വന്തം ടെസ്റ്റ് ചെയ്ത് വരും. ഇന്നാൾ എൻ്റെ ഒപിയിൽ ഒരു ഉമ്മ സ്വന്തമായി ടെസ്റ്റ് ചെയ്ത് തൈറോയിഡൊക്കെ ടെസ്റ്റ് ചെയ്ത് തൈറോയിഡിന് പ്രശ്നമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ അടുത്ത ടെസ്റ്റ് റിപ്പോർട്ട് എനിക്ക് തന്നു, ആൻറ്റിബോഡിയും ഞാൻ പോസിറ്റീവാണ്, തൈറോയിഡ് ആൻറ്റിബോഡിയും ഞാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ആരോഗ്യമാസികയിൽ നിന്ന് പഠിച്ചു ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ തൈറോയിഡ് ടെസ്റ്റിംഗ് ഇന്ന് വളരെ വ്യാപകമാണ്. തൈറോയിഡ് സ്വന്തമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം വരുന്ന ആൾക്കാർക്ക് വിശപ്പ് നല്ലോണം കുറയും. അപ്പോൾ വിശപ്പുള്ള ആളുകൾ വിശപ്പില്ലാത്ത ആളുകൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് കഴിക്കേണ്ടുന്ന ഭക്ഷണം എന്താണ്, ഏത് അളവിലാണ് കഴിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നോക്കി കഴിക്കണം. ഇല്ലെങ്കിൽ ദൂരവ്യാപകം കുറേ കാലം ഇതും കൊണ്ട് പോകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവും. തല കുളിക്കാൻ നല്ല സമയം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് രാവിലെ ഭക്ഷണത്തിന് മുന്നേ, വെയിൽ കയറുന്നതിന് മുമ്പ് തന്നെ തല കുളിക്കുക. ഇല്ലെങ്കിൽ വൈകിട്ട് വെയിൽ ആറിയ ശേഷം രാത്രി ആകുന്നതിന് മുമ്പ് കുളിക്കുക എന്നുള്ളതാണ്. രാത്രി വൈകി കുളിക്കുന്നതും പകൽ വൈകി കുളിക്കുന്നതും നല്ലതല്ല. അത് കൃത്യമായിട്ട് ഒബ്സർവേഷൻസ് ഉള്ള കാര്യമാണ് കേട്ടോ. ഇപ്പം ഞാൻ അതുമായിട്ട് ചേർത്ത് വെച്ച് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറഞ്ഞ രോഗമുണ്ട്, കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വരുന്ന വേദന. അതുള്ള ധാരാളം രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അവർ പറയാറുള്ള രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ചുവട് ബെഡിൽ നിന്ന് പുറത്ത് വയ്ക്കുമ്പോൾ നല്ല വേദനയാണ്. നല്ല വേദന ഇങ്ങനെ എടുത്തെടുത്ത് കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേക്കും ആ വേദന കുറയും. കുറച്ച് നേരം TV കണ്ടിട്ട് എണീറ്റ് കഴിഞ്ഞാൽ അപ്പോഴും കാലിന് വേദന. ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് കാലിൻ്റെ താഴെയുള്ള ഒരു ഫേഷ്യ, അതിന് വരുന്ന നീർക്കെട്ടാണ്. ഇതുള്ള ധാരാളം പേര് ഈ തല കുളിക്കുന്ന സമയം തെറ്റി കുളിക്കുന്ന ആൾക്കാരാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും തല കഴുകുന്ന ആളുകൾ ഈ വെസ്റ്റേൺ കോസ്റ്റ്, ഭാരതത്തിൻ്റെ പടിഞ്ഞാറ് സമുദ്രത്തിൻ്റെ ഭാഗത്ത് ഉള്ള നാടുകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ മുകളിലേക്ക് അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ആഴ്ചയിൽ ഒരിക്കലോ 2 തവണ മാത്രമേ തല കുളിക്കുള്ളൂ. പക്ഷേ അത് വിശാലമായ പ്രക്രിയയാണ് അല്ലേ, കുറേ നേരം എടുത്ത് കുളിമുറി പോയി ഇരുന്ന് തലയൊക്കെ ഇതാക്കിയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ സ്ഥിരം തല കുളിക്കുന്നത് നമ്മൾ മാത്രമേ. അതുകൊണ്ടാണ് ഈ തലയ്ക്ക് എണ്ണ വയ്ക്കുന്ന പരിപാടി നമ്മൾ തുടങ്ങി. കേരളത്തിലാണ് തലയ്ക്ക് എണ്ണ വയ്ക്കുന്ന വൈദ്യസമ്പ്രദായം ഉള്ളത്. ഞങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്ത് ഏകദേശം 45ഓളം എണ്ണകൾ തലയ്ക്ക് മാത്രമുണ്ട്. തലയ്ക്ക് വയ്ക്കാൻ മാത്രം 45ഓളം എണ്ണ കേരളത്തിലെ വൈദ്യന്മാർ ഫോമുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ്. കേരളത്തിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഇനി ഞാൻ ആലപ്പുഴ സൈഡിലേക്കുള്ള കഥ പറയാം. അവിടെയുള്ള മെഡിക്കൽ ഓഫീസേഴ്സ് പറയുന്നത് അവിടേക്കുള്ള സ്ത്രീകൾ പൊതുവേ ഒരു 11 മണിയാകുമ്പോൾ എണ്ണയൊക്കെ തേച്ച് ഈ അലക്കാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് കുളത്തിലേക്കാണ് പോവുക. അവിടെ നിന്ന് എല്ലാ സംസാരവും എല്ലാം കഴിഞ്ഞ് ഒരു 1 മണിക്കൊക്കെ ഇത് കുളിച്ച് തിരിച്ച് പതുക്കെ നടന്ന് വീട്ടിലെത്തി. അത്തരം ആൾക്കാർക്ക് നീരിറക്കം വന്ന് ഈ നീരിറക്കം പിന്നീട് പ്രൊസീഡ് ചെയ്തിട്ട് ഈ റുമറ്റോളജിക് ഇഷ്യൂസായിട്ട് മാറുന്നുണ്ടെന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട്. അതായത് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഒക്കെ ഇല്ലേ, ജോയിൻറ്റ് പെയിൻ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസുകളായിട്ട് മാറുന്നുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇത് നടക്കുന്ന നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഈ മയോഫേഷ്യേറ്റിസ്. അപ്പോൾ തല കുളിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. യൂറിക് ആസിഡ് അടിഞ്ഞു കൂടിയിട്ട് അല്ലേ, യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ ഡിസീസ് എന്ന് പറയുന്ന ഗൗട്ട് ഇന്ന് ധാരാളം ആൾക്കാർക്ക് കാണുന്നുണ്ട്. ഒന്ന് ഈ ബീഫിൻ്റെ ഉപയോഗമാണ്, 2 തക്കാളി,
എരിവ്, നല്ലോണം എരിവ് കൂട്ടുന്ന ആൾക്കാർ, അത്തരം ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അത് മാറും. ആ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അതിനോട് ബോഡി പ്രതിപ്രവർത്തിക്കുമ്പോഴാണ് ഈ ഗൗട്ടായിട്ട് മാറുന്നത്. നല്ല വേദനയുള്ള, പ്രത്യേകിച്ച് കാലിൻ്റെ തള്ളവിരലിലൊക്കെ നല്ല വേദന വരുന്ന, സിവിയർ പെയിൻ വരുന്ന ഡിസീസാണ്. രാസ്നാദി ചൂർണ്ണം നീരിറക്കത്തിന് ഉപയോഗമാകുന്നത്. രാസ്നാദി ചൂർണ്ണമേ ശരിക്ക് ഈ നീർപ്പിടുത്തം ഉണ്ടാക്കുക എന്ന് പറയും. എന്ന് വെച്ചാൽ വെള്ളത്തെ അബ്സോർബ് ചെയ്യുന്ന കന്നാരം എന്ന് പറഞ്ഞൊരു സംഗതി അതിനകത്തുണ്ട്. ആസ്ബസ്റ്റോസ്, അതാണ് ആസ്ബസ്റ്റോസാണ്. അപ്പോൾ അത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് അതാണ് നമ്മൾ നെറുകയിൽ തിരുമ്പുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെറുകയിലുള്ള ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാവാതെ അത് തടയുന്നുണ്ട്. ആസ്ബസ്റ്റോസ് ഇല്ലേ ഷീറ്റിലൊക്കെ ഉപയോഗിക്കുന്നത്, അത് പ്രോസസ്സ് ചെയ്തിട്ട് അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതിനിങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ രാത്രി തൈര് കഴിക്കരുത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. രാത്രിയിൽ ഇതേ പ്രശ്നമാണ്. രാത്രിയിൽ നമ്മുടെ ഡൈജഷൻ, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഡള്ളായിരിക്കും. ഡൈജഷൻ്റെ മൊത്തം ഒരു ഋതം നോക്കിക്കഴിഞ്ഞാൽ ഉച്ച സമയത്താണ് ഡൈജഷൻ നല്ല പ്രോമിനൻ്റ് ആയിട്ടിരിക്കുന്നത്. രാത്രി സമയത്ത് അത് ഡള്ളായിരിക്കും. ആ സമയത്ത് ഹെവിയായി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഗതി സ്ഥിരമായിട്ട് കഴിക്കരുതെന്ന് തന്നെയാണ് പറയാറുള്ളത്. മോര് കൂട്ടാം, പക്ഷേ തൈര് നല്ലതല്ല. നമ്മൾ തൈരിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? പ്രോബയോട്ടിക് എന്നൊരൊറ്റ നാമത്തിലാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മളതിൻ്റെ ഗുണം മാത്രമാണ് കാണുന്നത്. അത് പ്രോബയോട്ടിക് ആണ്, ലാക്റ്റിക് ആസിഡ് ബാസില്ലയുണ്ട്, നമ്മുടെ ശരീരത്തിലുള്ള നല്ല ഗട്ട് ഉണ്ടാക്കാൻ അത് നല്ലതാണ് എന്ന് മാത്രമേ. പക്ഷേ അത് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റിയാലേ ഗുണമുള്ളൂ. അതേസമയം ഇത് ധാരാളം പേർക്ക് തൈറോയിഡ് പ്രശ്നങ്ങൾ വരുന്നത് ഈ രാത്രി തൈര് കൂട്ടിയിട്ടാണ്. തൈര് കൂട്ടിയിട്ടുണ്ടാകുന്ന പ്രശ്നമാണ്. മോര് കഴിക്കാം. എങ്ങനെയുള്ള മോര്? ഇപ്പോൾ ഈ അടുത്ത് ദക്ഷിണ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, സാരംഗ്, അവർ മോരെങ്ങനെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് കറക്റ്റ്. സംഭാരം എന്ന് പറയില്ലേ, ആ കൺസിസ്റ്റൻസിയിലുള്ള മോരാണ് നല്ലത്. തൈര് അടിച്ച് അതിൻ്റെ വെണ്ണയൊക്കെ മാറ്റിക്കളഞ്ഞ് ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ ചേർത്ത്, കറിവേപ്പിലയൊക്കെ ചേർത്തുണ്ടാക്കുന്ന സംഭാരമാണ് നല്ലത്. ലൈറ്റാണ്, ഈസി ടു ഡൈജസ്റ്റാണ്. മോരിൻ്റെ പുളി അതിയായ പ്രശ്നമാണ്. നെഞ്ചരിച്ചിലുണ്ടാവും, ഉറപ്പായും ഉണ്ടാവും. തൈരിൻ്റെ പുളിയൊക്കെ ഇതേപോലെ തന്നെയാണ്. സാറ് വലിയൊരു ചോദ്യം ചോദിച്ചു കേട്ടോ. അത് ഗട്ട് മൈക്രോബയോം ഭയങ്കര വലിയ വിഷയമാണ് അല്ലേ. ഇന്ന് എത്രയോ പ്രസക്തമായൊരു വിഷയമാണ് ഗട്ട് മൈക്രോബയോം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കോശങ്ങളെക്കാൾ കൂടുതൽ ആരുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ഈ ഗട്ട് മൈക്രോബയോമിൻ്റെ രസകരമായ വസ്തുത, ഇതിനെ പഠിക്കാൻ ഇറങ്ങിയ പ്രയാസം എന്താണെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ കളക്ട് ചെയ്യാണ്, ഫീക്കൽ മാറ്ററിൽ നിന്ന് രാവിലെ കളക്ട് ചെയ്യുന്ന ഗട്ട് മൈക്രോബയോം ആയിരിക്കില്ല ഉച്ചയ്ക്ക് അവിടെ ഉണ്ടാവുക. ഉച്ചയ്ക്ക് വേറെ ആളുണ്ടാവുക, വേറെ സ്പീഷീസാണ് ഉണ്ടാവുക. വൈകുന്നേരം വേറെ സ്പീഷീസാണ് ഉണ്ടാവുക. ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ടോപ്പിക്കാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നി എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കാര്യം പറയും. അഗ്നി, ആയുർവേദത്തിൽ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശപ്പ്. ആ വിശപ്പ് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബയോമും നമ്മുടെ മ്യൂക്കോസയും തമ്മിൽ ചേർന്നുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. ശരിക്കും 3 കാര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന്, ഗട്ട് മൈക്രോബയോം, ഈ ഗട്ടിനകത്ത് താമസമാക്കിയിരിക്കുന്ന നല്ല ബാക്ടീരിയ. 2, നമ്മുടെ മ്യൂക്കോസ, ഗട്ട് മ്യൂക്കോസ എന്ന് പറയില്ലേ, ഗട്ടിൻ്റെ ഭിത്തി, ആമാശയത്തിൻ്റെ ഭിത്തി, അല്ലെങ്കിൽ കുടലുകളുടെ ഭിത്തി. 3, ഈ കുടലിൻ്റെ ഭിത്തിയിൽ താമസമാക്കിയിരിക്കുന്ന നമ്മുടെ തന്നെ വെളുത്ത രക്തകോശങ്ങൾ, മാക്രോഫേജ് എന്ന് പറയും. ഇവർ 3 തമ്മിലുള്ള പ്രതിപ്രവർത്തനമാണ് ഈ ഗട്ടിനെ നേരെ നിർത്തുകയും കൃത്യമായ ദഹനരസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ എത്ര ആൾക്കാർക്കാണെന്നറിയോ നിങ്ങൾക്ക് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസോർഡർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസായിട്ട് വരുന്ന എത്രയോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ 35 വയസ്സിന് താഴെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം നമ്മളെ സമീപിക്കുന്നത്. എല്ലാവരും. ഞാൻ ഇൻവേരിയബിളി നോക്കുമ്പോൾ പഠിക്കാനായിട്ട് ബാംഗ്ലൂർ പോയി, കോയമ്പത്തൂർ പോയി സ്ഥിരമായിട്ട് ഹോട്ടൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, മെൻ്റൽ സ്ട്രെസ്സുള്ള ആൾക്കാർ, ഇവർക്കാണ് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് ഉണ്ടാകുന്നത്. ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഇമ്മ്യൂണോ സപ്രസൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അതിന് ഈ ഗട്ട് മൈക്രോബയോം കറക്റ്റ് ചെയ്യലാണ് ആയുർവേദിക് ചെയ്യുന്നത്. നമ്മളത് ഫെയ്ത്ത്ഫുള്ളി ഗുഡായിട്ട് ചെയ്യുന്നുണ്ട്. ട്യൂബറുകൾക്ക് കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലേ, ഭൂമിക്കടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളെക്കുറിച്ച് ആയുർവേദം പറയാറുള്ളത്, അതിൽ മിക്കതും ഈ വയറിനകത്ത് ഗ്യാസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. എക്സെപ്റ്റ് ചേന. മറ്റുള്ളതെല്ലാം തന്നെ, ചേന ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ ഷുഗർ വാല്യൂ കൂടുതലുള്ളതുമാണ്, കലോറി കണ്ടൻറ്റ് കൂടുതലുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രത്യേകിച്ചും ഇത്തരം ക്യാൻസറുള്ള രോഗികൾ
കഴിച്ചു കഴിഞ്ഞാൽ കലോറിക് വാല്യൂ കൂടുന്നതുകൊണ്ട് ക്യാൻസർ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേസമയം ഈ ചേന പക്ഷേ നമ്മൾ ഡയബറ്റീസിന് കൊടുക്കുന്നതാണ്. അതുപോലെ കാട്ടുചേന എന്ന് പറയുന്നത് പൈൽസിന് എക്സലൻ്റ് ആയിട്ടൊരു ഡ്രഗാണ്. പൈൽസിന് എക്സലൻ്റ് ആയിട്ടൊരു ഡ്രഗായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. വനസൂരണം എന്ന് പറയുന്നത് കാട്ടുചേന. അതിന് നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള സാധനമാണ്. ചേന ഒഴിച്ചുള്ള ബാക്കി ട്യൂബേഴ്സ് ഒന്നും ആയുർവേദം പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാച്ചിൽ അതെല്ലാം ചില പ്രത്യേക, ഇപ്പം നമ്മൾ പറയില്ലേ കാച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയം, തിരുവാതിരയുടെ സമയത്ത് പുഴുക്കുണ്ടാക്കാനും ഒക്കെ അതിനൊരു പ്രോസസ്സിങ് മെത്തേഡുണ്ട്. ആ പ്രോസസ്സിങ് മെത്തേഡിലൂടെ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ ചില കാലങ്ങളിൽ മാത്രമേ കഴിക്കാൻ പറയുന്നുള്ളൂ. സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് തന്നെ ഒരു കുറേയൊക്കെ രീതികളുണ്ട് അല്ലേ. നമ്മൾ ചിലപ്പോൾ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, ചേനയും ചേമ്പും മുമ്മാസം, താളും തകരയും മുമ്മാസം അല്ലേ, ചക്കയും മാങ്ങയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം എന്ന് പറയുന്ന രീതിയിലുള്ള, അതൊന്നും വെറും പാട്ടൊന്നും അല്ല. അതൊക്കെ ശരിക്കും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഓരോ കാലത്ത് കഴിക്കേണ്ടതിനെക്കുറിച്ചുള്ള സമീപനങ്ങൾ തന്നെ. നമ്മളിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും അതെല്ലാം നല്ല സമീപനങ്ങളായിരുന്നു ആ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഈ ശാസ്ത്രീയമായി തെളിയിക്കണമെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. ഇതെല്ലാം വലിയ സ്റ്റഡീസ് വേണ്ടുന്ന സംഗതിയാണ്. നമ്മളെപ്പോലൊരു തേർഡ് വേൾഡ് കൺട്രിയിൽ ഇത്രമാത്രം ഫണ്ടിങ് ഇല്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ എന്താ നടക്കുന്നത്? ഇത്ര വലിയൊരു റിസർച്ച് വർക്ക് നടത്താനുള്ള ശേഷിയൊന്നും നമ്മുടെ ഒരു രാജ്യത്തെ ഫണ്ടിങ് വെച്ച് നടക്കില്ല. അതുകൊണ്ടാണ്. പക്ഷെ പുറമെ ഇതെല്ലാം മാഡം വിശദമായി പഠിക്കുന്നുണ്ട്. നിങ്ങൾ UK US യൂണിവേഴ്സിറ്റീസും അവിടുത്തെ ആളുകളുമൊക്കെ ആയിട്ട് ചേർന്ന് നോക്കിയാൽ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. ന്യൂസിലാൻഡ് ഒരു പ്രത്യേക ബയോം. അവിടെ പാമ്പില്ലാത്ത സ്ഥലമാണ്. ധാരാളം മെഡിസിനൽ പ്ലാന്റ്സ് അവിടെയുണ്ട്. അവിടുത്തെ പക്ഷേ അബോറിജിനൽസ് എന്ന് പറയുന്ന അവിടുത്തെ ആദിവാസി ഗ്രൂപ്പ് ഉള്ള ആൾക്കാരായിരുന്നു ഇത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവർ മോഡേണൈസ്ഡ് ആയപ്പം അവരുടെ കയ്യിലും ഈ നോളജ് ഇല്ല. ഇപ്പം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു പരിപാടി ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഉപയോഗം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ കുറച്ച് സയൻറ്റിസ്റ്റുകൾ, കുറച്ച് പേര് ഈ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടുള്ള സയൻസ് വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവർ എങ്ങനെയാണ് നിങ്ങൾ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഗുണം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, പശ്ചിമഘട്ടത്തിൽ കയറി ചെല്ലുമ്പോൾ ഒരു വെളുത്ത പൂവ് കണ്ടു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ സയൻസിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം കേട്ടോ. അപ്പോൾ തെങ്ങും കവുങ്ങും ഞങ്ങളെങ്ങനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ അറിയോ? തെങ്ങ് എങ്ങനെ ഉണ്ടാവുക? നല്ല വണ്ണമുള്ള തടി, മേലെ പോയി വലിയ ബ്രാഞ്ചിങ്. അത് കുറേയും കൂടി സൗമ്യമുള്ള ഒരു സംഗതിയാണ് തരിക അല്ലേ. എന്താ തരിക? നിങ്ങൾക്ക് നല്ല ഇളനീര് കരിക്ക തരിക. കവുങ്ങോ അത് ഒറ്റ ഷൂട്ടാണ്, നേരെ മേലേക്ക് പോയി ചെറിയൊരു കനോപ്പി അതിനുള്ളത്. അത് കുറേയും കൂടി തീക്ഷ്ണമായൊരു പ്രൊഡക്റ്റാണ് തരിക അല്ലേ. ഇതൊരു ഒബ്സർവേഷനാണ് അത് അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ഈ അടയ്ക്ക ഒരു എന്താ പറയുക, തീക്ഷ്ണമായ വസ്തുവാണ് അല്ലേ. അതൊരു ഇളനീര് പോലെ സൗമ്യമായ സംഗതിയില്ല. അപ്പോൾ ഈ പാറ്റേൺ ഉപയോഗിച്ച് അനേകം ചെടികളെ പഠിക്കും. ഇതൊരു പാറ്റേണാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമ്മൾ കുട്ടികളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു മെഡിസിനൽ പ്ലാന്റ്സ് ഡിവിഷനിൽ, ഡോക്ടർ അജയൻ എന്ന് പറഞ്ഞ സാർ ഇതിൻ്റെ ഒരു അതോറിറ്റിയാണ്. സാറിപ്പോൾ കോയമ്പത്തൂർ ആയുർവേദ ഫാർമസിയുടെ മെഡിസിനൽ പ്ലാന്റ്സ് ഡിവിഷൻ്റെ ഹെഡാണ്. അപ്പോൾ സാറ് നമ്മുടെ കുട്ടികളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിച്ചിട്ട് പാലാ സെൻറ്റ് തോമസ് കോളേജിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഒരു ഡ്രഗിനെ കുറിച്ച് അവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു കുട്ടി എന്നെ പ്രെഡിക്റ്റ് ചെയ്തു ഇത് ടോക്സിക് ആണെന്ന് പറഞ്ഞു. അവൻ ആ ഡ്രഗിനെ കുറിച്ച് അറിയില്ല. അവൻ അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചർ വെച്ചിട്ട് പറഞ്ഞു ഇത് ടോക്സിക്കാണ്. അപ്പോൾ അവർ അതിശയിച്ച് പോയി. കാരണം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു UGC ഫണ്ടിങ്ങിൽ അതിൻ്റെ ടോക്സിറ്റി മെഷർ ചെയ്യുന്ന ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. അപ്പോൾ മോർഫോളജിക്കൽ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫാർമക്കോളജിക്കൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതിനുള്ളൊരു മെത്തേഡ് ആയുർവേദത്തിലുണ്ട്. രസവൈശേഷികം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് തന്നെയുണ്ട് അതിന് വേണ്ടിയിട്ട്. ഇങ്ങനെ മോർഫോളജിക്കൽ പ്രോപ്പർട്ടി മോർഫോളജി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു ഡ്രഗ് എങ്ങനെ ഉണ്ടാവും എന്ന്. ഞാൻ വേറൊരു എക്സാമ്പിൾ അറിയാം. മേന്തോന്നി കണ്ടിട്ടുണ്ടോ അല്ലേ? അതിൻ്റെ പൂ കണ്ടിട്ടുണ്ടോ? നല്ല ചുവന്ന് അല്ലേ, അതിൻ്റെ അറ്റത്ത് അല്ലേ ഫ്ലെയിം പോലെ ആയിരിക്കും അല്ലേ. അഗ്നിശിഖ എന്ന് അതിന് പറയാം ആയുർവേദത്തിൽ അല്ലേ. അത് എക്സലൻറ്റ് ടോക്സിക്കാണ് അല്ലേ. മേന്തോന്നി നല്ല ടോക്സിക് ഏജൻറ്റാണ്. അത് സൗമ്യമല്ല. അപ്പോൾ അതിൻ്റെ ആ ഫ്ലവറിൻ്റെ ആ പാറ്റേൺ കണ്ടിട്ടാണ് ഇവരിത് ടോക്സിക് ആണെന്നുള്ള, അത്തരം ടോക്സിക് ആയിട്ടുള്ളതിനെ കണ്ടുപിടിക്കുന്നത് ഈ പാറ്റേൺ കണ്ടിട്ടാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ ക്യാരക്ടർ, അത് രോമം ഉണ്ടോ ഇല്ലയോ. ഇപ്പം ഞാൻ അതും കൂടി ഒറ്റ പോയിൻറ്റും കൂടി ആഡ് ചെയ്യാം. ധാരാളം പേര് പ്രമേഹം കുറയും എന്ന് പറഞ്ഞ് ഇപ്പോൾ വലിയ വിവാദമായിട്ടുള്ളൊരു സംഗതിയാണ് ചിറ്റമൃത്. ഒരു തണ്ടിന് 500 രൂപയ്ക്കൊക്കെ വെക്കുന്നുണ്ട് അല്ലേ. ആ കിട്ടുന്ന ചിറ്റമൃത് അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വള്ളി പടർത്തി അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. ഈ സംഗതി യഥാർത്ഥ ചിറ്റമൃതല്ല. ഇത് ടിനോസ്പൊറ കോർഡിഫോളിയ എന്ന് പറയുന്നതാണ് യഥാർത്ഥ ആയുർവേദത്തിൽ ഭാവപ്രകാശത്തിലൊക്കെ പറയുന്ന യഥാർത്ഥ ചിറ്റമൃത് ഇതാണ്. ഇത് ടിനോസ്പൊറ
വേറൊരു സ്പീഷീസാണ്. ഞാൻ അതിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. അത് വേറെയാണ്. എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ ഇതിൻ്റെ തണ്ടിൽ ധാരാളം വലിയ നോഡുണ്ട്. നല്ലതല്ല അതിൻ്റെ അത് ഒരു എക്സോട്ടിക് സ്പീഷീസാണ്. നമ്മുടെ നാട്ടിലേക്ക് മലേഷ്യയിൽ നിന്നും മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് നട്ടുപിടിപ്പിച്ച അത് യഥാർത്ഥ ഇപ്പം ധാരാളം വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ആയുർവേദം കഴിച്ചാൽ കരളടിച്ച് പോവും, ആയുർവേദം കഴിച്ചാൽ കുടൽ പോവും അല്ലേ. അത് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ നിങ്ങൾ ഒരു കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഏതെങ്കിലും ഒരു ചെടികൾ, മരുന്ന് ചെടി എന്ന് പറഞ്ഞാൽ മരുന്ന് ചെടിയാട്ടോ, മരുന്നാണത്, നിങ്ങളങ്ങനെ കഴിക്കരുത് അല്ലേ. നമ്മൾ അടുക്കള ശരിക്കും ഒരു ഫാർമസിയാന്ന് പറയാം അല്ലേ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഈ സാധനമൊക്കെ നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നിങ്ങൾ കഴിക്കുമ്പം കുരുമുളക്, അതാ ഞാൻ പറഞ്ഞത്, ഈ കുരുമുളക് എന്ന് പറഞ്ഞാൽ എന്ത് കുരുമുളക് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതിട്ടിട്ട് എണ്ണ കാച്ചിട്ട് തലേ തേച്ച് നോക്കൂ, നിങ്ങൾക്ക് പ്രശ്നം വരും. പറയാം സാറ് പറഞ്ഞതേ മെറ്റാലിക് മെഡിസിൻസ്, ആയുർവേദത്തിൻ്റെ വലിയൊരു സ്ട്രെങ്താണ് മെറ്റാലിക് മെഡിസിൻ. ഹെവി മെറ്റൽസ്, പ്ലാറ്റിനം, ലിഥിയം, ഇതൊഴിച്ചിട്ടുള്ള എല്ലാ മെറ്റൽസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്വർണം, നമ്മൾ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഞാൻ ഒരു കോൾ സെൻറ്ററിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിരുന്നു. അന്നൊക്കെ നമുക്ക് ഡൽഹിയിൽ നിന്നും US അതുപോലെ ദുബായ് അവിടെ നിന്നൊക്കെ കോള് വരും. ഡൽഹിയിലൊക്കെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു. ഹോസ്പിറ്റൽ ബെഡില്ല. അപ്പോൾ ടാക്സി കാർ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് 4 ഡോറ് തുറന്നിട്ടേക്കാണ്, 4 കൈയിലേക്കും ഡ്രിപ്പ് കൊടുത്ത് 4 സ്ഥലത്ത് ആളെ കിടത്തിയിരിക്കുക. ഒരാൾ മരിക്കുമ്പോൾ അയാളെ എടുത്ത് മാറ്റും, അടുത്ത ആളെ കയറ്റിയിരുത്തും. ഈ സമയത്ത് ധാരാളം ആയുർവേദ ഡോക്ടർമാർ, നോർത്തിൽ ധാരാളം ആയുർവേദ ഡോക്ടർമാർ മെറ്റാലിക് മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് പേഷ്യൻസിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. സാർ ഇപ്പോൾ ചോദിച്ച മെറ്റാലിക് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ വലിയൊരു സംഭാവനയാണ്. ഈ സ്വർണ്ണം മോതിരയില്ലേ, ഈ സ്വർണ്ണം ഉപയോഗിച്ചാൽ, സ്വർണ്ണം നമ്മൾ ഇത്തരത്തിലുള്ള ഫൈബ്രോസിസുകൾ നടക്കുന്നത് എങ്ങനെയാണ് ആളുകൾ മരിച്ചിരുന്നത്. കോവിഡ് വൈറസ് വരുന്നു, അത് ശരീരം അറിയുന്നില്ല, 2-3 ദിവസം കഴിയുമ്പോൾ അറിയുമ്പോൾ ശക്തമായ പ്രതിപ്രവർത്തനം നടക്കുന്നു, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരുന്നു, ലങ് ഡിസ്ട്രോയ് ചെയ്യുന്നു, ആൾ മരിക്കുന്നു. ഇത്തരത്തിൽ സഡൻ നടക്കുന്ന ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസിന് ബ്രേക്ക് പിടിക്കുന്ന പോലെ ബ്രേക്ക് ഇടാൻ ഏറ്റവും നല്ല സാധനം സ്വർണ്ണം. അപ്പോൾ നമ്മളന്ന് കൊടുത്തിരുന്നത് ജയമംഗള രസം, സൂക്ഷ്മ ത്രിഫല, ഇങ്ങനെയൊക്കെയുള്ള നല്ല മെറ്റാലിക് കണ്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. മഹാലക്ഷ്മി വിലാസരസം എന്നൊക്കെ പറയുന്ന നമ്മുടെ മരുന്നെല്ലാം സ്വർണം ചേരുന്നതാണ്. അതുപോലെ രസം എന്ന് സാറ് മെർക്കുറി നമ്മൾ എന്തൊരു അതിശയം, അതായത് നമ്മുടെ ഈ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡായി നിൽക്കുന്ന ഒരു മെറ്റലാണ്. അത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കല്ലേ, അത് ബാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ധാരാളം മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വെട്ടുമാറൻ ഗുളിക ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ, അതിലുണ്ട്. കാഴ്ചനോജനിക്കാണോ? അല്ല. കാരണം ആയുർവേദത്തിൽ അതെങ്ങനെ ഉപയോഗിക്കുന്നത്, കൃത്യമായ പ്രോസസ്സിങ് ടെക്നിക്സ് ഉണ്ട്. ഇതിൻ്റെ ടോക്സിസിറ്റി കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും മെഡിസിനലി പൊട്ടൻ്റ് ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. കാരണം ഇത് എത്രയോ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് സ്വർണത്തിനെയും ചെമ്പിനെയും മെർക്കുറിയെയും താമ്രം, കോപ്പറിനെയും ഒക്കെ മെഡിസിനാക്കി മാറ്റാനുള്ള നല്ല മെറ്റലർജിക്കൽ ജയൻസ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരാളുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, നാഗാർജുനൻ എന്ന് പറയുന്ന അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ ജീവിച്ചിരുന്ന ആളാണ്. ഇതിൻ്റെ ആചാര്യനാണ്. ഹൗ ടു ട്രാൻസ്ഫോം മെറ്റൽസ് ഇൻ ടു മെഡിസിൻസ്. അപ്പോൾ അവർക്ക് മെറ്റലർജിക്കൽ ആ പ്രോസസ്സ് സാറി പറഞ്ഞ പോലത്തെ ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് കോഡിഫൈഡ് ആണ്. ഞാൻ ഉറപ്പിച്ച് പറയാം, 100% നല്ല ഫാർമസിയിൽ നിന്ന് വാങ്ങി നിങ്ങൾ ഉപയോഗിച്ചാൽ ഒന്നും പേടിക്കാനില്ല, ലീസ്റ്റ് ടോക്സിക്കാണ്. ഞാൻ ഒരു ഫാർമ കമ്പനി അഡ്വൈസറി അല്ല, ഞാൻ പറയുന്നത് ഈ കോട്ടക്കൽ ആര്യവൈദ്യശാല നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, 1905 തുടങ്ങിയ സ്ഥാപനം. നമ്മൾ വിചാരിക്കും അതായിരിക്കും ആദ്യത്തെ ആയുർവേദ കമ്പനി. അല്ല, 1864 അടുത്ത് ദൂത് പാബേശ്വർ എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് ബോംബെയിൽ. അവർ രസത്തിൻ്റെ മാത്രം, മെഡിസിൻസ്, മെറ്റാലിക് മെഡിസിൻസിൻ്റെ മാത്രം കമ്പനിയാണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി മെഡിസിൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റി മെഡിസിൻസ് ഉണ്ടാക്കുന്ന ധാരാളം കമ്പനിയുണ്ട്. ലൈവാണ്, ഇപ്പോഴും നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മെറ്റാലിക് മെഡിസിൻസാണ്. നമുക്ക് റിസൾട്ട് ഉണ്ട്. മെറ്റാലിക് മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ യു ഷുഡ് ടേക്ക് ഇറ്റ് ഫ്രം എ ക്വാളിഫൈഡ് പ്രാക്ടീഷണർ ആൻഡ് ഷുഡ് ബി ഫ്രം എ ക്വാളിഫൈഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. അത് ഒരു പക്ഷേ എന്താണെന്നറിയോ, ഈ ക്വാളിഫൈഡ് അല്ലാത്ത ഫാർമസിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്പനികളുടെ ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ വേറൊരു ഡോക്ടറുടെ കാര്യം പറയാം കേട്ടോ. ഡോക്ടർ ബാലേന്ദു പ്രകാശ്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുടെ ഫിസിഷ്യനായിരുന്നു അദ്ദേഹം. ഡെറാഡൂണിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എക്സ്ക്ലൂസീവായിട്ട് ആയുർവേദിക് ക്യാൻസർ മാനേജ് ചെയ്യുന്ന ആളാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ സാറിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹം 2 വർഷം RCCയിൽ വർക്ക് ചെയ്തു. അദ്ദേഹം ആയുർവേദ ഡോക്ടറാണ്. മെറ്റാലിക് മെഡിസിൻ RCCയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളാണ്.
ഈ അടുത്ത് അദ്ദേഹം ആ സ്മരണകൾ പുതുക്കി MA ബേബി സഖാവ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫോട്ടോയൊക്കെ അദ്ദേഹം ഈ അടുത്ത് ഫേസ്ബുക്കിലിട്ടിരുന്നു. അവർ രണ്ടുപേരും ബാംഗ്ലൂർ വെച്ച് കണ്ടു. പണ്ട് RCCയിലുണ്ടായിരുന്ന കഥകളൊക്കെ അവർ പറഞ്ഞു. അദ്ദേഹം മെറ്റാലിക് മെഡിസിൻ ഉപയോഗിച്ച്, അദ്ദേഹം KR നാരായണൻ്റെ പേഴ്സണൽ ഫിസിഷ്യനായിരുന്നു. മെറ്റാലിക് മെഡിസിനാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ മെറ്റാലിക് മെഡിസിൻ നല്ല പവർഫുള്ളാണ്. നല്ല ഡോക്ടറുടെ അടുത്തുനിന്ന് കറക്റ്റായിട്ട് നിങ്ങൾ അത് കഴിക്കണം. ഞാനൊരു കാര്യം പറയാം, ആയുർവേദത്തിൽ 2 ട്രഡീഷൻ ഉണ്ട്, മെറ്റാലിക്കും ഹെർബലും. ടുവേഡ്സ് സൗത്ത് നമുക്ക് ഹെർബൽ ഡ്രഗ്സ് കഴിയാറായി അല്ലേ, ഹെർബൽ ഡ്രഗ്സ് ധാരാളം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഹെർബ്സ് കൂടുതൽ ഉപയോഗിക്കുന്നു. ടുവേഡ്സ് നോർത്ത് അവർ മെറ്റൽസാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മളത് ട്രെയിൻഡ് ആവുന്നു. സാർ ഒരു ചോദ്യം ചോദിക്കും. യെസ്, ഉണ്ട് സാർ, ഉണ്ട്. പറയാൻ വിട്ടുപോയി. നല്ലതാണ് ഉപവാസം എന്ന് പറയുന്നത് അല്ലേ. ഇന്നതൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ജസ്റ്റ് ഒരു ചെറിയ ഫാസ്റ്റിംഗ്, ഷോർട്ട് ഫാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ്. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ ജനറൽ മെഡിസിനിൽ പ്രൊഫസറായിരുന്ന ജയദേവൻ സാറിനെ ഓർക്കുന്നു. സാറ് ആസ്മ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്താൽ സാറ് പിറ്റേ ദിവസം മുതൽ ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്റിംഗാണ്. ഒരു 4-5 ദിവസം അവർ ഫാസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആസ്മയുടെ ഇൻറ്റൻസിറ്റി കുറയും. ഫാസ്റ്റിംഗ് ഈസ് എ വെരി വെരി പവർഫുൾ ടൂൾ. നമ്മൾ ആയുർവേദത്തിൽ അതിന് ലംഘനം എന്ന് പറയുക. ഫാസ്റ്റിംഗ് ഒരു വലിയ പവർഫുൾ ടൂളാണ്. സാറ് അത് ആഡ് ചെയ്യേണ്ട വിഷയം തന്നെ. ഈ ഓട്ടോഫാജി എന്ന് പറയുന്ന ധാരാളം സ്റ്റഡീസ് അതിൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പേപ്പർ സയൻറ്റിഫിക് പേപ്പേഴ്സ് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഗൂഗിൾ പബ്മെഡ് സ്കോളറിലൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം പേപ്പേഴ്സ് നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് ആൻഡ് ഓട്ടോഫേജി എന്നുള്ള വിഷയത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് വളരെ പവർഫുള്ളാണ്. പനിക്ക് പട്ടിണി എന്നാണ് പറയുക. ചികിത്സാമഞ്ജരി എന്ന് പറഞ്ഞ ബുക്കിൽ ആദ്യത്തെ അതിൻ്റെ പനി വന്നാൽ എന്ത് ചെയ്യണം അല്ലേ. നമ്മൾ കോവിഡിലൊക്കെ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. പനി വന്ന ആൾക്ക് ഈ ലോക്കൽ സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അപ്പവും മുട്ടക്കറിയും ഇതൊക്കെയാണ് നമ്മൾ കൊടുത്തത് അല്ലേ. പക്ഷേ പനി വന്നാൽ അതിൻ്റെ ഇഷ്യൂ കുറയണമെങ്കിൽ പട്ടിണി ഏറ്റവും നല്ല ചികിത്സയാണെന്ന് പറയാം. ലഘുവായിട്ട് അല്ലേ. അതിന് ഏറ്റവും നല്ല ഫുഡ് ബ്ലാൻഡ് ഡയറ്റ്, കഞ്ഞി എന്ന് പറയുന്ന സംഗതിയാണ്. കഞ്ഞി കുടിച്ച് സുഖമായി കിടക്കുക എന്നുള്ളതാണ് പനിക്കുള്ള ഏറ്റവും നല്ല ചികിത്സ. അധ്യക്ഷൻ എന്നോട് അടുത്ത പരിപാടിയിലേക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, താങ്ക് യു.